ഇന്ന് അനുഭവിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവ് നമ്മളെ സകലത്തിലും ഇന്ന് സൂക്ഷിക്കുന്നല്ലോ. സകല കാര്യത്തിലും ദൈവം നമ്മളെ അനുഗ്രഹമാക്കി മാറ്റുന്നതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് ദൈവത്തിൻ്റെ കാര്യങ്ങൾ നമുക്ക് കർത്താവ് വെളിപ്പെടുത്തി തരുന്നതുകൊണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് സകല കാര്യങ്ങളെയും സാക്ഷ്യമാക്കി മാറ്റും. ആമേൻ. ഇന്നലെ കേട്ട വചന ചിന്ത ഏതാണെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? വചനഭാഗമല്ല, നമ്മൾ എന്ത് കാര്യങ്ങളെ പറ്റിയാണ് അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായെന്നുള്ളത് ഒന്ന് അറിയാവുന്നൊരു വേഗത്തിൽ കർത്താവിൻ്റെ നാമത്തിൽ ഒന്ന് പറഞ്ഞാട്ടെ. എനിക്ക് മനസ്സിലായില്ല, ക്ലിയർ ആയില്ല. നമ്മൾ 7 ആത്മാക്കളെ 9 കൃപാവരങ്ങളെയും പറ്റി ഇന്നലെ കേട്ടു. അപ്പോൾ എങ്ങനെയാണത് അത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഓരോ കാര്യങ്ങളെ ചെയ്യുന്നത്. നമ്മൾ ഇന്നലെ അബ്രഹാം പിതാവിനെ പറ്റി പഠിച്ചു. നമുക്ക് ലഭിക്കുന്ന മനോധൈര്യങ്ങൾ, നമുക്ക് ലഭിക്കുന്ന ബലം, ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഉള്ളിൽ ഇത് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രവർത്തിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുവാൻ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മനസ്സിൽ നമ്മൾ യേശുവിനെ വിശ്വസിക്കുന്ന സമയത്ത് എതിർപ്പുകൾ വരുമ്പോൾ, എനിക്കറിയാവുന്ന ഒത്തിരി ആളുകൾ യേശുവിനെ വിട്ടേച്ചു പിന്നെ വരാതെ പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവരുടെ നടുവിൽ നിങ്ങൾക്കൊരു ധൈര്യവും ബലവും ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അകത്ത് ഈ 7 ആത്മാവിലൂടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുണ്ട്. ആ പ്രവർത്തിക്കുന്നത് വെറുതെ അല്ല. നിങ്ങളതിൽ വളർന്നാൽ തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങളെ മറികടക്കുവാൻ കഴിയും. ആമേൻ. നമുക്ക് ഒരുമിച്ച് ഇന്ന് ദൈവസന്നിധിയിൽ പിന്നെയും പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ വലിയ കൃപ നിങ്ങളുടെ നടുവിലുണ്ടല്ലോ. ഇന്ന് നമുക്ക് സൂമിലും ലൈവിലും കാണുന്നവരെ ബ്ലസ് കർത്താവിൻ്റെ ഒരു ദൈവസന്നിധിയിലാണ് ഇരിക്കുന്നുള്ള ബോധത്തിലിരുന്നാൽ തീർച്ചയായിട്ടും കർത്താവ് നിങ്ങളെ തൊടും. നിങ്ങളോട് കർത്താവ് ഇടപെടുവാൻ ഇടയായിത്തീരും. ആ ഒരു മനോഭാവത്തിലാണ് വീഡിയോ ഓണാക്കുമ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇരിക്കുമ്പോൾ നിങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യുക? ഇരിക്കുക. നന്നായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ അകത്തായിരിക്കുന്നെങ്കിൽ പോലും ഭയഭക്തിയോടെ ഇരിക്കുക. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് ഓരോ ദിവസവും ദൈവവചനം കേൾക്കുക. നിങ്ങൾ ഈ ദിവസം രോഗികളായി ഭാരപ്പെടുന്നവർ ഈ പ്രാർത്ഥനയുടെ ആരംഭം മുതലേ കൈവച്ച് കൽപ്പിച്ചുകൊണ്ടിരിക്കണം. കർത്താവിനോട് പറഞ്ഞു, നിങ്ങളുടെ മേൽ അസാധാരണമായ സൗഖ്യങ്ങളെ തുടക്കം മുതലേ കർത്താവ് ഇനി മുതൽ ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മൾ ഇടയ്ക്ക് നിർത്തി പ്രാർത്ഥിക്കുന്നുണ്ട് വേദന മാറാൻ വേണ്ടി. വേദന മാറി ഒത്തിരി സാക്ഷി എല്ലാ ദിവസവും കേൾക്കുന്നു. ഈ നിമിഷം മുതൽ കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതാണ്. എന്താണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാതിരുന്ന ബുദ്ധിമുട്ട്, ആ രോഗനിമിത്തം വേദന നിമിത്തം ചെയ്യാൻ കഴിയാതിരുന്നത് ചെയ്തുകൊണ്ടിരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഈ വചനം തുടങ്ങുന്ന മുതൽ, പ്രാർത്ഥന വചനം കേൾക്കുന്ന നിമിഷം മുതൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ മേലേക്ക് സൗഖ്യം നിറയുവാൻ തുടങ്ങുകയാണ്. അത്ഭുതം നിറയുവാൻ തുടങ്ങുകയാണ്. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്ക് ഇന്ന് അനുഗ്രഹത്തിനായിട്ട് നമ്മൾ കേൾക്കാൻ വേണ്ടി പോകുന്നത് സ്പിരിച്വൽ വാർഫെയർ. കേൾക്കുമ്പോൾ പേടിക്കൊന്നും വേണ്ട. നമ്മൾ ആത്മയുദ്ധത്തിലിരിക്കുന്നവരാണ് വിശ്വാസി. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഏറ്റവും കൂടുതൽ വേട്ടയാടുന്നത് നമ്മൾ ഈ ഒരേ സമയം നമ്മൾ ക്രിസ്തുവിലും ഒരേ സമയം നമ്മൾ ലോകത്തിലും ജീവിക്കുന്നവരാണ്. ഒരേ സമയം കർത്താവിലും നിങ്ങൾക്ക് സൗണ്ട് എല്ലാവർക്കും ക്ലിയർ. ചിലർ സൗണ്ട് ഇല്ലാന്ന് എഴുതി കാണിക്കുന്നു. സൗണ്ട് കിട്ടുന്നുണ്ട്. ഞാൻ മ്യൂട്ട് മാറ്റുന്നില്ല. നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ ഒരു സൗണ്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ആണ്. ഓക്കെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പം നിങ്ങൾക്ക് വോളിയം കുറവുള്ളവർ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് ലെഫ്റ്റ് ചെയ്തിട്ട് വീണ്ടും കയറിയാൽ മതി. സൗണ്ട് ക്ലിയർ ആയിക്കോളും. അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്താൽ മതി സൂം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. അപ്പം സൂമിൽ കാണുന്നവർ, ലൈവിൽ കാണുന്നവർ നിങ്ങൾക്ക് ലിങ്കിലൂടെ സൂമിലേക്ക് പ്രവേശിക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി നമ്മുടെ നടുവിൽ നടക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്നത്തെ അനുഗ്രഹത്തിന് വേണ്ടിയുള്ള വചനമെന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ വാർഫെയറാണ്. നമ്മൾ യേശുവിൽ ജീവിക്കുന്ന സമയത്ത് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇന്ന് ഓരോ വ്യക്തിയും ഇന്ന് കർത്താവിലേക്ക് വരുന്ന സമയത്ത് നമ്മളായിരിക്കുന്ന ഒരു ജീവിതമുണ്ട്. ഞാൻ എപ്പോഴും പറഞ്ഞു, നമ്മൾ സൂപ്പർ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളെ എല്ലാ ദിവസവും ദൈവപ്രവൃത്തികൾക്ക് വേണ്ടി നിങ്ങൾ വിശ്വസിക്കണം.
വല്ലപ്പോഴും അല്ല, എല്ലാ ദിവസവും. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നു, നിങ്ങളുടെ ഉള്ളിലുള്ള സ്പിരിറ്റ് ഓഫ് മിറക്കിൾ, ദൈവപ്രവൃത്തി നടക്കുന്നത്. ഇന്നലെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കേട്ടായിരുന്നു, എലീശ ആ ഭവനത്തിൽ വന്നിട്ട് എന്ത് ചെയ്തു, നിനക്ക് എന്ത് കയ്യിലുണ്ടെന്ന് ചോദിച്ചു. അവൾ പറഞ്ഞൊരു എണ്ണയുണ്ട്, അല്പം എണ്ണയുണ്ട്. ആ എണ്ണ പാത്രങ്ങളൊക്കെ മേടിച്ചൊഴിക്കാൻ പറഞ്ഞു. ആ പാത്രങ്ങളിലേക്ക് എണ്ണകൾ നിറയാൻ തുടങ്ങി. അവിടെ ഒന്നുമില്ല, അല്പം എണ്ണ വർദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അരിക്കലത്തിലൊക്കെ കൈവച്ച് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ശൂന്യമായ പോക്കറ്റിനെ കൈവച്ച് പ്രാർത്ഥിക്കണം, നിറഞ്ഞു വരട്ടെ എന്ന് കൽപ്പിക്കണം. അപ്പം ഇങ്ങനെ പറയുമ്പോൾ ചിലർ കളിയാക്കും, ഇങ്ങനെ നിറയ്ക്കുന്ന ആളാണോ യേശു എന്ന് ചോദിച്ചാൽ പറയണം, യേശു നിറയ്ക്കുന്ന ആള് തന്നെയാണെന്ന് പറയണം. ഹല്ലേലൂയ. ആരെങ്കിലും കളിയാക്കി കേൾക്കും, നിങ്ങളുടെ വീട്ടിലെ അരി നിറയ്ക്കുന്ന ആളാണോ യേശു, നിങ്ങളുടെ വീട്ടിലെ പോക്കറ്റ് നിറയ്ക്കുന്ന ആളാണോ യേശു എന്ന് വെച്ചാൽ അത് തന്നെയാണ് യേശു. യേശുവിൻ്റെ ആഗ്രഹം, യേശുവിൻ്റെ ഇഷ്ടം എനിക്ക് നിറവുണ്ടാകുകയും ആ നിറവിൽ നിന്നും അനേകർക്ക് കൊടുക്കുവാൻ എന്നെ പഠിപ്പിക്കുകയും ചെയ്യിക്കുന്ന ആളാണ് ദൈവം. അല്ലാതെ ഞാൻ ദരിദ്രത്തിലിരിക്കുമ്പോൾ എനിക്കത് തന്നെ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ആളല്ല ദൈവം. വാരി വിതറി കൊടുക്കുവാൻ നിനക്ക് സമ്പത്തും നന്മയും തരുമെന്ന് പറയുന്ന ആളാണ് ദൈവം. ഹല്ലേലൂയ. അപ്പം നമുക്ക് പിന്നെയും പ്രാർത്ഥിക്കാം. ആ അനുഗ്രഹത്തിനായിട്ട് ഞാനൊരു വാക്യം എടുക്കാം. നമ്മൾ കേട്ട കൃപാവരത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് തന്നെയാണ്, അത് മാറുന്നില്ല. അപ്പം നിങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നൊരു സംശയമാണ്, നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ, നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ, നിങ്ങളൊരു വ്യക്തിക്ക് വേണ്ടി ഈ കൃപാവരങ്ങൾ ഉപയോഗിക്കുമ്പം ചിലപ്പോൾ നിങ്ങൾ ചില വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം, അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ഈ പ്രാർത്ഥനയിൽ ഓരോ ദിവസവും നമ്മൾ ചോദിക്കും, ഞാൻ പ്രാർത്ഥന ചെയ്ത് ഇപ്പോൾ വേദനയിൽ നിന്നും സൗഖ്യം പ്രാപിച്ചവർ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പം എന്ത് ചെയ്യും, ഒട്ടുമുക്കാൽ ആൾക്കാർ ഇൻസ്റ്റൻ്റ്ലി സൗഖ്യം മാറി, ഇപ്പോൾ വേദന ഇല്ല എന്ന് പറയുന്നു. അങ്ങനെ സൗഖ്യം കിട്ടി ആരെങ്കിലും ഇന്നുണ്ടോ പ്രാർത്ഥനയിൽ? പെട്ടെന്ന് സൗഖ്യം നടന്നവർ പ്രാർത്ഥിച്ചപ്പോൾ തന്നെ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം. അപ്പം നമ്മൾ ദിവസവും കേൾക്കുന്നതാണ്, ഇന്നലെയും കേട്ടതാണ്. ഇന്നലെ ഒരു 6 വർഷമായിട്ടുണ്ടായിരുന്ന കാലിൻ്റെ വേദന, 6 വർഷമായിട്ടുണ്ടായിരുന്ന കാലിൻ്റെ വേദന, ഞാൻ 6 നാണ് 4 നാണ് തരത്തില്ല, 6 വർഷം യൂട്യൂബിൽ കിടപ്പുണ്ടത്. ഇന്നലെ കർത്താവിൻ്റെ കൃപയിൽ പ്രാർത്ഥിച്ച അപ്പം തന്നെ എന്ത് ചെയ്തു, സൗഖ്യമായി. ആൻറ്റി നടന്നു നോക്കി, ചാടി നോക്കി, വേദന അവിടെ ഇല്ല. അപ്പം ചില സൗഖ്യങ്ങൾ ഉടനെ നടക്കും, ചില സൗഖ്യങ്ങൾ ഉടനെ നടക്കത്തില്ല. ഇനി ഞാൻ മറ്റു ചോദ്യം ചോദിക്കുകയാണ്, പെട്ടെന്ന് സൗഖ്യമായില്ല, പക്ഷേ പിന്നീട് കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പിന്നത്തേതിൽ കുറേ കഴിഞ്ഞപ്പം അപ്പം സൗഖ്യം നടന്നില്ല പെട്ടെന്ന് തന്നെ, പിന്നെ സൗഖ്യം നടന്ന ആരെങ്കിലും ഉണ്ടോ ഇന്ന് സൂമിൽ? ആമേൻ. ഇപ്പം നമ്മൾ 2 തരം സൗഖ്യത്തെ പറ്റി കേട്ടു. ആദ്യം ഒറ്റയടിക്ക് പ്രാർത്ഥിച്ച സമയത്ത് വേദന മാറിയവരെ കണ്ടു. രണ്ടാമത് സൗഖ്യം നടന്നില്ല, പിന്നീട് തുടർമാനമായിട്ട് എന്ത് ചെയ്തു, അതിനുശേഷം പ്രാർത്ഥിക്കുകയും വചനം പറയുകയും ചെയ്തപ്പോൾ സൗഖ്യം നടന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്? ചിലർക്ക് ഒറ്റയടിക്ക് സൗഖ്യം നടന്നു, ചിലർക്ക് ഒറ്റയടിക്ക് സൗഖ്യം നടന്നില്ല. ചിലർക്ക് സൗഖ്യം നടന്നു, ചിലർക്ക് എന്ത് ചെയ്തു, കുറച്ച് കഴിഞ്ഞപ്പോഴാണ് സൗഖ്യം കടന്നത്, അതിനുശേഷമാണ് സൗഖ്യം നടന്നത്. അപ്പോൾ ഈ 2 തരം സൗഖ്യങ്ങൾ. ഇതേപോലെ തന്നെ 9 കൃപാവരങ്ങളും 7 ആത്മാക്കളും നമ്മളിൽ പ്രവർത്തിക്കുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം നിങ്ങളുടെ അകത്ത് വരാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിച്ചോണം. നിങ്ങൾ ഒരു വിഷയത്തിൻ്റെ മേൽ പ്രാർത്ഥിക്കുമ്പം ഒറ്റയടിക്ക് നടക്കാതെ ആ വിഷയം പിന്നീട് എന്ത് ചെയ്തു, അത് നടന്നു. അപ്പോൾ 2 തരം സാക്ഷ്യം നമ്മൾ എല്ലാ ദിവസവും. ചിലർക്ക് നിങ്ങളൊരു സൗകര്യം പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ സൗഖ്യം നടന്നില്ല, പക്ഷേ പിന്നെയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, അതിനുശേഷമാണ് എനിക്ക് ആ സൗഖ്യം ലഭിച്ചത്. അപ്പോൾ എന്തുകൊണ്ട് സൗഖ്യങ്ങൾ താമസിക്കുന്നു? ഒരാൾക്ക് വേണ്ടി മാത്രം കർത്താവ് പെട്ടെന്ന് പ്രവർത്തിക്കുകയും മറ്റൊരാൾക്ക് വേണ്ടി കർത്താവ് പയ്യെ പ്രവർത്തിക്കുകയും ചെയ്യുന്നൊരു ദൈവമാണോ? നമ്മുടെ അകത്തൊരു ചിന്ത വന്നില്ലേ? അല്ല, ഒരിക്കലുമല്ല. എങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ബ്രദറെ ഇങ്ങനെ ഒരു ചിന്ത അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം വരാൻ കാരണം ആയത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആരെങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഓക്കെ, സൗഖ്യം നടന്നവരുണ്ട്. ഇപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യരുത്. ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്, നിങ്ങളുടെ ശരീരത്തിലേക്ക്, ഒത്തിരി ആളുകളുടെ ശരീരത്തിലേക്ക് സൗഖ്യം നടന്നുകൊണ്ടിരിക്കുന്നു. കർത്താവ് നിങ്ങളുടെ വേദനകളെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് അത്ഭുതകരമായ സൗഖ്യങ്ങൾ. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, എങ്ങനെയാണ് ഈ സൗഖ്യം നടക്കുന്നത്? ശ്രദ്ധിച്ചോണം. സൗഖ്യം എന്നുള്ളത് നിങ്ങളുടെ അവകാശമാണ്. ദൈവപ്രവൃത്തി എന്നുള്ളത് നിങ്ങളുടെ ആവശ്യമല്ല, അവകാശമാണ്. ഒരിക്കലും നിങ്ങൾ സംശയിക്കരുത്, ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത്, കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവിന് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കണം, അല്ലെങ്കിൽ ദൈവപ്രവൃത്തി കിട്ടിയാൽ മതിയായിരുന്നുള്ളതല്ല. എപ്പോഴും ഓർത്തോണം, ദൈവപ്രവൃത്തി യേശു ക്രൂശിൽ മരിച്ചത് സത്യമാണെങ്കിൽ
യേശു മുറിവേറ്റത് സത്യമാണെങ്കിലല്ല, അത് സത്യമായതുകൊണ്ട് എനിക്കിനി രോഗത്തിൽ ഇരിക്കുവാൻ കഴിയത്തില്ല. എനിക്ക് ഇനി രോഗസൗഖ്യത്തിന് വേണ്ടി ആ രോഗസൗഖ്യത്തിന് വേണ്ടി ഒരു പ്രത്യേക യാഗമില്ല, പ്രത്യേകം ഇനി വില കൊടുക്കേണ്ട. യേശു മുറിവേറ്റത് കൊണ്ട് സൗഖ്യം യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തികൾക്ക് സ്വർഗത്തിലെ ദൈവം അവകാശമാക്കി തന്നിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? രോഗസൗഖ്യം, ദൈവപ്രവൃത്തികൾ ഒക്കെയും നിങ്ങളുടെ അവകാശങ്ങളാണ്. പക്ഷേ ഞാൻ പറഞ്ഞ 2 രീതിയിൽ ഈ രോഗസൗഖ്യങ്ങൾ ആളുകളിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു ശ്രദ്ധിച്ചോണം. ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ ചിന്തയ്ക്കകത്ത് നമ്മുടെ വിശ്വാസം പ്രവർത്തിക്കുന്നത് 2 രീതിയിലാണ്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുറേ കാലം മുമ്പ് കോട്ടയത്ത് ഒരു കൺവെൻഷൻ വെക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ മദ്യപാനിയായ ഒരു മനുഷ്യൻ തൻ്റെ കുടുംബജീവിതം തകർന്ന് തൻ്റെ ഭാര്യ ഇട്ടേച്ചു പോയി, തൻ്റെ കൊച്ചിനെ എടുത്തുകൊണ്ട് തൻ്റെ ഭാര്യ ഇട്ടേച്ചു പോയ ഒരു ചെറുപ്പക്കാരൻ ആ കൺവെൻഷൻ നടന്നതിൻ്റെ തൊട്ട് താഴെ ഒരു പലചരക്ക് കടയുണ്ട്. അവിടെ കള്ള് കുടിച്ച് പുള്ളി ഓട്ടോറിക്ഷ എല്ലാം പുള്ളിയുടെ പോയി, എല്ലാം കള്ളുകൂടി കാരണം എല്ലാം പോയി, നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ ആ വീടിൻ്റെ തൊട്ട് മുമ്പിലുള്ള പലചരക്ക് കടയിൽ കള്ള് കുടിച്ച് വഴി വരാതെ കിടന്നുകൊണ്ടിരുന്ന ചെറുപ്പക്കാരനായിരുന്നു. അപ്പോൾ അവിടെ ഒരു കൺവെൻഷൻ വെച്ച സമയത്ത് അത് ഞാൻ പറഞ്ഞു, നമ്മുടെ ഈ പ്രാർത്ഥനകളൊക്കെ വലിയ ദൈവപ്രവൃത്തികൾ കർത്താവ് ചെയ്യും. അതിൽ 3-ാം ദിവസം ഈ മനുഷ്യന് മാനസാന്തരം വന്നു. ആരും പുള്ളിയെ വിളിച്ചില്ല, അയാളുടെ പേര് വിളിച്ചില്ല, അയാളുടെ വിഷയങ്ങൾ വെളിപ്പെടുത്തിയില്ല. ആ 3-ാം ദിവസം അവിടുത്തെ കൺവെൻഷൻ കഴിഞ്ഞപ്പോഴേക്കും ഈ മനുഷ്യൻ മുമ്പിലോട്ട് വന്നിട്ട് എനിക്ക് യേശു മതിയെന്നും എനിക്കിനി ആരും പുള്ളിയോട് പറഞ്ഞില്ല. പുള്ളി മദ്യപാനം നിർത്തി, അയാൾ മാനസാന്തരപ്പെട്ടു. അയാൾ വഴക്കുണ്ടാക്കി പറഞ്ഞു വിട്ട ഭാര്യയുടെ അടുക്ക ചെന്ന് ക്ഷമ പറഞ്ഞ് ഭാര്യനെയും കൊച്ചിനെയും തിരിച്ചു കൊണ്ടുവന്നു. അദ്ദേഹം ജോലിക്ക് പോകാൻ തുടങ്ങി. അപ്പോൾ ഒരു ചോദ്യം, ആ വ്യക്തിക്കകത്ത്, അതായത് മദ്യപിച്ച് ലക്ക് കെട്ട് ആ വഴി കിടന്ന മനുഷ്യൻ, ബോധമില്ലാതെ അതിലെല്ലാം കള്ളു കുടിച്ച് കിടന്ന മനുഷ്യനോട് ആരാണ് ഇത്രയും രീതിയിൽ, അതായത് പലരും ഉപദേശിച്ചിട്ടും ചെറുപ്പക്കാരൻ, എനിക്ക് വന്നൊരു 40 വയസ്സ് താഴെ അയാൾക്ക് പ്രായമുള്ളൂ. അപ്പം ഈ മനുഷ്യനോട് ആരും ഉപദേശിക്കാതെ തന്നെ ഇയാൾക്കൊരു മാറ്റം ഉണ്ടായി. ഇനി ശ്രദ്ധിച്ചോണം, നമ്മുടെ മനസ്സിൽ, നമ്മുടെ ചിന്തകളിൽ വിശ്വാസം പ്രവർത്തിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലെ ചിന്തകളുമായിട്ട് വലിയ ബന്ധമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, കൃപാവരം ഉപയോഗിക്കപ്പെടുമ്പോൾ, നിങ്ങളൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഇനി ഫേസ് ചെയ്യാൻ പോകുന്നൊരു സംഭവം, നിങ്ങൾ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ ഉടനെ സൗഖ്യം നടക്കും. ഇനി ഉടനെ സൗഖ്യം നടന്നില്ല എങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. ഇനി ഈ കാരണം നമുക്ക് വെളിപ്പെടുത്തുന്നത്, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ പാലക്കാട് ഒരു സ്ഥലത്ത് ശുശ്രൂഷിക്കാൻ വേണ്ടി സംഭവം വന്നപ്പോഴേക്കും ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇടയായി തീർന്നു. അപ്പം അത് ഞാൻ വെളിപ്പെടുത്തുന്നില്ല, എന്നാ കാരണം ഞാൻ വെളിപ്പെടുത്തുന്നില്ല, കാരണം വെളിപ്പെടുത്താൻ പറ്റത്തില്ല, വലിയൊരു വിഷയമാണ്. അപ്പം അയാളെ പബ്ലിക്കായിട്ട് മുമ്പോട്ട് വിളിപ്പിച്ചു. അപ്പം വിളിച്ചു കഴിഞ്ഞപ്പോഴാണ് ആ മനുഷ്യൻ എന്ത് ചെയ്തത്, അദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ രോഗത്തെ കാണിച്ചു തന്നിട്ട് പറഞ്ഞു, എനിക്ക് ഇത്രയും വലിയ വിഷയമാണ്, എനിക്ക് പ്രാർത്ഥിക്കണം, എനിക്ക് വല്ലാത്ത ശാരീരിക ബുദ്ധിമുട്ടാണ് കാണിച്ചു. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച സമയത്ത് പരിശുദ്ധ ആത്മാവ് പ്രവചനാത്മാവിൽ ഇദ്ദേഹത്തിൻ്റെ രോഗത്തിന് കാരണമായൊരു വിഷയം വെളിപ്പെടുത്തി. അപ്പം ഞാൻ അദ്ദേഹത്തോട് ഇന്ന ചില കാര്യങ്ങൾ കർത്താവ് എന്നെ കാണിക്കുന്നു, അപ്പോൾ ഇതോട്ട് ബന്ധമുണ്ടോ വെച്ചാൽ പുള്ളി പറഞ്ഞു ഉണ്ട്, കറക്റ്റാണ് ആ കാര്യങ്ങൾ. ഞാനത് എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ഞാനിത് സെപ്പറേറ്റ് ആയിട്ട് പറയുകയാണ്, കൃപാവരങ്ങളുടെ പ്രത്യേകത പറയുകയാണ്. അപ്പോൾ ആ പ്രവചന വരത്തിലൂടെ, യഥാർത്ഥത്തിൽ പ്രവചന വരവല്ല യഥാർത്ഥത്തിലൂടെ വെളിപ്പെട്ടത്, ഞാൻ പറഞ്ഞില്ല, വേർഡ് ഓഫ് വിസ്ഡം, അതായത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച് മറഞ്ഞിരിക്കുന്ന കാര്യത്തെ വേർഡ് ഓഫ് വിസ്ഡം എന്ന 9 കൃപാവരത്തിൽ 1-ാമത്തെ കൃപാവരത്തിലൂടെ ആ വിഷയത്തെ ദൈവം വെളിപ്പെടുത്തി. എന്നിട്ട് എന്ത് ചെയ്തു ചോദിച്ചു കഴിഞ്ഞാൽ, വചനം കൊണ്ട് ആ വിഷയത്തെ വെട്ടിക്കളഞ്ഞു. ശ്രദ്ധിച്ചോണം, വചനം കൊണ്ട് വെളിപ്പെട്ട് മറഞ്ഞിരുന്ന രോഗത്തിന് കാരണമായ വിഷയത്തെ വെട്ടിക്കളഞ്ഞു. അങ്ങനെ വെട്ടിക്കളഞ്ഞതിന് ശേഷം ഞാനൊരു 3 മാസം കഴിഞ്ഞ് വീണ്ടും പാലക്കാട് വന്ന സമയത്ത് പൂർണ്ണ സൗഖ്യമായി. ആ മനുഷ്യന് ഇപ്പോൾ ഒരു കുഴപ്പമില്ല. ആ രോഗം അങ്ങനെ മാറുന്ന ഒരു രോഗമല്ല, ആ ശരീരത്തിൽ ജീവിതകാലം മുഴുവൻ അങ്ങനെ പോകുന്ന രോഗമായിരുന്നു. പക്ഷെ കർത്താവ് ആ മനുഷ്യനോട് കൃപ ചെയ്തു, ദൈവം അത് വെളിപ്പെടുത്തി. ഇനി അപ്പം ഈ കൃപാവരങ്ങളുടെ പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലായാലും ഒരു വ്യക്തിയുടെ, അപ്പം നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും ദൈവത്തെ എന്താണ് എൻ്റെ കാരണം. ഇനി ചോദിച്ചിട്ട് നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല, ദൈവത്തിൽ നിന്നൊരു മറുപടി വന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വേർഡ് ഓഫ് വിസ്ഡം എന്ന, ചിലപ്പോൾ എല്ലാ സമയത്തും ഞാൻ പറഞ്ഞില്ല, കൃപാവരങ്ങൾ ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത് എൻ്റെ ഇഷ്ടമല്ല, ഇത് നിയന്ത്രിക്കുന്ന ആൾ പരിശുദ്ധാത്മാവാണ്. ചിലപ്പോൾ പരിശുദ്ധാത്മാവ് ഒന്നും വെളിപ്പെടുത്തിയില്ല എന്നിരിക്കും, പരിശുദ്ധാത്മാവ് ഒന്നും വെളിപ്പെടുത്തിയില്ല. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, എല്ലാത്തിൻ്റെ ആകത്തുക ഞാൻ പറഞ്ഞു തരാം. ഈ വ്യക്തിക്കകത്ത്, ഞാൻ ഈ വാക്യത്തിലേക്കൊന്ന് വന്നിട്ട് നിങ്ങൾക്കിലേക്ക് ഞാൻ പെട്ടെന്ന് വരാം.
ലൂക്കോസ് ശ്ലീഹായുടെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം പരിചിതമായ വാക്യമാണ്. ഞാനിത് പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ വർഷങ്ങളായിട്ട് ആർക്കെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ പറയുന്നത് വ്യക്തമായിട്ട് കേട്ടോണം. ഈ വചനം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതമാണ്. ഇവിടെ നിങ്ങൾ നോക്കി, ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 6 മുതലുള്ള വാക്യം ഞാൻ വായിക്കുകയാണ്. പാറമേൽ വീണ് വിളച്ചത് നനവില്ല. 8-ാമത്തെ വാക്യമാണ്. 8:8, ലൂക്കോസ് 8:8. മറ്റു ചിലത് നിലത്തു വീണ് മുളച്ചു 100 മേനി ഫലം കൊടുത്തു. ഇത് പറഞ്ഞിട്ട് കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് യേശു പറഞ്ഞു. അപ്പൊ കർത്താവ് ഇവിടെ പറയുകയാണ്, നിലത്ത്, അതായത് നല്ല നിലത്ത് വീണത് 100 മേനി കൊയ്യുവാൻ ഇടയായിത്തീർന്നു. അപ്പൊ അതിന്റെ ആ ഉപമ യേശു പറഞ്ഞിട്ട് അതിന്റെ പൊരുള് യേശു പറയുകയാണ്. അപ്പൊ എന്താണ് ഇതിന്റെ പൊരുള്? നല്ല മണ്ണിൽ വിതയ്ക്കപ്പെട്ട വചനമോ, വചനം കേട്ട് ഗുണമുള്ള നല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഫലം കൊടുക്കുന്നവർ. ഇനി ശ്രദ്ധിച്ചോണം, നമ്മൾ കേൾക്കുന്ന വചനം ചിലപ്പം നമ്മുടെ ജീവിതത്തിൽ എവിടെയേലുമൊക്കെ ഒരു തടസ്സം കിടപ്പുണ്ട്. നമ്മളൊക്കെ അറിയാത്ത രീതിയിൽ എവിടെയേലുമൊക്കെ ഒരു തടസ്സം കിടപ്പുണ്ട്. ഇപ്പം ഞാൻ അവിടെ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ചിന്തകളിൽ നമ്മൾ കേൾക്കുന്ന പല ചിന്തകളും പല കാര്യങ്ങളും നമ്മളെ സ്വാധീനിക്കും, നമ്മുടെ വിശ്വാസത്തെ സ്വാധീനിക്കും. ആമേൻ. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ രോഗത്തിൻ്റെ എല്ലാം പിന്നെ ഒരു കാരണമുണ്ട്. നിങ്ങൾ കർത്താവായ യേശുവിൻ്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കുമെന്ന് പറയുമ്പോൾ തന്നെ ഇത് നിങ്ങളിലേക്ക് വചനം പ്രവേശിക്കും. ഈ വചനത്തിനൊരു പ്രത്യേകതയുണ്ട്. കർത്താവ് പറയുന്ന വാക്ക് കേട്ടോണം, വചനം കയറുന്നത് എൻ്റെ ഹൃദയത്തിലേക്കാണ്. ശ്രദ്ധിച്ചോണം, നിങ്ങൾ ഈ പറഞ്ഞു വിടുന്ന വചനം ചേറി ചെല്ലുന്ന സ്ഥലം നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ്. നിങ്ങൾ കേട്ടോണം, നല്ല വചനമോ വചനം കേട്ട് ഗുണമുള്ള നല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ച്. അപ്പൊ ദൈവത്തിന്റെ വചനം എന്ത് ചെയ്യും? നല്ല വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കും. അതിന്റെ അർത്ഥം ഈ ഹൃദയത്തിലേക്ക് ഈ വചനം സ്റ്റോർ ചെയ്യപ്പെടും. അപ്പൊ ഈ നല്ല ഹൃദയം എന്ന് പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ച് നോക്കി, നല്ല ഹൃദയം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായത് എന്തുവാണ്? ഈ നല്ല ഹൃദയം എന്ന് പറയുന്ന അർത്ഥം എന്തുവാ? നല്ല ഹൃദയം ഓക്കെ. ഇനി ഇപ്പൊ നല്ല ഹൃദയം എന്ന് പറഞ്ഞപ്പോ പല ഉത്തരങ്ങൾ നിങ്ങൾ വന്നു. ഇനി നല്ല നിലവെന്ന് പറഞ്ഞാൽ എന്തുവാ? ഇനി കർത്താവ് ഉദ്ദേശിച്ച വാക്ക് ഇതാണ്, നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ടതോ, നല്ല മണ്ണിലുള്ളതോ, വചനം കേട്ട് ഗുണമുള്ള ഹൃദയം. അപ്പൊ ഇവിടെ നല്ല നിലവെന്നുള്ളതിന്റെ പൊരുള് കർത്താവ് പറയുകയാണ് നല്ല ഹൃദയം. അപ്പൊ ഈ നല്ല മണ്ണെന്ന് പറഞ്ഞാൽ എന്തുവാ? നല്ല മണ്ണ് എന്തുവാ? അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ കൊടുത്തേക്കുന്ന അതിന്റെ ഒരു ഗ്രീക്ക് പദമാണ് കാലോസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പദമാണ് ആ നല്ലത് എന്ന വാക്ക് കൊടുത്തേക്കുന്നത്. അതിനെ കൊടുത്തേക്കുന്ന യഥാർത്ഥ മീനിങ് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രതലം, അതായത് ഗുണമുള്ള. ആ വാക്ക് തന്നെയാണ് കുറച്ചും കൂടെ നന്നായിട്ട് കൊടുത്തേക്കുന്നത്, യൂസ്ഫുൾ ആയിട്ടുള്ള. അതായത് വിത്തിനെ മുളപ്പിക്കുവാൻ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം. അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം? ഈ ഹൃദയത്തിനൊരു പ്രത്യേകതയുണ്ട്. ബൈബിൾ ഒരു വാക്യമുണ്ട്, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. ഹൃദയം കൊണ്ട് വിശ്വസിക്കുക. ഹൃദയം എന്ന് പറഞ്ഞാൽ നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മുടെ ആത്മാവിലേക്കാണ് ഈ വചനം എത്തുന്നതെങ്കിലും ഇത് പ്രവർത്തിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ, അതായത് നമ്മുടെ മനസ്സ് ചിന്തകളിൽ ഈ വചനം എന്ത് ചെയ്യും? പ്രവർത്തിക്കും. അപ്പൊ ഇവിടെ സംഭവിക്കുന്ന വെച്ചാൽ, നിങ്ങളിപ്പോൾ ഒരു രോഗസൗഖ്യത്തെ പറ്റി കേൾക്കുമ്പോൾ ഇവിടെ നിങ്ങൾ ഈ തൊട്ടുമുകളത്തെ കുറച്ച് ഉപമകൾ കർത്താവ് പറയുന്ന സമയത്ത് കുറച്ച് മുള്ളിനടയിൽ വീണ്, നിലത്ത് വീണ്, പാറമേൽ വീണ്, അങ്ങനെ കുറേ ഉപമകൾ കർത്താവ് പറഞ്ഞിട്ട് കർത്താവ് പിന്നീട് താഴേക്ക് വരുമ്പോൾ പറയാണ് നല്ല നിലം. ശ്രദ്ധിച്ചോണം, നല്ല നിലം. അതായത് നമ്മൾ പലപ്പോഴും നമ്മൾ പോലും അറിയാതെ നമ്മുടെ ചിന്തയ്ക്കകത്ത് ഒരു വചനം കേട്ടിട്ട് ആ വചനത്തെ മുളപ്പിക്കാതിരിക്കുവാൻ തക്കവണ്ണം നമ്മൾ പോലും അറിയാത്ത പല ചിന്തകൾ നമ്മുടെ അകത്ത് കിടപ്പുണ്ട്. പല ചിന്തകൾ. അപ്പൊ ഈ പല ചിന്തകൾ, നിങ്ങൾ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് 2 വിശ്വാസം ആക്റ്റീവ് ആകുന്നത്. ഒന്ന്, യേശു പറഞ്ഞതുപോലെ ആ വ്യക്തിയെ ചുമന്നുകൊണ്ട് വരുന്നവന്റെ വിശ്വാസം കണ്ടിട്ട് യേശു അവനെ സൗഖ്യമാക്കി. ഇനി പത്രോസ് ലീഗ, അപ്പോസ്തല പ്രവൃത്തി പൗലോസ് ലീഗ പറഞ്ഞുണ്ട്, സൗഖ്യമാകുവാനുള്ള വിശ്വാസമുണ്ട് എന്ന് കണ്ടിട്ട് അവനോട് എന്ത് ചെയ്തു? കാലൂന്നി എണീക്കാൻ പറഞ്ഞു. അതായത് മുടന്തനായ ഒരു മനുഷ്യനിൽ സൗഖ്യമാകാനുള്ള വിശ്വാസം കണ്ടിട്ട് അവനെ എണീപ്പിച്ചു. മറ്റു സ്ഥലത്ത് യേശു പറയുന്നുണ്ട്, ചുമന്നുകൊണ്ട് വന്ന ആളുടെ വിശ്വാസം, അതായത് രോഗിയുടെ വിശ്വാസമല്ല, പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നവന്റെ വിശ്വാസം കണ്ട് യേശു സൗഖ്യമാക്കി. അപ്പൊ ഈ വിശ്വാസം പ്രവർത്തിക്കുന്നതിൻ്റെ അകത്ത് ഇപ്പൊ നിങ്ങൾക്കൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തി യേശു സൗഖ്യമാക്കുമെന്ന് പറഞ്ഞാലും
ആ വ്യക്തി ചിലപ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയോ? നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന വചനം, പ്രാർത്ഥന ആ വ്യക്തിയിൽ സൗഖ്യം നടക്കാതിരിക്കുവാൻ ചില തടസ്സങ്ങളെ കൊണ്ടുവരും. ശ്രദ്ധിച്ചോണം, അവിടെ പ്രവർത്തിക്കുന്ന ഈ തടസ്സം നടക്കുന്ന സ്ഥലമാണ് ഹൃദയം. നിങ്ങൾക്ക് നല്ലതാണ് ഈ മെസ്സേജ് കേൾക്കുന്നത്. പ്രാർത്ഥിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ശ്രദ്ധിച്ചോണം, നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് നിങ്ങൾക്കൊരു വചനം നിങ്ങൾ കേട്ടാൽ ഈ വചനത്തോട് മല്ല് പിടിക്കുന്ന ചില സംഭവങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവും. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ അനേകർക്ക് നമ്മുടെ സൂമിലേക്ക് കയറാൻ വേണ്ടി പലരെയും കൂട്ടിക്കൊണ്ട് വരുന്നതിൻ്റെ കാര്യം എന്തുവാ? എന്തുകൊണ്ടാണ് കൂട്ടിക്കൊണ്ട് വരുന്നത്? നിങ്ങൾക്ക് എന്തുവാണ് ആളുകളെ ഈ സൂം പ്രയറിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ കാരണം എന്തുവാ? അപ്പൊ പല ഉത്തരങ്ങൾ വന്നു. ചിലർ പറഞ്ഞു സൗഖ്യം കിട്ടാൻ വേണ്ടിയും, പലർക്കും വചനം കേൾക്കാൻ വേണ്ടിയും, അവർ വിടുതൽ കിട്ടാൻ വേണ്ടിയും പല രീതി നിങ്ങൾ. അപ്പൊ അതിന്റെ അർത്ഥം, നിങ്ങൾക്ക് ഒരാളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ചിന്തയുണ്ടായി, ഈ പ്രാർത്ഥനയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഇവിടെ ഒരു പരിഹാരം ഉണ്ടാകുന്നുണ്ട്, അല്ലേ? നിങ്ങൾ എന്തുകൊണ്ടാണ് മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാതെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയൊക്കെയോ മനസ്സിലായി ഇവിടെ വന്നാൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എന്നാന്ന് ചോദിച്ചാൽ, നിങ്ങൾ കേൾക്കുന്ന വചനം നിങ്ങൾക്ക് എവിടെയൊക്കെയോ റിസൾട്ടുകളെ തരുന്നുണ്ട്. ആ കേൾക്കപ്പെടുന്ന വചന വ്യാഖ്യാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയൊക്കെയോ റിസൾട്ട് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അതുവരെ നിങ്ങളുടെ വിഷയത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തെ തടഞ്ഞു വെക്കുന്ന ഒരു കാര്യം, ആ കാര്യത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു? പുറത്ത് തള്ളിക്കളയണം. അതെങ്ങനെ നമുക്ക് മനസ്സിലാകും? എൻ്റെ ഹൃദയത്തിൽ ഈ വചനത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം കിടപ്പുണ്ടെന്ന്. ഇനി ആ വാക്യത്തിലേക്ക് ഞാൻ വരാൻ വേണ്ടി പോവാണ്. വചനം കേട്ട് ഗുണമുള്ള നല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ചു ക്ഷമയോടെ ഫലം കൊടുക്കുന്നവർ. ഒരു വ്യക്തി വചനം കേൾക്കുമ്പോൾ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ആ വചനം വേരിറങ്ങണം. അതായത് ആ കേറുന്ന വചനം ആ വ്യക്തിയെ എന്ത് ചെയ്യണം? അയാളുടെ ശരീരത്തെ, മനസ്സിനെയും ചിന്തകളെ പിടിച്ചടക്കണം. അപ്പോൾ ഇത് പിടിച്ചടക്കണമെങ്കിൽ ഈ കേറുന്ന വചനത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഈ വ്യക്തിയുടെ മനസ്സിലോ ചിന്തയിലോ കിടപ്പുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ സമയത്ത് ആ വ്യക്തി വചനം കേൾക്കുമ്പോഴും ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും നമുക്കൊരു അത്ഭുതം കാണാൻ പറ്റത്തില്ല, ഒരു പ്രവൃത്തി നടക്കുന്നില്ല. രണ്ട് തരം സൗഖ്യം ഞാൻ പറഞ്ഞു. ഒന്ന്, പെട്ടെന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതം ഉണ്ടാകും. രണ്ട്, പയ്യെ സംഭവിക്കും. ഇനി ഞാൻ രണ്ടാമത് ചോദിക്കാൻ വേണ്ടി പോവാണ്. നിങ്ങൾ പെട്ടെന്ന് പ്രാർത്ഥിച്ച് സൗഖ്യം നടന്നുകൊണ്ട് ഇപ്പോൾ ഞാൻ ചോദിക്കുന്നില്ല. രണ്ടാമത് കുറെ കഴിഞ്ഞിട്ട് ബ്രദർ എനിക്ക് അപ്പം സൗഖ്യം കിട്ടിയില്ല, പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് സൗഖ്യം കിട്ടി. അപ്പം നിങ്ങൾ അതുവരെ, ഈ സൗഖ്യം കിട്ടുന്നത് വരെ നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? അതാണ്. അതായത് നിങ്ങൾക്ക് സൗഖ്യം ലഭിച്ചില്ല, ഇൻസ്റ്റന്റ്ലി കിട്ടിയില്ല, പെട്ടെന്ന് സൗഖ്യം നടന്നില്ല, പക്ഷെ നിങ്ങൾ തുടർമാനമായിട്ട് വചനം പറഞ്ഞുകൊണ്ടിരുന്നു. ഇനി ശ്രദ്ധിച്ചോണം, ആ വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാവോ? നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ആ വചനം സംഗ്രഹിച്ചു. എന്താണ് ഈ സംഗ്രഹിക്കുക എന്ന് പറഞ്ഞ മലയാളം വാക്കിന്റെ യഥാർത്ഥ ഒരു ലോക്കൽ മലയാളം പറഞ്ഞു തരാവോ? സംഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ നിക്ഷേപിക്കുക, അല്ലെങ്കിൽ അതിനെ സൂക്ഷിക്കുക എന്നൊരർത്ഥത്തിലേക്ക്. അതായത് നിങ്ങൾ തുടർമാനമായിട്ട് പറഞ്ഞപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഈ വചനം സംഗ്രഹിച്ചു, അതിനെ കീപ്പ് ചെയ്തു, അതിനെ സൂക്ഷിച്ചു, അതിനെ എന്ത് ചെയ്തു? സ്റ്റോർ ചെയ്തു. അപ്പൊ ശ്രദ്ധിച്ചോണം, ഈ വചനം അതുവരെ ആദ്യം പറഞ്ഞപ്പോൾ ഈ വചനം ഒഴുകിപ്പോവായിരുന്നു, വചനം അവിടെ നിൽക്കുന്നില്ല, വചനത്തിന് വേരിറങ്ങാൻ പറ്റത്തില്ല. തൊട്ടുമുള്ളത്തെ വാക്യത്തിൽ ഞങ്ങൾക്ക് അതിലേക്ക് ഞാനൊന്ന് വരാം, അപ്പം കുറച്ചുകൂടെ ഒന്ന് മനസ്സിലാവും. ഇവിടെ നിങ്ങൾ നോക്കിയോണം, പാറമേൽ വീണ വചനമോ, നിങ്ങൾ നോക്കി 13ാമത്തെ വാക്യം കൊണ്ട്, പാറമേൽ വീണ കേൾക്കുന്നവരോ വചനം കേൾക്കുന്നവർക്കെങ്കിലും അവർക്ക് എന്ത് ചെയ്യുന്നില്ല? വേരില്ല. അപ്പൊ വേരിറങ്ങുന്നില്ല. വചനം കേട്ടിട്ട് അങ്ങോട്ട് എന്ത് ചെയ്യുന്നില്ല? വേരിറങ്ങുന്നില്ല. അപ്പൊ വേരിറങ്ങാത്തതിന്റെ കാരണം മറ്റൊന്നുമല്ല, ആ മണ്ണ് ഭയങ്കര ടൈറ്റായിരുന്നു. ഇപ്പൊ നിങ്ങൾക്കറിയാം, തരിശു ഭൂമി, നല്ല തരിശായിട്ട് കിടക്കുന്ന ഒരു ഭൂമിയിലേക്ക് നമ്മൾ കിളയ്ക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്, അല്ലേ? കിളയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ കഷ്ടപ്പെട്ട് കിളച്ച് അത് മണ്ണ് ഇളക്കണം. അപ്പൊ അവിടെ കൊണ്ടുവന്ന് വിത്തിട്ടാലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ, ആ വിത്ത് എന്ത് ചെയ്യത്തില്ല? അത് പാറമേൽ വീഴുന്നത് പോലെ പാറയിലോട്ട് വേരിങ്ങനെ ഇറങ്ങാൻ നോക്കിയാൽ നടക്കത്തില്ല. പാറ ഭയങ്കര സ്ട്രോങ്ങാ, ഇതിലേക്ക് വേരിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ പാറയുള്ള സ്ഥലം ഇടിച്ചു പൊളിച്ചിട്ട് ആ മണ്ണ് ഇളക്കും, അവിടെയുള്ള മണ്ണ് ഇളക്കി മാറ്റിയിട്ട് വിത്തിടും. അപ്പൊ എന്താ അവിടെ സംഭവിച്ചത്? നിങ്ങൾ തുടർമാനമായിട്ട് വചനം പറഞ്ഞുകൊണ്ട്, ഇവിടെ വിഷയം അവിടെ തന്നെ നിൽക്കുവാണ്,
വിഷയത്തിന് വലിയൊരു കാരണമുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ടാണ് ഈ വിഷയം മാറാത്തത്. എന്തുകൊണ്ടാണ് ദൈവപ്രവൃത്തി നടക്കാത്തത്? നിങ്ങൾ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും പലയിടങ്ങളിൽ പോയിട്ടും നിങ്ങളുടെ വിഷയം മാറാത്തതിൻ്റെ കാരണം നിങ്ങളുടെ വിഷയത്തിൻ്റെ പിന്നിൽ വലിയൊരു കാരണമുണ്ട്. ആ വിഷയം മാറാൻ നിൽക്കുന്നതിന് വലിയൊരു തടസ്സമുണ്ട്. ആ തടസ്സം എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. പക്ഷെ നിങ്ങൾക്ക് ആകെ അറിയാവുന്നത് യേശു ഈ വിഷയത്തിൻ്റെ മേൽ അത്ഭുതം ചെയ്യുമെന്നുള്ളൊരു വചനം കയ്യിലിരിപ്പുണ്ട്. നിങ്ങൾ ഒരു തവണ വചനം പറഞ്ഞിട്ട് എന്ത് സംഭവിക്കുന്നത്? വ്യത്യാസം കാണുന്നില്ല. അതിൻ്റെ അർത്ഥം മനസ്സിലായിക്കണം, വേരിറങ്ങുന്നില്ല. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, വേര് ഇറങ്ങുന്നില്ലെന്ന് പറ. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം പിന്നെയും ചോദിച്ചു, നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞപ്പം നിങ്ങൾക്ക് ആ സൗഖ്യത്തിലേക്ക് വരാൻ പറ്റി. അപ്പൊ എന്തുകൊണ്ട് ആദ്യം ആ സൗഖ്യം നടന്നില്ല? എന്തുകൊണ്ടാണ് ആദ്യം ആ സൗഖ്യം നടക്കാഞ്ഞത്? കണ്ടോ, ഇപ്പൊ മനസ്സിലായി, വേരിറങ്ങുന്നില്ല. അപ്പോൾ ചോദ്യം, ബ്രദറെ, പാറ മനസ്സിലായി, വേര് മനസ്സിലായി, വിത്ത് മനസ്സിലായി, ഞങ്ങളുമായിട്ട് എങ്ങനെയാ ഇതിന് ബന്ധം? ഇനി ഞാൻ പെട്ടെന്ന് പറയാം. വചനം കേട്ടിട്ട് ആ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ വേരിറങ്ങാത്തതിൻ്റെ കാരണം ഹൃദയത്തിൽ പാറ പോലെ പല കാര്യങ്ങൾ കിടപ്പുണ്ട്. ശ്രദ്ധിച്ചോണം. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, യേശുക്രിസ്തു ഒരു സ്ഥലത്ത് വന്നപ്പോഴേക്കും പറയുന്നുണ്ട്, അവിടെ അവിശ്വാസം നിമിത്തം യേശു അവിടെ വലിയ അത്ഭുതങ്ങൾ ചെയ്തില്ല, കർത്താവ് അവിടം വിട്ട് പോയെന്നാണ് പറഞ്ഞത്. എന്നിട്ട് അവിടെ പറയുന്നുണ്ട്, എന്താണ് അവർ പറഞ്ഞ അവിശ്വാസം? യേശു പറയുകയാണ്, ഇവിടെ അത്ഭുതം നടക്കാൻ പോകുമെന്ന് പറഞ്ഞപ്പോൾ അവർ ആമേൻ പറയാത്തതല്ല കാരണം, അത്ഭുതത്തെ ഞങ്ങൾ സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞതല്ല കാരണം, യേശു അത്ഭുതം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ യേശു അത്ഭുതത്തെപ്പറ്റി പറയുന്ന സമയത്ത് അവിടെ അവർ പറഞ്ഞൊരു വാക്കുണ്ട്, ഇത് നമ്മുടെ യോസേഫിൻ്റെയും മറിയയുടെയും യാക്കോബിൻ്റെയും യോഹന്നാൻ്റെയും ഒക്കെ സഹോദരനായ യേശുവല്ലേ എന്നൊരു വാക്ക് അവർ ഉപയോഗിച്ചു. അപ്പൊ കർത്താവ് പറയുന്നുണ്ട്, അവരുടെ അവിശ്വാസം നിമിത്തം. അപ്പൊ എന്താ അവിടെ അവിശ്വാസം എന്ന് പറഞ്ഞാൽ, യേശു പറഞ്ഞതിന് ആമേൻ പറയാത്തതല്ല അത്ഭുതം, അത്ഭുതം നടക്കുമെന്ന് പറയുന്നതിന്റെ വിപരീതം പറഞ്ഞതല്ല അത്ഭുതം. യേശുവിനെ അവരെന്ത് ചെയ്തു? അംഗീകരിച്ചില്ല. ഇനി ശ്രദ്ധിച്ചോണം, നമ്മൾ പോലും അറിയാതെ ദൈവപ്രവൃത്തി നടക്കും എന്ന് പറയുമ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ദൈവവചനത്തിന് വിരോധമായിട്ട് എന്തെങ്കിലും കിടപ്പുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നറിയാവോ? വിശ്വാസത്തിന് പകരം അത് അവിശ്വാസമായി നമ്മളിലേക്ക് കയറും. ഇനി ഞാനത് കണ്ടിന്യൂസ് ആയിട്ട് പറയുമ്പോഴുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞിട്ട് പറയാം. ഞാനൊരു വാക്ക് വേഗത്തിൽ എടുക്കാൻ വേണ്ടി പോവാണ്. 2 കൊരിന്ത്യ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 4 മുതലുള്ള വാക്ക് ഞാൻ വായിക്കണം. 2 കൊരിന്ത്യർ 10-4 മുതൽ, ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡികങ്ങളല്ല, കോട്ടകളെ ഇടിക്കുവാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവൻ, അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചകളെയും ഇടിച്ചു കളഞ്ഞു. ശ്രദ്ധിച്ചോണം, ഈ വാക്ക് മറക്കല്ല്. ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ വിചാരത്തെയും ഞങ്ങൾ ഇടിച്ചു കളഞ്ഞു, ഏത് വിചാരത്തെയും ക്രിസ്തുവിൻ്റെ അനുസരണത്തിനായി പിടിച്ചടക്കി. അതായത് ആദ്യം സൗഖ്യം നടന്നില്ല, ആദ്യം പ്രാർത്ഥിച്ചിട്ട് അത്ഭുതം നടന്നില്ല, രണ്ടാമത് പ്രാർത്ഥിച്ചിട്ട് അത്ഭുതം നടന്നില്ല, മൂന്നാമത് നടന്നില്ല, പിന്നെ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? പ്രാർത്ഥിക്കുന്നു, വചനം പറയുന്നു, യേശുവിൻ്റെ തിരുമുറിവിനാൽ സൗഖ്യം നടക്കുന്നു, യേശുവിൻ്റെ തിരുമുറിവിനാൽ സൗഖ്യം നടക്കുന്നു. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോഴേക്ക് എന്ത് സംഭവിച്ചു? സൗഖ്യം നടന്നു. അപ്പോൾ നിങ്ങൾ പറഞ്ഞു, ബ്രദറെ, കഴിഞ്ഞ ദിവസത്തിൽ ഞാൻ വചനം പറഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതം നടന്നു, ഞാൻ വിട്ടുകൊടുത്തില്ല, ഞാൻ ആ വചനം പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് അന്ന് അത്ഭുതം നടന്നില്ല, പിന്നെ ഞാൻ വലിയൊരു അത്ഭുതം കൊണ്ടു. അവിടെ എന്താ സംഭവിച്ചെന്നറിയാവോ? നിങ്ങൾ വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വേരിറങ്ങാൻ കഴിയാതെ വണ്ണം വചനത്തിന് തടസ്സമായി നിന്ന പാറ പോലത്തെ ചില വിഷയമുണ്ട്. വിരോധമായി പൊങ്ങുന്ന, വചനത്തിന് വിരോധമായി പൊങ്ങുന്ന ചിന്തകൾ, വചനത്തിന് വിരോധമായി പൊങ്ങുന്ന ചിന്തകൾ, ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന ഉയർച്ചകൾ, ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന ഉയർച്ചകൾ. അതായത് നമ്മൾ പോലും അറിയാതെ നമ്മുടെ മാനുഷിക ബുദ്ധിയിൽ ചില കാര്യങ്ങൾ കിടപ്പുണ്ട്. ഞാൻ അതുകൊണ്ടാണ് അങ്ങോട്ട് എപ്പോഴും പറഞ്ഞത്, നിങ്ങൾക്ക് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുവാൻ ഒരു ടെൻഡൻസി, ഞാൻ ചോദിച്ചോട്ടെ, നമ്മുടെ ഈ കൂട്ടായ്മയിൽ വന്നതിന് ശേഷം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരു ടെൻഡൻസി നിങ്ങളിൽ ഉണ്ടായെന്ന് പറഞ്ഞ സാക്ഷ്യം ഞാൻ കേട്ടു. അപ്പം ഞാൻ ഈ നമ്മുടെ കൂട്ടായ്മ എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിക്കരുത്. ആ ഒരു വചനത്തിൻ്റെ ആ ഒരു കണക്ഷനിലേക്ക് വരാൻ വേണ്ടിയാണ്. കാരണം നിങ്ങളുടെ അകത്തൊരു പ്രോത്സാഹനം ഉണ്ടായി, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ദൈവം പ്രവർത്തിക്കുമെന്നും വചനം പറഞ്ഞ് നിങ്ങൾക്കൊരു പ്രോത്സാഹനം തന്നു. അപ്പം ഇത് തുടർച്ചയായിട്ട് കേട്ടപ്പം നിങ്ങളുടെ അകത്തേക്ക് ഒരു ചിന്ത വന്നു, എൻ്റെ പ്രാർത്ഥനയിലും ദൈവം പ്രവർത്തിക്കും. അപ്പം ഈ ചിന്ത
ഇവിടെ വന്നതിന് ശേഷം ഉണ്ടായ ആരെങ്കിലും ഉണ്ടോ? അതോ നേരത്തെ ഉള്ളവർ പറയണ്ട, ഇവിടെ വന്നതിന് ശേഷം ഉണ്ടായ തീർച്ചയായിട്ടും ഒരു ആത്മവിശ്വാസമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാകാനുള്ള കാരണം ഞാൻ ചുമ്മാ പറഞ്ഞുകൊണ്ടിരുന്നല്ല, നിങ്ങളോട് നടക്കുന്നല്ല, വചനത്തെ ബലം നൽകി. ഈ വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങളെ എൻകറേജ് ചെയ്യിപ്പിച്ചു. അങ്ങനെ തുടർമാനമായിട്ട് കേട്ടപ്പം നിങ്ങൾ തന്നെ കൈവച്ച് പ്രാർത്ഥിച്ചു. മറ്റുള്ളവർ സൗഖ്യമാകാൻ തുടങ്ങി, അവരുടെ പ്രവചിക്കുവാൻ തുടങ്ങി, അവരുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി ഉണ്ടാകുവാൻ തുടങ്ങി. എന്താ അവിടെ സംഭവിച്ചെന്നറിയാം? അതുവരെ നിങ്ങളുടെ മനസ്സിലൊരു ചിന്തയുണ്ടായിരുന്നു. എന്തായിരിക്കും ആ ചിന്ത? ഒന്ന് പറഞ്ഞ്. ഇതിനു മുമ്പ് നിങ്ങൾ കൈവച്ച് പ്രാർത്ഥിക്കാത്തതും അതിന് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയാത്തതുമായിട്ടൊരു ചിന്ത എന്തായിരുന്നു? ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ച അത് കണ്ടോ? അപ്പൊ ഇതാണ് പൊങ്ങി വന്നേക്കുന്ന ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് പൊങ്ങി വന്നിരിക്കുന്ന കോട്ടകൾ. ഇപ്പൊ മനസ്സിലായോ? അപ്പൊ ഇവിടെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ഞാൻ നിങ്ങളോട് പറഞ്ഞു, സൗകര്യം അങ്ങനെയല്ല. വചനത്തിൽ പറയുന്നു, യേശു പറയുന്നു, മർക്കോസിൽ പറയുന്നു, 16:14 പറയുന്നു, നിങ്ങൾ രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യം വരും. അപ്പൊ നിങ്ങളുടെ മനസ്സ് പറഞ്ഞു, ഞാനൊന്നും കൈവച്ചാൽ സൗഖ്യം വരത്തില്ല, വലിയ വലിയ അഭിഷേകമുള്ളവർ കൈവച്ചാലേ സൗഖ്യം വരത്തുള്ളൂ, നിയോഗമുള്ളവർ കൈവച്ചാലേ അത്ഭുതം നടക്കത്തുള്ളൂ. ഇങ്ങനെ കുറെ ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങിക്കടന്ന പാറകൾ കിടപ്പുണ്ടായിരുന്നു. ആ പാറ കിടന്നപ്പോൾ എന്ത് സംഭവിച്ചു? നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ വചനം കേൾക്കാഞ്ഞിട്ടല്ല, വചനം അറിയാഞ്ഞിട്ടല്ല, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ കാണാപ്പാടമൊക്കെ അറിയാം. പക്ഷെ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ വേരിറങ്ങിയിട്ടില്ല. ഇഷ്ടംപോലെ വചനം കിടപ്പുണ്ട് ഹൃദയത്തിൽ, പക്ഷെ ഒന്നിനും വേരില്ല. എല്ലാം എന്ത് ചെയ്യുവാണ്? നമുക്കറിയാം, നമ്മൾ ഈ നെല്ലൊക്കെ പണ്ട് വെല്ലുമിച്ചുമാരൊക്കെ പാറ ഉള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ കാണാൻ പറ്റും. ഞങ്ങളുടെ അടുത്തൊരു സ്ഥലമുണ്ടായിരുന്നു, അവിടെ ഇങ്ങനെ വലിയ കൊണ്ടുവന്ന് തഴപ്പാ കൊണ്ടുവന്നിട്ട് അതിലോട്ട് ചാക്ക് കണക്കിന് അരി ഉണക്കാൻ കൊണ്ടിടും. അവിടെ ഇനി എത്ര വർഷം കടന്നാലും ആ നെല്ല് എന്ത് ചെയ്യത്തില്ല? മുളയ്ക്കത്തില്ല. ആ പാറയിൽ നിന്ന് എന്ത് ചെയ്യത്തില്ല? എത്ര വെയില് കണ്ടാലും എത്ര മഴ വന്നാലും ആ വേര് അവിടെ, ആ വിത്ത് അവിടെ തന്നെ കിടക്കും, ഒരു കുഴപ്പമില്ല. പക്ഷെ അതേ സ്ഥാനത്ത് അതേ വിത്ത് കൊണ്ടുവന്ന് ആ പായ ഒന്നെടുത്ത് മാറ്റിയിട്ട് അടുത്തുള്ള ഏതെങ്കിലും ഒരു വയലിലോ കണ്ടത്തിലോ കൊണ്ട് ചുമ്മാ ഒന്ന് ഉണക്കാനിട്ട് നോക്കി, പിന്നെ വന്ന് നോക്കുന്ന സമയത്ത് എന്ത് പറയും? പയ്യെ പയ്യെ മുള പൊട്ടി താഴേക്ക് വേരിറങ്ങും. എന്താ കാരണം? അപ്പോൾ ഒരു ചോദ്യം, ഞങ്ങളുടെ വീടിന്റെ മുമ്പിലെ പാറ സ്ഥലത്ത് കൊണ്ടിട്ട് ഒരു കുഴപ്പമില്ല, എന്നാൽ ഒന്നാം തരം ഉണങ്ങി കിട്ടി. പക്ഷെ ആ കണ്ടത്തിൽ കൊണ്ടിട്ടപ്പോൾ എന്ത് സംഭവിച്ചു? അത് വേരിറങ്ങിയതേ തളത്ത് നിൽക്കുന്നു. പാറ സ്ഥലത്തിട്ടപ്പോഴേക്കും കോഴി കൊത്തിക്കൊണ്ട് പോയി. കണ്ടത്തിലിട്ടപ്പോൾ എന്ത് സംഭവിച്ചു? അത് വേരിറങ്ങി മുളച്ചു വന്നു. എന്താ വ്യത്യാസം? അതിന് മുളയ്ക്കുവാൻ കഴിയുന്ന രീതിയിൽ വേരിറങ്ങുന്ന ഒരു പ്രതലം അവിടെ ഉണ്ടായി വന്നു. വചനം കേൾക്കുമ്പോൾ ആ വചനത്തിന് വേരിറങ്ങാൻ കഴിയാത്തൊരു പ്രതലം നിങ്ങളുടെ ഉള്ളിൽ കിടപ്പുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുമെന്നറിയാവോ? നിങ്ങൾ വചനം കേൾക്കുമ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി നടക്കത്തില്ല. അപ്പൊ അതിനെ നിങ്ങൾ എന്ത് ചെയ്യണം? അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, എന്തുകൊണ്ടാണ് ഇവിടെ പ്രാർത്ഥനയ്ക്ക്? അപ്പം ഇവിടെ എന്ന് പറയുമ്പം അഹങ്കാരമാണെന്നൊന്നും നിങ്ങൾ ചിലർ പറയും, ബ്രദർ ഇവിടെ എന്തോ വലിയ ഉണ്ടോ? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഇവിടെ ഒരു പ്രോത്സാഹനം ലഭിച്ചു, വചനത്തിലൂടെ ബേസ് കിട്ടി. അപ്പൊ ഇന്നലകളിൽ നിങ്ങൾ കേട്ട ആളുകൾ നിങ്ങൾ എന്ത് ചെയ്തോണ്ടിരിക്കുക? അവിടെ നിന്ന് കുറ്റമല്ല നമ്മൾ പറഞ്ഞത്, അവരാരെയും കുറ്റപ്പെടുത്തുമല്ല. നമ്മൾ കിട്ടുന്ന അറിവുകളാണ് നമ്മളെ സ്വാധീനിക്കുന്നത്. അവിടെ പറഞ്ഞ് നിയോഗമില്ലാതെ കൈവച്ചാൽ രോഗം സൗഖ്യമാകത്തില്ല, അഭിഷേകമുള്ള അല്ലെങ്കിൽ അതേപോലെ ഉള്ളവർ കൈവച്ചാലേ രോഗം ഇങ്ങനെയുള്ള പാറകൾ, ദൈവത്തിന്റെ പരിജ്ഞാന വിരോധമായുള്ള പാറകൾ പൊങ്ങി വരുന്നതെല്ലാം എന്ത് ചെയ്യുക? കിടക്കുക. പക്ഷെ നിങ്ങൾ വചനം കേട്ടു. എങ്ങനെയാ വചനം കേട്ടത്? ഇല്ല, മർക്കോസിൽ പറയുന്നുണ്ടല്ലോ, യേശുവിനെ കർത്താവായി സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തി രോഗിയുടെ മേൽ കൈവച്ചാൽ സൗഖ്യം വരുമെന്ന്. അങ്ങനെ നിങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾ ആ കോട്ടകളെ ഇടിച്ചു കളഞ്ഞു, ആ പാറയെ ഇടിച്ചു കളഞ്ഞു. അപ്പോഴെന്ത് സംഭവിച്ചെന്നറിയാവോ? അതുവരെ തടസ്സമായി നിന്നിരുന്ന അത്ഭുതം പുറന്നു വന്നു. കാരണം എന്തായിരുന്നു? വേരിറങ്ങി. ഹല്ലേലൂയ. വേരിറങ്ങി. ഇനി ഞാൻ ചോദിച്ചോട്ടെ, ഈ ഒരു തിരിച്ചറിവിൽ പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ ഏതെങ്കിലും അത്ഭുതം കണ്ടവരുണ്ടോ? ഉണ്ട്. ആമേൻ. അപ്പൊ എന്താ അവിടെ സംഭവിച്ചത്? നിങ്ങൾ കോട്ടകളെ ഇടിച്ചവരായി തീർന്നു. നിങ്ങൾ പാറകളെ ഇടിച്ചു പൊളിച്ചവരായി മാറി. ശ്രദ്ധിച്ചോണം, ഇതേപോലെ പല പാറകൾ നമ്മുടെ മനസ്സിലുണ്ട്, പല ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ട്. ഇതെല്ലാം ഇടിച്ചു കളയണം. അപ്പൊ അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? അതിനാണ് ഞാൻ പറഞ്ഞത്. നേരെ നമുക്ക് ലൂക്കോസിലേക്ക് വരാം. ഞാൻ തിരിച്ചിങ്ങോട്ട് വരുവേ.
ലൂക്കോസിലോട്ട് വരുന്ന സമയത്ത് ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയെങ്കിലും അവരിൽ വേരിൽ, ഇത് മറന്നു പോകരുത്, 15-ാമത്തെ വാക്യം നോക്കി, ഇനി നല്ല മണ്ണിൽ വിതയ്ക്കപ്പെട്ടതോ, ഇനി ഗുണമുള്ള നല്ല ഹൃദയം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായ ഗുണമുള്ള ഹൃദയം. ഗുണമുള്ള ഹൃദയം എന്ന് പറഞ്ഞാൽ വേരിറങ്ങാൻ കഴിയുന്ന ഹൃദയം. അതായത് ദൈവവചനത്തെ മുളപ്പിക്കാൻ വിരോധമായുള്ള ഏതെങ്കിലും കൺസെപ്റ്റുകളോ ടീച്ചിങ്ങുകളോ അറിവുകളോ നിങ്ങളുടെ ഹൃദയത്തിൽ കിടപ്പുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അത് ഗുണമുള്ള, ഞാൻ അതിന്റെ ഗ്രീക്ക് വേർഡ് കൊണ്ട് കലോസ് എന്ന വാക്കിന്റെ അർത്ഥം യൂസ്ഫുൾ ആയിട്ടുള്ള, സൂട്ടബിൾ ആയിട്ടുള്ള സ്ഥലമെന്ന് കൊടുത്തേക്കുന്നത്. സൂട്ടബിൾ ആയിട്ടുള്ള. ഇപ്പൊ നിങ്ങൾക്ക് സൂട്ടബിൾ അല്ല. ഇപ്പൊ പാറമ്മലിട്ട വചനം കൊണ്ട് നിങ്ങൾ ഇപ്പൊ പാറയെ കൊണ്ടുവന്ന് നല്ല ഒന്നാന്തരം ഗോതമ്പോ നെല്ലോ ഇട്ടിട്ട് എല്ലാ ദിവസവും കൊണ്ടുവന്ന് വെള്ളം ഒഴിച്ചാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? ആ വിത്തിന് എന്ത് സംഭവിക്കും? പറ. കൃഷിക്കാരൊക്കെ ആരൊക്കെ ഉണ്ട്, അത് എന്ത് സംഭവിക്കും? അത് ചീഞ്ഞു പോകും. അതിന് വേര് മുളയ്ക്കത്തില്ല. അപ്പൊ നിങ്ങൾ പറയും, ബ്രദറെ 2 ബക്കറ്റ് വെള്ളം ഞാൻ ഡെയിലി കൊണ്ടുവന്ന പാറ സ്ഥലത്ത് കൊണ്ട് ആ നെല്ലെ മൊത്തം ഒഴിച്ച് ബ്രദറെ, ഒരു തരി ഒരു അംശം പോലും അത് ചലിക്കുന്നില്ല ബ്രദറെ. കണ്ടോ? വചനം കുറേ കേട്ട് ബ്രദറെ, ഞാൻ എവിടെയെല്ലാം പ്രാർത്ഥനയ്ക്ക് പോയെന്നറിയോ, എത്ര ദൈവദാസന്മാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചെന്നറിയോ, എത്ര ദൈവദാസന്മാർ എൻ്റെ വീട്ടിൽ വന്നെന്നറിയോ, എത്ര പേർക്ക് ഞാൻ സ്വോത്രകാഴ്ച കൊടുന്നറിയാവോ, പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഒരു വിടുതലും കാണാൻ കഴിയുന്നില്ല. നിങ്ങളുടെ കുറ്റമല്ല, അവരുടെ കുറ്റമല്ല, ആരുടെയും കുറ്റമല്ല. നമ്മുടെ ഹൃദയത്തിൽ പാറകൾ വലിയ തഴമ്പിച്ച് കിടപ്പുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ കോട്ട പോലെ ഇങ്ങനെ കിടക്കുക. ഇതാ കുഴപ്പം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു പറഞ്ഞ ഗുണമുള്ള ഹൃദയം. അപ്പൊ ഗുണമുള്ള ഹൃദയം എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഓടിപ്പോരുന്നുണ്ട്, ഓ ഞാനൊക്കെ എന്നാ ഹൃദയമുള്ള ആളാ, ഓ നമ്മളൊന്നും വലിയ വിശുദ്ധന്മാരൊന്നും അല്ല, നമ്മളൊന്നും നല്ലവർ. ഇത് നമ്മൾ നേരെ അങ്ങോട്ട്, ഞാൻ പലരും പറഞ്ഞ വാക്ക് ഞാൻ കേട്ടായിരുന്നു, നല്ല വിശുദ്ധിയുള്ള ഹൃദയം, നല്ല നീതിമാന്റെ ഹൃദയം, ഇതിലൊക്കെ നമ്മൾ അങ്ങ് പോവുക. അല്ല, ഗുണമുള്ള ഹൃദയം എന്ന് പറഞ്ഞാൽ വേരിറങ്ങാൻ പറ്റുന്ന ഹൃദയം എന്നുള്ളൂ. യേശു പറഞ്ഞു വന്ന ഉപമ എന്തുവാ? വിത്തിന്റെ ഉപമയാണ് അവിടെ പറയുന്നത്. നല്ല നിലത്തെ പറ്റി യേശു പറയുന്നത്. ഞാനത് പറഞ്ഞല്ലോ. അപ്പോൾ ഒരു ചോദ്യം, അങ്ങനെയാണെങ്കിൽ മദ്യപിച്ച് ബോധം കെട്ടുകളന്ന ഭാര്യയെ അടിച്ചോടിച്ച് ഉണ്ടായിരുന്ന ഓട്ടോറിക്ഷ മുഴുവൻ കടക്കാരെടുത്തുകൊണ്ട് പോയി ഷാപ്പിലും ബാറിലും കടന്ന മനുഷ്യൻ 3 ദിവസത്തെ കൺവെൻഷൻ കഴിഞ്ഞപ്പോഴേക്കും 3-ാം ദിവസം മാനസാന്തരപ്പെട്ട് യേശുവിനെ കർത്താവും സ്വീകരിച്ചു, മദ്യപാനം നിർത്തി, സിഗരറ്റ് വലിയും നിർത്തി, നേരെ പണിക്ക് പോകാൻ തുടങ്ങി, തല്ലി ഓടിച്ച ഭാര്യയ്ക്ക് മാപ്പ് പറഞ്ഞ് കൊച്ചിനെയും കൊണ്ടുവന്ന് തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കി. ഞാൻ ചോദിച്ചോട്ടെ, ഈ വ്യക്തിയുടെ ഹൃദയം എങ്ങനെയാണ് നല്ല ഹൃദയമായത്? അപ്പൊ നല്ല ചോദ്യമല്ലേ? അപ്പൊ ചോദ്യം, ബ്രദറെ, അങ്ങനെയെങ്കിൽ ഈ വ്യക്തി എങ്ങനെയാണ് നല്ല ഹൃദയമായത്? ഇനി ഞാൻ പറഞ്ഞു തരാം. ആ വ്യക്തിയുടെ പ്രത്യേകത ഞാൻ പറഞ്ഞു തരാം. ഇതിപ്പോൾ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടില്ലേ, എൻ്റെ ബ്രദറെ, വർഷങ്ങളായിട്ട് വചനം കേൾക്കുന്ന എനിക്കൊരു വിടുതൽ ഉണ്ടായിട്ടില്ല, പക്ഷേ ഇന്നലെ വന്ന ആളുകൾ പെട്ടെന്ന് ദൈവപ്രവൃത്തി നടക്കുന്നു. എന്തായിരിക്കും കാരണമെന്നറിയാമോ? ഇനി ഞാൻ പറഞ്ഞു തരാം. ഈ പാപി പെട്ടെന്ന് മാനസാന്തരപ്പെടും. പാപികൾ യേശുവിൻ്റെ അടുക്കിലേക്ക് ഓടി വന്നു. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്, യേശു ചുങ്കക്കാരുടെ കൂടെയും പാപികളുടെ കൂടെയും തിന്നു കുടിച്ച് നടക്കുന്നു എന്ന് യേശുവിനെ പറ്റി പരാതി പറയുന്നുണ്ട്. അതിന് ചുങ്കക്കാരുടെ കൂടെയും പാപികളുടെ കൂടെ യേശു നടക്കുക. അവരാണ് യേശുവിനെ വിട്ടേച്ച് പോകുന്നില്ല. ജോലിക്ക് പോലും പോകാതെ ചുങ്കക്കാരനായ മത്തായി യേശുവിന്റെ പുറകെയാ. ഇത് പറയുന്ന ആരാന്നറിയാവോ? തഴക്കവും പഴക്കവും ചെന്ന ചെറുപ്പം മുതലേ ബൈബിൾ മൊത്തം കാണാപ്പാഠം പഠിക്കുന്ന പരീശന്മാരും ശാസ്ത്രിമാരും പണ്ഡിതന്മാരും പറയുകയാണ്, യേശു ക്രിസ്തു പാപികളുടെ കൂടെ തിന്നു കുടിച്ച് നടക്കുന്നു. പക്ഷെ അവർ കാണാത്തൊരു കാര്യമുണ്ട്, യേശുവിൻ്റെ കൂടെ പാപികൾ തിന്നു കുടിച്ച് നടക്കുമ്പോൾ അവൻ്റെ പാപ സ്വഭാവത്തിൽ നിന്നും അവൻ്റെ പാപ ജീവിതത്തിൽ നിന്നും അവന് മാനസാന്തരപ്പെട്ടത് അവർ കാണുന്നില്ല. അപ്പൊ എന്തുകൊണ്ടാണ് അവന് പെട്ടെന്ന് ദൈവപ്രവൃത്തി കാണാൻ കഴിയുന്നത്? അതിൻ്റെ കാരണം എന്നാണെന്നറിയാവോ? അവൻ്റെ ഹൃദയത്തിനൊരു പ്രത്യേകതയുണ്ട്. അവൻ്റെ ഹൃദയം തകർന്ന ഹൃദയമാണ്. അവന് സ്വന്തമായിട്ട് അവന് മനസ്സിലായി, എൻ്റെ കർത്താവായ യേശുവേ, ഞാൻ പാപിയാണെന്നും പാപിയായി എനിക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ കൃപയിലല്ലാതെ നിലനിൽക്കുവാൻ കഴിയത്തില്ലെന്നൊരു ബോധം അവനിൽ ഉണ്ടായതുകൊണ്ട് അവൻ വേഗത്തിൽ രക്ഷപ്പെടും. അതുകൊണ്ടാണ് തകർന്നിരിക്കുന്ന മനുഷ്യന്മാർ പെട്ടെന്ന് രക്ഷിക്കപ്പെടുകയും യേശുവിലേക്ക് വരാൻ കാരണം മനസ്സിലായിട്ടുണ്ടോ? പെട്ടെന്ന് തകർന്നിരിക്കുന്നവർ രക്ഷയിലേക്ക് വരും. ഞാൻ പല രോഗസൗഖ്യങ്ങൾ പഠിക്കുന്ന സമയത്ത് കണ്ടിട്ടുണ്ട്. തകർന്ന് തരിപ്പടമായിട്ട് കരഞ്ഞുകൊണ്ട്, ബ്രദറെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് വെച്ചാൽ നാളെ മുതൽ കരണമെന്നല്ല ഞാൻ പറഞ്ഞേക്കുന്നത്, അവരുടെ മനസ്സ് തകർന്നിരിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ പെട്ടെന്ന് സൗഖ്യം നടക്കും. നമ്മൾ കൈ അടുത്തൂടെ പോലും പോകണ്ട, വേഗത്തിൽ അവർ സൗഖ്യമായി ചാടി എണീറ്റ് വരും. പക്ഷെ ചിലർ എന്ത് ചെയ്യത്തില്ല, സൗഖ്യം നടക്കത്തില്ല. അതിൻ്റെ പിന്നിലെ കാരണം വേരിറങ്ങുന്നില്ല. വചനത്തിന് വിരോധമായുള്ള കൺസെപ്റ്റുകൾ അവരുടെ ഉള്ളിൽ കിടപ്പുണ്ട്.
അവർക്ക് ഇപ്പോഴത് വിടാൻ കഴിയത്തില്ല, അവരുടെ ഉള്ളിൽ അത് വേരിറങ്ങിക്കിടക്കുവാണ്. അതിനൊന്നാമത്താണ് ഞാൻ ചോദിച്ചത്, നിങ്ങൾ കേട്ട കേൾവികൾ നിങ്ങൾക്ക് തടസ്സം ഉണ്ടാക്കും. ദൈവപ്രവൃത്തിക്ക് തടസ്സം ഉണ്ടാകുന്ന മെയിൻ കാരണം നമ്മുടെ ഹൃദയമാണ്. നമ്മുടെ ഹൃദയത്തിലാണ് ഇത് മൊത്തം കിടക്കുന്നത്. ഞാൻ വേഗത്തിൽ മറ്റൊരു സ്ഥലത്തേക്ക് ഇനി എങ്ങനെയാണ് നിങ്ങൾ ഈ വചനം പറയുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ സദൃശവാക്യങ്ങൾ 20-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യങ്ങൾ നോക്കിയാൽ മതി. 27, മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദീപം, അത് ഉദരത്തിന്റെ അറകളെയൊക്കെയും ശോധന ചെയ്യുന്നു എന്നൊരു വാക്ക് കണ്ടോ? ഉദരത്തിന്റെ അറകളെയൊക്കെയും ശോധന ചെയ്യുന്ന ദൈവത്തിന്റെ വചനം. അപ്പൊ ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകത, ഉദരത്തിന്റെ അറകളെയൊക്കെയും അത് ശോധന ചെയ്യും. ഇവിടെ ഒരു വാക്യം എടുത്തേക്കുന്നത് ദ സെർച്ചിങ് ഓൾ ദ ഇന്നർ ഡെപ്ത് ഓഫ് ഹിസ് ഹാർട്ട്. അതായത് നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തുള്ള എല്ലാ ആഴങ്ങളിലേക്കും നമ്മുടെ ആത്മാവ് സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഇവിടെ ഉദരം എന്ന് കൊടുത്തേക്കുന്നത് ശ്രദ്ധിച്ച് നോക്കിയേ. ഉദരം എന്ന് പറഞ്ഞാൽ എന്തുവാ? വയറെന്നർത്ഥം. ഉദരത്തിന്റെ വേനൊക്കെ പറയത്തില്ലേ? പക്ഷെ അതിന്റെ ഒറിജിനൽ കൊടുത്തേക്കുന്ന വാക്ക് ഇതാണ്, സെർച്ചിങ് ഓൾ ദ ഇന്നർ ഡെപ്ത് ഓഫ് ഹിസ് ഹാർട്ട്. ദൈവത്തിന്റെ ആത്മാവ് അല്ലെങ്കിൽ മനുഷ്യന്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലും. ശ്രദ്ധിച്ചോണം, നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ കിടക്കുന്നതിനെ തടസ്സങ്ങളെ പൊട്ടിച്ചു മാറ്റുവാൻ നിങ്ങളുടെ ആത്മാവിന് ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ പറ്റും. പക്ഷെ ആഴങ്ങളിൽ പോയിട്ട് എന്താ കാരണമെന്ന് കണ്ടുപിടിക്കാനേ പറ്റത്തുള്ളൂ, ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അവിടെ ചലിപ്പിക്കുവാൻ കഴിയുന്ന ഒരാളുണ്ട്. ഞാനത് പറഞ്ഞു തരാം. എന്താണ് ഈ വചനമൊക്കെ പറയുമ്പോഴുണ്ടാകുന്ന വ്യത്യാസങ്ങൾ? വേഗത്തിൽ തന്നെ എബ്രായർക്ക് എഴുതിയ ലേഖനം നമുക്കൊന്ന് എടുക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം, ബൈബിളൊക്കെ ഒന്ന് എടുത്തു വെച്ചോണേ. എബ്രായർ ലേഖനത്തിന്റെ 4-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം നിങ്ങൾ കേട്ടോണം. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിലേക്ക് വേഗത്തിൽ ഓടി വന്ന് തടസ്സമൊക്കെ നമ്മളിന്ന് മാറ്റാൻ വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോണം. വലിയ ദൈവപ്രവൃത്തി നിങ്ങളുടെ ശരീരത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നോക്കി, ദൈവത്തിന്റെ വചനം ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയുള്ളതും അത് പ്രാണനെയും ആത്മാവിനെയും സദ്ദിമജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതാകുന്നു. നോക്കിക്കേ, ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തിലെ ചിന്തകളെ, ഭാവങ്ങളെ വിവേചിക്കും. ശ്രദ്ധിച്ചോണം, ആ വാക്ക് നോക്കിയാണ്, നമ്മുടെ ചിന്തകളെ അത് വിവേചിക്കുവാൻ ഇടയായിത്തീരും. നിങ്ങൾ കേൾക്കുന്ന വചനം നിങ്ങളുടെ ഹൃദയത്തിൽ, നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാവോ? നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വചനം നിങ്ങളുടെ ഉള്ളറയിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് ആ വേര് മുളയ്ക്കാൻ തടസ്സമായിരിക്കുന്ന ആ വിഷയത്തിലേക്ക് ആഴത്തിൽ വേറിറങ്ങും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു തവണ പ്രാർത്ഥിച്ചിട്ട് അത്ഭുതം നടക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഉള്ളിൽ പാറകൾ ഇരിപ്പുണ്ട്. ബ്രദറെ, എൻ്റെ ഉള്ളിൽ ഒരു പാറയും ഇല്ല ബ്രദറെ, എൻ്റെ ഉള്ളിൽ ശുദ്ധമായ ഹൃദയം. ഞാൻ വീണ്ടും പറയുന്നു, സൗഖ്യമോ ദൈവപ്രവൃത്തിയോ നിങ്ങളുടെ അവകാശമാണ്. അതിന് തടസ്സങ്ങളുണ്ടെങ്കിൽ ആ വചനത്തിൻ്റെ വേര് നിങ്ങൾ ഇറക്കണം. അതെൻ്റെ ചുമതലയാണ്. വചനത്തിന്റെ വേരിറക്കുക എന്നുള്ളത് എൻ്റെ ചുമതലയാണ്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ആത്മാവ് എന്നെ സഹായിക്കും. അതായത് എൻ്റെ ഈ അകത്ത മനുഷ്യന്റെ പ്രത്യേകത നിങ്ങൾ നോക്കിയേ, മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദീപമാണ്, അത് ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോകും. ഇനി ഒരു വ്യക്തി എബ്രായ ലേഖനം പറഞ്ഞു, വചനം കേൾക്കുമ്പോൾ എൻ്റെ ആത്മാവ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ വചനത്തെ നേരെ എൻ്റെ ഹൃദയത്തിലെ ആഴങ്ങളിൽ കൊണ്ടുപോയിട്ട് എൻ്റെ ചിന്തകളെയും എൻ്റെ ഭാവങ്ങളെയും അത് വിവേചിക്കും. തൊട്ടുമുള്ളൊരു വാക്യമുണ്ട്, ദൈവത്തിന്റെ വചനം വാളാണ്, ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്. അതായത് ഒരു വലിയ പാറ ഇരിക്കുകയാണ്, ആ പാറമേൽ നിങ്ങൾ അരിയോ ഗോതമ്പോ കൊണ്ടുവന്ന് വിത്ത് എറിഞ്ഞിരിക്കുകയാണ്, നെല്ല് കൊണ്ട് വെറിഞ്ഞേക്കുവാണ്. പക്ഷെ അവിടെ വെള്ളം ഒഴിച്ചിട്ട് ഇത് മുളച്ചു വരുന്നില്ല, കുറേ പ്രാർത്ഥിച്ചിട്ടും അങ്ങോട്ട് മുളയ്ക്കുന്നില്ല, ഒരു രക്ഷയില്ല, മുളച്ചു വരുന്നേയില്ല. പക്ഷെ ദൈവത്തിന്റെ വചനം നേരെ നിങ്ങളുടെ ആത്മാവ് പറഞ്ഞു കൊടുക്കും, ദേ ഇവിടെ ഇങ്ങോട്ട് പോകാം, നമുക്ക് നേരെ ഹൃദയത്തിൽ ചെല്ലുമ്പോൾ ദേ കിടക്കുന്നു, ഞാൻ പ്രാർത്ഥിച്ചാലൊന്നും അത്ഭുതം നടക്കത്തില്ല, പിശാച് എന്നെ ബന്ധിച്ചിട്ടിരിക്കുന്നു, ആ സഹോദരൻ പറഞ്ഞല്ലോ അവിടെ ഒന്നും ഒരു പ്രവൃത്തി നടക്കാൻ പോകുന്നില്ല, കൂടോത്രമാണ്, ആഭിചാരമാണ്, അതാണ് ഇതാണ്, അങ്ങനെ കുറെ കൺസെപ്റ്റുകൾ പാറ പോലെ കിടക്കുക. പക്ഷെ വചനം കേൾക്കുന്നുണ്ട്, രാവിലെ മുതൽ 24 hours വചനം കേൾക്കുന്നുണ്ടെങ്കിലും വേരിറങ്ങുന്നില്ല. അപ്പൊ എന്ത് ചെയ്യുന്നറിയാവോ, നിങ്ങളുടെ ആത്മാവ് എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, കേൾക്കുന്ന വചനം നിങ്ങൾ തുടർമാനമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവ് നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളറയിൽ ചെന്നിട്ട് കാണിച്ചു കൊടുക്കും, ദേ വചനത്തോട്, വചനമേ ദേ ഇതാണ് കാരണം. കാര്യം നമ്മുടെ ആത്മാവ് എന്ത് ചെയ്യും, നമ്മുടെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെല്ലും, എന്നിട്ട് പറഞ്ഞു കൊടുക്കും ഇതാ കാരണം. വചനം അങ്ങോട്ട് ചെന്നിട്ട്
ഇരുവായ്ത്തലയുള്ള മൂർച്ചയുള്ള വാളായ വചനം ആ പാറയെ വെട്ടാൻ തുടങ്ങും. അപ്പൊ ഒരു ദിവസം പറഞ്ഞപ്പോൾ ഒറ്റ വെട്ടുകൊണ്ട്, രണ്ടാം ദിവസം പറഞ്ഞപ്പോൾ അടുത്ത വെട്ടുകൊണ്ട്, മൂന്നാം ദിവസം പറഞ്ഞപ്പോഴേക്കും പിന്നെയും വെട്ടി, നാലാം ദിവസം പറഞ്ഞപ്പോഴേക്കും പിന്നെയും വെട്ടി, അഞ്ചാം ദിവസം ആ പാറ പിളർന്നു. അപ്പൊ പാറയുടെ അടിയിലുള്ള മണ്ണിലേക്ക് വിത്ത് ഒഴുകി ചെന്നു. ആ സമയത്ത് എന്ത് ചെയ്യുമെന്നറിയാവോ? ആ വിത്ത് നല്ല നിലത്തിലേക്ക് വേരിറങ്ങാൻ തുടങ്ങി. ഇതാണ് നടക്കുന്ന പ്രോസസ്സ്. ഒരു വ്യക്തി വചനം കേൾക്കുമ്പോൾ നടക്കുന്ന പ്രോസസ്സാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ അവിടെ എന്ത് ചെയ്യണം? നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം, സ്റ്റോർ ചെയ്യിപ്പിക്കണം. ഹല്ലേലൂയ. അപ്പൊ വചനം അതിന്റെ പ്രവൃത്തി ചെയ്യും. വചനം ചെയ്യണമെങ്കിൽ ഒരു കാര്യം മനസ്സിലായി. എന്തുകൊണ്ടാണ് പ്രാർത്ഥിച്ചിട്ടും പല വിഷയം, ചിലർ പറയും എൻ്റെ ബ്രദറെ ലോകത്തിൽ ഇപ്പോൾ ഉപയോഗിക്കപ്പെടുന്ന, ഞാനൊരു വീട്ടിൽ ചെന്നപ്പോഴേക്കും അവിടെ ഒരു ദൈവദാസൻ ഒരു ലിസ്റ്റ് അങ്ങ് എടുത്തു. എൻ്റെ ദൈവം, ഞാൻ ഞെട്ടിപ്പോയി. എനിക്ക് തോന്നുന്നു അവിടെ ചെന്നതിൽ ഏറ്റവും കുറഞ്ഞ പ്രാർത്ഥിക്കുന്ന ബ്രദർ ഞാനാ. കേരളത്തിന്റെ പുറത്തും പലയിടങ്ങളിലും ഉപയോഗിക്കപ്പെടുന്ന ശക്തന്മാരായ പല ദൈവദാസന്മാരും വന്ന് പ്രാർത്ഥിച്ച വീടാണത്. അപ്പം ഞാൻ അവിടെ ചെന്നപ്പോഴേക്കും ഏറ്റവും ചെറിയ ആൾ ഞാനാ. ഞാൻ അവിടുത്തെ കർത്താവ് എന്തിനെന്നെ ഇവിടെ കൊണ്ടുവന്നത്? പക്ഷെ ഞാൻ അവിടെ ഒരു വാക്ക് പറഞ്ഞു, തുറമാനമായിട്ട് കർത്താവിൻ്റെ വചനത്തെ നിങ്ങൾ ശ്രദ്ധിച്ച് ആ വചനത്തെ നിങ്ങൾ ഏറ്റുപറഞ്ഞ് മുന്നോട്ട് പോയാൽ അത്ഭുതം. വേറെ ആരും വന്നിട്ട് എല്ലാവരും പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. ഞാൻ അവരുടെ കുറ്റമല്ല പറഞ്ഞത്. കാര്യം അവരുടെ ചിന്തയിൽ ആ ബ്രദർ വന്ന് പ്രാർത്ഥിക്കണം. പക്ഷെ ഇപ്പോഴും പാറ കിടക്കുക. പാറ പൊട്ടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പാറ പൊട്ടിക്കണമെങ്കിൽ ഞാൻ ആ വാക്യം എടുക്കാൻ മറന്നു. യഹോവയുടെ വചനം തീ പോലെയും പാറയെ ഉടയ്ക്കുന്ന ചുറ്റിക പോലെ എന്നൊരു വാക്യമുണ്ട്. ആ വാക്യം പെട്ടെന്ന് എനിക്കൊന്ന് സദൃശവാക്യത്തിൽ എനിക്ക് തോന്നുന്നത്, ഞാനത് എടുത്തില്ല റെഫറൻസിനായിട്ട്. ആ വാക്യം പെട്ടെന്ന് അറിയാവുന്നവരൊന്ന് എടുത്തിട്ട്, യഹോവയുടെ വചനം തീ പോലെയും, പെട്ടെന്ന് സെർച്ച് ചെയ്ത യഹോവയുടെ വചനം തീ പോലെയും പാറയെ ഉടയ്ക്കുന്ന ചുറ്റിക പോലെയാണ്. ഇരമ്യാവ് 23:29 ഒന്ന് പെട്ടെന്ന് എടുക്കുക. ഇരമ്യാവ് 23:29 ഞാൻ ആ വാക്യം കേൾക്കാം. അതിപ്പോൾ കറക്റ്റ് ആ ഒരു വാക്കായിട്ട് കറക്റ്റ് ചേർന്നു. 23:29 ഇരമ്യാവ് 23-ാം അധ്യായത്തിൻ്റെ 23:29. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ആ വാക്യത്തിലേക്ക് ദൈവത്തിന്റെ വചനം തീ പോലെയും പാറയെ ഉടയ്ക്കുന്ന ചുറ്റിക പോലെ. നോക്കിയേ, പാറയെ ഉടയ്ക്കുന്ന ചുറ്റിക പോലെ അല്ലയോ എന്ന് യഹോവയുടെ അരുളിപ്പാട്. നിങ്ങൾ ഇനി ശ്രദ്ധിച്ചു നോക്കി. യഹോവയുടെ വചനം തീ പോലെയും പാറ ഉടയ്ക്കുന്ന ചുറ്റിക പോലെ. അപ്പൊ എവിടെയാ പാറ? ഇനി നമുക്ക് നേരെ ലൂക്കോസിലോട്ട് വരാം. യേശു പറഞ്ഞ വാക്ക് നോക്കിയേ, തൊട്ടുമുള്ളത്തെ വാക്യം നോക്കിയേ. നല്ല മണ്ണിൽ വിളയ്ക്കപ്പെട്ടതോ, ഓക്കെ, തൊട്ടുമുള്ളത്തെ വാക്യം നോക്കി. വചനം സന്തോഷത്തോടെ നിങ്ങൾ മുകളിലേക്ക് മള്ള ആകാശത്തിലെ പറകുഴി ചവിട്ടി എടുക്കുന്നതും പാറമേൽ വീണ വിത്ത് നമ്മൾ നോക്കി. അപ്പോൾ ഉപമയെ പറഞ്ഞ് വിതയ്ക്കുന്ന ചിലത് വഴികരിയിൽ വീണു, പറവജാതി വന്നതിന് ഇണവില്ല, മുള്ളു നിലച്ചു, 100 മേനി കൊടുത്തു. ഓക്കെ, ഇനി 6-ാമത്തെ വാക്യം, മറ്റു ചിലത് പാറമേൽ വീണു. ശ്രദ്ധിച്ച്, മറ്റു ചിലത് പാറമേൽ വീണു. അപ്പൊ ഇവിടെ യേശു പറയുന്ന സമയത്ത് ശിഷ്യന്മാർ ചിന്തിച്ചാലെന്നറിയോ, ആരെങ്കിലും കൊണ്ട് പാറമേൽ വിത്തിടുവോ? അതുകൊണ്ട് അവർ ചോദിച്ച, കർത്താവ് ഞങ്ങൾക്ക് ഇത് മനസ്സിലായില്ല, എന്ത് ഉപമയാ? ഞങ്ങളുടെ നാട്ടിലും കൃഷിക്കാരുണ്ട്, ഞങ്ങൾ ആരും എന്ത് ചെയ്യത്തില്ല, പാറയെ കൊണ്ട് വിത്തിടത്തില്ല, വഴി കൊണ്ട് വിത്തിടത്തില്ല. ഇവിടെ യേശു പറഞ്ഞത് വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികിൽ വീണു. അതാരാ മൈൻഡ് ചെയ്യുന്നത്? ചിലത് പാറമേൽ വീണ്, ആരാ മൈൻഡ് ചെയ്യുന്നത്? ശിഷ്യന്മാർ ചോദിച്ചാൽ ഞങ്ങൾക്കത് മനസ്സിലാകരുത്, ഞങ്ങളൊന്നും എന്ത് ചെയ്യത്തില്ല, അത് നോക്കാറ് പോലുമില്ല. പിന്നെ എന്തിനാണ് ഈ ഉപമ പറഞ്ഞത്? ഉപമ പറഞ്ഞതിന്റെ കാരണം നമ്മുടെ അർത്ഥം യേശു അതിന്റെ പൊരുൾ പറയുകയാണ്. നമ്മുടെ ഹൃദയത്തിൽ ഇതേപോലെ പാറകൾ വന്ന് കിടപ്പുണ്ട്. കർത്താവിന്റെ നമ്മുടെ ആത്മാവിന് ഇത് കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ പറയില്ല, സദൃശവാക്യത്തിൽ ഇപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് യഹോവയുടെ ദീപമാണ്. അത് നമ്മുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് ചെന്ന് എത്തും. പക്ഷേ ആത്മാവിനൊന്നും ചെയ്യാൻ പറ്റും. ആത്മാവിന് വല്ലതും ചെയ്യണമെങ്കിൽ നിങ്ങൾ വചനം കൊടുക്കണം. ആത്മാവിന്റെ കയ്യിൽ വചനം കൊടുത്താൽ ആത്മാവ് ആ വചനം എന്ന ചുറ്റിയ കൊണ്ട് നിങ്ങളുടെ ഉള്ളളകളെ ഇടിച്ച് തവിട് പൊടിയാക്കി മാറ്റും. ഹല്ലേലൂയ. ഇനി നിങ്ങൾ നേരെ ഇരമ്യാവിലെ 23-ന്റെ ആ വാക്യം നോക്കി. യഹോവയുടെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക. അപ്പൊ എന്തുണ്ട് നമ്മുടെ അകത്ത്? പാറയുണ്ടെന്ന് തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം എന്നാ ബ്രദറെ? അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഓട്ടം നിർത്തണം. പലരുടെയും കുഴപ്പം അതാ. ഞാൻ ഒരിക്കലും തെറ്റല്ല, ഒരു ദേവദാസന്മാരെ ഒരു ബ്രദറിനെ ഞാൻ കുറ്റം പറയുമല്ല. നിങ്ങൾ പാറ തകർക്കാതെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല.
ഇനി ഈ പാറയെ നമുക്ക് വെളിപ്പെടുത്താം. അപ്പൊ ചില സ്ഥലങ്ങളിൽ ചില സമയത്ത് ഞാൻ പറഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ തുടക്കത്തിലൊരു പറഞ്ഞത് 9 കൃപാവരങ്ങൾ ഈ പാറ എന്നാന്നുള്ളത് വെളിപ്പെടുത്തും. ഇനി വെളിപ്പെടുത്തി ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞത്, ഇപ്പൊ ആ മനുഷ്യന് രോഗസൗഖ്യത്തിന് തടസ്സമായിരുന്നതിനെ ദൈവാത്മാവ് എന്ത് ചെയ്തു? അതിന്റെ കാരണം അത് വെളിപ്പെടുത്തി ആ രോഗത്തെ എന്ത് ചെയ്തു? കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി ഞാൻ പണ്ട് പറഞ്ഞൊരു സാക്ഷ്യമാണ്, അറിയാൻ വീണ്ടും പറയണം. പാലക്കാട് തന്നെ വെച്ച് നടന്നതാണ്. ഒരു സൗകര്യം പറഞ്ഞത് വെരിക്കോസ് വൈൻ്റെ ബുദ്ധിമുട്ട്. ഞാൻ പലവട്ടം ഈ സാക്ഷ്യം പറയുമ്പോൾ റിപ്പീറ്റ് ചെയ്യും. ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഈ ഒരു വചനത്തിന് ബന്ധപ്പെട്ടുകൊണ്ട് അതിന് പറഞ്ഞത്. ഞാൻ ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ച സമയത്ത് ആ സഹോദരി പറഞ്ഞു, ബ്രദറെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ അമ്മയ്ക്കും വല്യമ്മച്ചിക്കും എൻ്റെ എല്ലാവർക്കും ഈ വെരിക്കോസ് വൈൻ്റെ ബുദ്ധിമുട്ടുണ്ടാണ്, അതിപ്പോൾ എനിക്കും വന്നു. അപ്പൊ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, സഹോദരി, യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച ആളാണ് നിങ്ങളെങ്കിൽ വല്യമ്മച്ചിയുടെയും അമ്മച്ചിയുടെയും പാരമ്പര്യ രോഗം ചുമക്കണം. അമ്മച്ചിക്ക് രോഗം ക്യാൻസർ ആയിരുന്നു, എനിക്കും വരുമെന്ന് പേടിച്ചിരിക്കേണ്ട കാര്യവും. നിങ്ങൾ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയാണ്. നിങ്ങളുടെ അപ്പൻ സ്വർഗത്തിലെ ദൈവമാണ്. യേശു നിങ്ങളുടെ അകത്ത് വസിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ് നിങ്ങളുടെ ശരീരം. ക്രിസ്തുവിലുള്ളവൻ പുതിയ സൃഷ്ടിയാണ്. പഴയത് കഴിഞ്ഞു പോയി, ഇതാ ഞാൻ പുതുതായി തീർന്നിരിക്കുന്നു. കേട്ടോ, വീണ്ടും ജനിച്ച് രക്ഷിക്കപ്പെട്ട വ്യക്തി ഇനി പഴയ പാരമ്പര്യം തപ്പി പോകരുത്. അതുകൊണ്ടാണ് രക്ഷിക്കപ്പെടണമെന്നും സ്നാന ശുശ്രൂഷയിലൂടെ നിങ്ങൾ യേശുവിലേക്ക് വരണം എന്നൊക്കെ പറയുന്നതിന്റെ കാരണം മനസ്സിലായോ? ഈ ബോധം അകത്ത് കയറണം. ഞാൻ പറഞ്ഞ സഹോദരി ഇപ്പൊ ആരാന്നറിയോ? സഹോദരി പഴയ അമ്മച്ചിയുടെയും ആന്റിയുടെയും സഹോദരിമാരുടെയും പാരമ്പര്യം ചുമക്കുന്ന ആളല്ല. ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ആളാണ്. ഞാൻ ആ വചനം പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇനി പറയണം, യേശുവിന്റെ തിരുമുറിവിനാൽ ഒരു പാരമ്പര്യ രോഗത്തിനും എന്നെ തടയാൻ കഴിയത്തില്ല. ഞാൻ അത്ഭുതം കാര്യം ഇൻസ്റ്റന്റ്ലി ആ വെരിക്കോസ് വൈൻ്റെ ബുദ്ധിമുട്ട് സൗഖ്യമായി. ആമേൻ. ആ വേദന ആ സഹോദര ശരീരത്തിൽ നിന്ന് വിട്ടു മാറാൻ ഇടയായി തീർന്നു. അപ്പൊ എന്തായാലും സംഭവം, ഇത്രയും നാളും സഹോദരി വചനം കേൾക്കുന്നുണ്ട്. ആ സഭയിലെ ആക്റ്റീവ് മെമ്പറായിരുന്നു. അവരാണ് ഇവിടുത്തെ ഏറ്റവും മുൻപന്തി നിന്ന ആൾക്കാർ. പക്ഷെ നടക്കുന്നില്ല അത്ഭുതം. അതിന്റെ കാരണം അവരുടെ കുറ്റമല്ലോ. ഞാൻ ആരുടെയും കുറ്റം പറയില്ല. നമ്മുടെ ഉള്ളിൽ പാറകൾ കിടപ്പുണ്ട്. ഈ പാറ ഇടിച്ചു കളയണമെങ്കിൽ നിങ്ങൾ വചനം എന്ന ചുറ്റിക ആത്മാവിന് കൊടുക്കണം. ഞാൻ പറഞ്ഞോട്ടെ, ചുറ്റികയ്ക്ക് തന്നെ എന്ത് ചെയ്യാൻ കഴിയത്തില്ല, വെട്ടാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് സദൃശവാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, യഹോവയുടെ ആത്മാവ് മനുഷ്യന്റെ ദീപമാണ്, അത് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളറകളിലേക്ക് എന്ത് ചെയ്യും? ചെല്ലും. ഈ പുള്ളിക്ക് അവിടെ ചെല്ലാനേ പറ്റത്തുള്ളൂ. ഞാനിപ്പോൾ ചെന്നു, ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ പാറ സ്ഥലത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരെ കണ്ടാൽ മതി. അവർ രാവിലെ പണിക്ക് പോകുമ്പം അവരുടെ കയ്യിൽ ചോറും പൊതിയും കാണും. പിന്നെ എന്നാ കാണും? അവരുടെ കയ്യിൽ എന്നാ കാണും? പാറമട ജോലി എന്ന് പറയല് ചുറ്റികയായിട്ടാ പോണത്. അപ്പൊ ചുറ്റികയായിട്ട് അവർ ചെന്നിട്ട് എന്ത് ചെയ്യും? ഒറ്റയടിക്കത് പൊട്ടത്തില്ല. അവരങ്ങനെ അടിച്ച് ചുറ്റിക ഉപയോഗിച്ച് അതിനെ തല്ലി പൊട്ടിച്ച് എടുക്കും. നിങ്ങളുടെ ആത്മാവിന് ശക്തിയുണ്ട്. പക്ഷെ ആത്മാവിന് വചനം ചെല്ലുമ്പോഴാണ് വചനം എന്ന വാളും വചനം എന്ന ചുറ്റികയും എടുത്ത് അതിനെ വെട്ടണം. അതുകൊണ്ടാണ് ആദ്യം പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതം നടന്നില്ല. പിന്നീട് നടക്കുന്നതിന്റെ കാരണം നിങ്ങൾ തുടർമാനമായിട്ട് ആ വചനം പറയണം. വാഗുണ്ട് വചനം പറയുമ്പോൾ തിരിച്ചറിയണം എന്താ അവിടെ നടക്കുന്നറിയാം. അടി കൊണ്ടോണ്ടിരിക്കുക. ബ്രദറെ, വചനം പറയുമ്പോൾ ബ്രദറെ എനിക്കറിയത്തില്ല ബ്രദറെ, പിന്നെയും വേദന കൂടാ ബ്രദറെ. അതിന്റെ കാര്യം എന്നറിയാവോ? നല്ല അടി കൊടുത്തോണ്ടിരിക്കുക അകത്തോട്ട്. നല്ല അടി കിട്ടുക ബ്രദറെ. വചനം പറയുമ്പോൾ പിന്നെയും ബ്രദറെ എന്തൊക്കെയോ ബുദ്ധിമുട്ടാ ബ്രദറെ. നല്ല അടി നടന്നുകൊണ്ടിരിക്കുക അകത്ത്. പിന്നെയും പറയണം. ചിലരെന്തെന്നറിയാവോ? അവിടെ കൊണ്ട് പണി നിർത്തും. നമ്മുടെ ആത്മാവ് അവിടെ റെസ്റ്റ് ചെയ്യും. വചനം ഹൃദയത്തിൽ ചുമ്മാ കിടക്കും. നല്ല വചനം കിടന്ന് ഉറങ്ങുക. പിന്നെ എവിടെയെങ്കിലുമൊക്കെ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ ഏതെങ്കിലും ബ്രദർ പറയും വചനം പറ. ഉടനെ അടുത്ത ദിവസം വചനം പറഞ്ഞു. 2 ദിവസം വചനം പറയും, പാറക്കെട്ട് അടി കൊടുക്കും. 3-ാം ദിവസം ഭയങ്കര പ്രശ്നം. ബ്രദറെ എനിക്കറിയത്തില്ല ബ്രദറെ, വചനം പറയാൻ തുടങ്ങിയപ്പോൾ മുതൽ ഭയങ്കര പ്രശ്നങ്ങളാ. അപ്പൊ എന്താ വഴി? വചനം പറയാതിരിക്കാം. വചനം പറയാതിരുന്നപ്പോൾ എന്നാ പറ്റി? ഒരു കുഴപ്പമില്ല ബ്രദറെ, ഒരു മാറ്റവും ഇല്ല, ഒരു കുഴപ്പവും ഇല്ല. ഇങ്ങനെ അങ്ങ് ശാന്തമായിട്ട് പോയി. അതിൻ്റെ അർത്ഥം പാറ അവിടെ തന്നെ കിടക്കുകയാണ്. വചനമകത്തുണ്ട്. ആ വചനമൊക്കെ കാണാപ്പാടമാണ്. ഒരു പ്രയോജനമില്ല. ഞാൻ ശ്രദ്ധിച്ചോണ്ട് നിങ്ങളെ കുറ്റപ്പെടുത്തുമല്ല കേട്ടോ. ഞാനൊരു തമാശ രീതിയിൽ പറഞ്ഞപ്പോൾ മനസ്സിലാവാൻ വേണ്ടിയാണ്. ഈ ദിവസങ്ങളിൽ വിട്ടുകൊടുക്കരുത്. അത്ഭുതം, ദൈവപ്രവൃത്തി നിങ്ങളുടെ അവകാശമാണ്. മറന്നു പോകരുത്. നിങ്ങളുടെ അവകാശമാണ്. ഇതൊക്കെയും ദൈവപ്രവൃത്തികളൊക്കെയും നിങ്ങളുടെ അവകാശമാണ്. ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ രോഗത്തിന് തടസ്സമായി നിൽക്കുന്ന പാറയുണ്ട്. അപ്പൊ നിങ്ങൾ പറയാം, ഇപ്പൊ മറ്റൊരു ഞാൻ ചോദ്യം ചോദിച്ച് കണ്ട് അവസാനിപ്പിക്കാൻ വേണ്ടിയാ. അപ്പൊ ബ്രദറെ, നമ്മളൊരു തളർന്നു കിടക്കുന്ന വ്യക്തിക്ക് വേണ്ടി, കോമാ സ്റ്റേജ് കിടക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി. ഇനി ഒരു കുഞ്ഞു കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇത് രണ്ടും ഒരേ മനസ്സുള്ള ആൾക്കാരെ. ഇപ്പൊ കോമാ സ്റ്റേജിൽ നിൽക്കുന്ന വ്യക്തിയോട് ചോറുണ്ടോ എന്ന് ചോദിച്ചാൽ മിണ്ടത്തില്ല.
എന്നെ കൊണ്ട് വിശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഡ് ബോഡിക്ക് സമമാണ്, ഒന്നും മിണ്ടത്തില്ല, ചലിക്കത്തില്ല. നമ്മൾ ഇന്നാളൊരു സാക്ഷ്യം കേട്ടായിരുന്നു. ഒരു സഹോദരി തൻ്റെ മകൻ വെന്റിലേറ്ററിൽ കോമ സ്റ്റേജിൽ നിന്ന് കിടക്കുമായിരുന്നു. പക്ഷേ ആ സഹോദരി കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കർത്താവ് അത്ഭുതം ചെയ്തു. ആ കോമ സ്റ്റേജിൽ നിന്ന് മകൻ എന്ത് ചെയ്തു? കോമ സ്റ്റേജിൽ നിന്ന് കോമയിലേക്ക് പോയതാണ്. അവൻ വെന്റിലേറ്ററിൽ നിന്ന് അവർ പുറത്തിറക്കി. അത്ഭുതം, അവനെ ഡിസ്ചാർജ് ചെയ്യാനൊക്കെ ഇടയിൽ നമ്മൾ സാക്ഷ്യം കേട്ടാൽ റൂമിലോട്ടൊക്കെ മാറ്റി. എത്ര പേര് ആ സാക്ഷ്യം കേട്ടായിരുന്നു? അത് ഞാൻ മാത്രമേ ഓർക്കുന്നുള്ളൂ. കേട്ടിരുന്നു. കേട്ടായിരുന്നു. അപ്പൊ ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ട് കോമ സ്റ്റേജ് അതായത് ദൈവപ്രവൃത്തി നമുക്ക് ചെയ്യുമെന്ന് അറിയെങ്കിലും അത് കേട്ടിട്ടുള്ളൂ ആദ്യമായിട്ട്. കോമ സ്റ്റേജിൽ നിന്ന് ഒരു വ്യക്തി വെന്റിലേറ്ററിൽ നിന്നൊക്കെ യേശുവിലേക്ക് വന്നത് ഞാൻ ആദ്യമായിട്ട് സാക്ഷ്യം കേട്ടു. വലിയ സന്തോഷമായിരുന്നു. ആമേൻ. അപ്പോൾ 2 ചോദ്യമാണ്. ഒന്ന്, ബ്രദറെ, ഒരു കോമ സ്റ്റേജ് കിടക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു, ഒരു ചലനവും ഉണ്ടാകുന്നില്ല. ഒരു കൊച്ചിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു, ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചോട്ടെ, അവരുടെ ഉള്ളിൽ പാറ ഉണ്ടെന്നിരിക്കട്ടെ, പക്ഷെ അവർക്കത് അറിയത്തില്ലല്ലോ ബ്രദറെ. ഇപ്പം ഞങ്ങൾ പറഞ്ഞല്ലോ ബ്രദറെ, ഞങ്ങൾക്കത് അറിയത്തില്ലായിരുന്നു, ഞങ്ങളോട് കൈവെക്കരുതെന്ന് പറഞ്ഞു, ഞങ്ങളോട് പ്രാർത്ഥിക്കരുന്നു, അതുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കായിരുന്നു. അപ്പം ഞങ്ങളുടെ അകത്ത് പാറയുണ്ട്. അതായത് കൊരിന്ത്യയിലത്തെ പൗലോസിലേക്ക് പറഞ്ഞു, ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങി വരുന്ന ഏത് വിചാരത്തെയും ക്രിസ്തുവിന്റെ അനുസരിച്ച് പിടിച്ചടക്കി. അപ്പം ഞങ്ങളുള്ളിൽ ആ വിചാരം ഉണ്ടായിരുന്നല്ലോ, പക്ഷെ അവർക്കിപ്പോൾ അത് ചിന്തിക്കാനുള്ള ശേഷി, അതായത് അവരുടെ മൈൻഡ്, അവരുടെ ഹൃദയം വർക്ക് ചെയ്യുന്നില്ല. അവർ പ്രതികരിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് പ്രതികരണമില്ല. അപ്പോൾ നിങ്ങൾ ഓർത്തോണം, അവർക്കത് പ്രതികരിക്കാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ അകത്ത് അത് ഇല്ലെന്നല്ല, അവരുടെ അകത്ത് വേറൊരു ഫോമിൽ കിടക്കും. അത് ഒരു വ്യക്തിയുടെ രോഗം കിടക്കുമ്പോൾ, ഒരു വ്യക്തി രോഗത്തിൽ കിടക്കപ്പെടുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചോണം, രോഗം എന്നുള്ളത് ഒരിക്കലും ദൈവത്തിന്റെ പദ്ധതി അല്ല. അതെന്താ ബ്രദറെ, രോഗം ദൈവത്തിന്റെ പദ്ധതി? മിക്കവർക്കും രോഗമില്ലേ? അതെ, യേശു ക്രിസ്തുവിന്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നു പറഞ്ഞാൽ ദൈവത്തിന്റെ പ്ലാൻ സൗഖ്യമാണ്, രോഗം വരുത്തുന്നതല്ല. പഴയ നിയമം വായിക്കും പറയാൻ പറ്റും, ഞാൻ അവന്റെ രോഗക്കിടക്കയൊക്കെ മാറ്റിവിരിച്ചു. യഹോവ റാഫ എന്ന് പറഞ്ഞാൽ അവൻ സൗഖ്യമാക്കുന്ന ദൈവമെന്നാണ്. ദൈവം പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ എൻ്റെ വചനം അയച്ചവരെ വിടിവിക്കും, ഞാൻ അവരെ സൗഖ്യമാക്കും എന്നൊക്കെ പറയാൻ കാരണം ദൈവം രോഗം തരുന്ന ആളല്ല, ദൈവം സൗഖ്യമാക്കുന്ന ആളാണ്. അപ്പൊ രോഗം എന്നുള്ളത് ദൈവത്തിൽ നിന്ന് വരുന്നതല്ല, മനസ്സിലാക്കണം. ഒരു വ്യക്തി രോഗിയാകുമ്പോൾ അത് ദൈവത്തിന്റെ പ്ലാൻ അല്ല, മറിച്ച് ലോകത്തിന്റെ പ്ലാനാണ്. ദൈവത്തിന്റെ പ്ലാൻ അല്ല, അത് ലോകത്തിന്റെ പ്ലാനാണ്. അപ്പോൾ ഒരു വ്യക്തി രോഗിയായി കിടക്കുമ്പോൾ തന്നെ ഓർത്തോണം, ആ വ്യക്തിയുടെ മനസ്സിനെ, ചിന്തകളെ, ശരീരത്തെ ബന്ധിച്ചിട്ടിരിക്കുന്ന ഒരു രോഗശക്തിയുണ്ട്, ഒരു ശക്തിയുണ്ട്. ആ ശക്തി കിടക്കുന്നത് എവിടെയാണെന്നറിയോ? മൈൻഡിലാണ് ഇത് കിടക്കുന്നത്. അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. ഒരു വ്യക്തി വചനം കേൾക്കുമ്പോൾ, യേശു പറയുന്നുണ്ട്, ഒരു വ്യക്തി വചനം കേൾക്കുമ്പോൾ നല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ച്, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു, ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാ കൊണ്ട് ഏറ്റുപറയും. അപ്പോൾ വചനം ചെല്ലുന്നത് എങ്ങോട്ടാണെന്നറിയാവോ? ഒന്ന് നമ്മുടെ ഹൃദയത്തിന്റെ അകത്തേക്ക്, നമ്മുടെ ആത്മാവിൽ ചെന്നിട്ട് ആത്മാവിൽ നിന്ന് ഹൃദയത്തിലേക്ക് ഈ സംഭവം വരുന്നത്. അപ്പൊ ഇവിടെ ഇത് ബ്ലോക്കായി കിടക്കുവാണ്, ആ വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ 2 വിശ്വാസമുണ്ട്. ഒന്ന്, പ്രാർത്ഥിക്കാൻ ചെല്ലുന്നയാൾക്ക് വിശ്വാസമുണ്ട്, യേശു സൗഖ്യം, അത് സൗഖ്യമാക്കുമെന്ന് വിശ്വാസം ഉള്ളതുകൊണ്ടാണല്ലോ കോമ സ്റ്റേജ് കിടക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത്. ബ്രദറെ, ഞാൻ പ്രാർത്ഥിച്ചിട്ട് രോഗി സൗഖ്യമായില്ല, ഉടനെ നമ്മൾ എന്നാ പറയുന്ന അറിയാവോ? എന്താ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് രോഗം സൗഖ്യമായില്ല, ഉടനെ നിങ്ങൾ എന്നാ പറയും? നിങ്ങൾ എന്നാ പറയുന്നു? ആർക്കുമില്ല, ഞാൻ മ്യൂട്ട്. അല്ല, രോഗം സൗഖ്യമായില്ലെങ്കിൽ, തളർന്നവാദ രോഗി സൗഖ്യമാകില്ല, എന്നാ പറയും? എന്തു പറയും? എനിക്ക് കറക്റ്റ് ഒരു ഉത്തരം കിട്ടി. സോനു എന്ന് പറഞ്ഞ സഹോദരിയാണോ സഹോദരാണോ എനിക്ക് അറിയത്തില്ല. എനിക്ക് ഒരു കറക്റ്റ് ഉത്തരം കിട്ടി. ഒരു സഹോദരിയാണോ സഹോദരൻ എനിക്ക് അറിയത്തില്ല. സോനു എന്നൊരു പേരാണ് ഞാൻ കണ്ടത്. നമ്മുടെ കുറവ്, നമ്മൾ ആദ്യം പോകുന്നത് എൻ്റെ കുറവായിരിക്കും ആ വ്യക്തി സൗഖ്യം. നമ്മൾ പിന്നെ കരഞ്ഞ് പിഴിഞ്ഞ് അവിടെ പോയി ഭയങ്കര ബഹളമാണ്. എൻ്റെ കർത്താവേ, എൻ്റെ കുറവുകളൊന്നും സൗഖ്യത്തിൽ തടസ്സമാകരുതേ. സഹോദരി, നിങ്ങൾ കാണിച്ചത് ഏറ്റവും വലിയ ധൈര്യമാണെന്നറിയാവോ? ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങൾ കാണിച്ച ആ ധൈര്യമാണ്, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടതിൻ്റെ ഏറ്റവും വലിയ തെളിവാത്. നമുക്കൊരു രോഗിക്ക് വേണ്ടി എനിക്ക് വചനം 10 മണിക്കൂർ പ്രസംഗിക്കാൻ പറ്റും, പക്ഷെ എനിക്ക് ആ പ്രസംഗിച്ച വചനത്തിൽ എനിക്ക് വിശ്വാസം ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ ഒരു പ്രശ്നക്കാരന്റെ മേൽ കൈവച്ച് ധൈര്യത്തോടെ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് കേട്ട വചനത്തിൽ ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. ഞാൻ 2 മണിക്കൂർ ഭയങ്കര പ്രസംഗമാണ്, പക്ഷെ എനിക്ക് പ്രാർത്ഥിക്കാൻ ധൈര്യമില്ല. എൻ്റെ അർത്ഥം എനിക്ക് വിശ്വാസം ആക്റ്റീവായിട്ടില്ല, ഭയങ്കര പ്രസംഗമൊക്കെയാണ് ഞാൻ.
അങ്ങനെ നിങ്ങൾക്ക് ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമുള്ളവരാണ് നിങ്ങൾ നിസ്സാരക്കാരല്ല. പക്ഷെ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഒന്നും നടക്കുന്നില്ലെങ്കിൽ ഉടനെ നിങ്ങൾ നിങ്ങളുടെ കുറവാന്ന് പറയരുത്. ഇതിൻ്റെ പിന്നിൽ രണ്ട് മെയിൻ കാരണമുണ്ട്. കാരണം നടക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ സംഭവം പാറകളാണ്. ഈ പാറകൾ പല രീതിയിലെ പാറയുണ്ട്. ദുരാത്മാക്കളുണ്ട്. രോഗ ആത്മാവ് ഒരു പാറയാണ്, ചിന്തകൾ ഒരു പാറയാണ്. ഇത് രണ്ടു തരം പാറകളുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അതുകൊണ്ടാണ് കൃപാവരങ്ങളിൽ നിങ്ങൾ ജ്വലിക്കണമെന്ന് ഞാൻ പറയുന്നത്. അത് നിങ്ങൾ ജ്വലിച്ചോളും, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കൃപാവരങ്ങൾ ജ്വലിക്കുമ്പോൾ യേശു വന്നിട്ട് 18 വർഷമായിട്ട് കൂനിയായി ബന്ധിച്ച്, പിശാച് തന്നെ കൂനിയാക്കി ബന്ധിച്ചിരിക്കണ്ടോ? യേശുവിന് മനസ്സിലായി ഇത് രോഗമൊന്നുമല്ല, ഇത് സംഭവം 18 വർഷമായിട്ട് പിശാച് കയറി കിടക്കുവായിരുന്നത്. 6000 ഭൂതം കയറി നടക്കുന്ന മനുഷ്യൻ യേശു വന്നിട്ട് ഭൂതത്തെ പുറത്താക്കിയപ്പോൾ സൗഖ്യമായി. കണ്ടോ? അത് വിവേചിച്ചു യേശു. ദുരാത്മാവായിരുന്നു. അവന് കൊണ്ട് ഡിപ്രഷൻ്റെ മരുന്ന് കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? പുള്ളിയെ കൊണ്ട് ചെങ്ങലയ്ക്ക് കൊണ്ടുവന്ന് ഷോക്ക് അടിപ്പിച്ചാൽ വല്ല 6000 ഭൂതത്തിന് ഷോക്ക് കേൾക്കുമോ? നിങ്ങൾ പറ. ഞാൻ പണ്ട് തമിഴ്നാട്ടിൽ ശുശ്രൂഷയ്ക്ക് പോയ സമയത്ത്, ഇപ്പോൾ ഓർക്കുന്നുണ്ട്, ഒരു സ്ഥലത്ത് തമിഴ്നാട് ചെന്നൈയിൽ ശുശ്രൂഷയ്ക്ക് പോയ സമയത്ത് അവിടെ ഭൂതകളകി ഒരു ആൻറ്റി എടുത്തുകൊണ്ട് വന്ന ദൈവ കൃപയോ കേട്ടോ. ഞാനത് ഇൻസ്റ്റൻ്റ്ലി കാണുന്ന ഒരു സൗഖ്യമായിരുന്നു. രണ്ടാമത്തെ സൗഖ്യം കാണുന്നത്. ഒരു സഹോദരി, തളർന്നു കിടന്ന സഹോദരി ചാടി എണീറ്റ് ദൈവം കൊടുത്തു. ഭയങ്കര ക്ഷീണത്തിൽ അവശതയായിട്ടാണ് വന്നത്. യേശു ആ മകളെ എണീപ്പിച്ചു. അതിനുശേഷം ഭൂതവിളകി കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന ദൈവദാസൻ എന്നെ ഉന്തി മാറ്റിയിട്ട് ഭൂതത്തിന്റെ കൊങ്ങാക്കി പിടിച്ചിട്ട്, ആ സഹോദരിയുടെ കൊങ്ങാക്കി പിടിച്ചിട്ട് കർണക്കുറ്റി നോക്കിയിട്ട് കുറെ അടി. ഞാൻ ഞെട്ടിപ്പോയി, ഇത് എന്തുവാ സംഭവം? ഉടനെ അവർ പറയുകയാണ്, ഇവിടെ ഇങ്ങനെ ഭൂതം ഇളകിയ അടിച്ച് ശരിപ്പെടുത്തി രക്തം കാണുമ്പോൾ ഭൂതം വിട്ടുപോകും. ഞാൻ പറയാം, എൻ്റെ പൊന്നു സഹോദര, രക്തം കാണുമ്പോൾ ഭൂതം വിട്ടുപോകുന്നതല്ല, പിശാച് കൊടുക്കാൻ പറ്റാത്തത് നിങ്ങൾ കൊടുത്തുകൊണ്ട് പിശാചിന് സന്തോഷമായി. ഇവരുടെ ചിന്തയിൽ ഞാൻ പറഞ്ഞത്, ഞാൻ കുറ്റപ്പെടുത്തല്ല, ഓരോരുത്തർ നമ്മൾ അറിയാത്ത കൺസെപ്റ്റുകൾ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട്. ഇതുപോലെ എല്ലാവരും അല്ല, ചിലരുടെ ഇടയിലുണ്ട്. ഞാൻ ഒരു തെറ്റിദ്ധാരണയാണ്. അപ്പോൾ ചോദിക്കും, രക്തം കണ്ടപ്പോൾ പോയത് എങ്ങനെയുണ്ട് ചോദ്യം ചോദിച്ചു. രക്തം കണ്ടപ്പോൾ പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ, അതായത് അവനെ അടിക്കാൻ വേണ്ടി വെച്ചിരുന്ന പുള്ളിക്കാരിനെ നിങ്ങൾ എന്ത് ചെയ്തു? ആ ഡ്യൂട്ടി ഏറ്റെടുത്തു. കവളെ പിടിച്ച് ഒരു സ്ത്രീയുടെ കർണക്കുറ്റിക്കൊണ്ട് കുറെ അടിച്ച് ചോര വരുന്നവരെ അടി കൊടുത്താൽ പിന്നെ ഭൂതത്തിന് സന്തോഷമാകത്തില്ലേ? ഭൂതം ഓക്കെ ശരി, ഞാൻ കൊടുക്കേണ്ടത് നീ കൊടുത്തു, ഇനിയിപ്പോൾ ഒന്നുമില്ല, ഇവിടെ പ്രശ്നമൊന്നുമില്ല, കോംപ്രമൈസ്. പുള്ളി അങ്ങ് വിട്ടുപോയി. സിമ്പിളാണ്. അവിടെ ചെന്നിട്ട് യേശുവിന്റെ നാമത്തിൽ പറ, വിട്ടുപോകാൻ പറ. ബൈബിളിൽ വാക്യമുണ്ട്, ആ ചന്ദ്രരോഗിയായ മകന്റെ മേലിൽ നിന്നും പിശാച് അവനെ ഉന്തി തള്ളിയിട്ട്, പക്ഷെ ഒരു കേടുപാടും കൂടാതെ അവനിൽ നിന്ന് ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞത്. ഒരു കേടുപാടും കൂടാതെ അവനെ വിട്ടിട്ട് പോയി പിശാച്. ആമേൻ. അപ്പം ഇതിന്റെ പിന്നിൽ ഒരു രോഗാത്മാവുണ്ട്. നിങ്ങൾ അവിടെ ചെന്ന് നിങ്ങളുടെ കുറവാണെന്ന് വിശ്വസിക്കരുത്. പ്രാർത്ഥിക്കുന്നവന്റെ കുറവ് എപ്പോഴാണ് മനസ്സിലാവുന്നറിയോ? നിങ്ങൾക്ക് ധൈര്യം കാണിക്കാത്തപ്പോഴാണ്. ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇതാ നിങ്ങളുടെ കുറവ്. അതാണ് നിങ്ങൾ കുറവുള്ളവരായിരിക്കുന്നത്. നിങ്ങൾ ഒരു വ്യക്തിക്ക് വേണ്ടി കൈവച്ച് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് ധൈര്യം പറ്റുന്നില്ലെങ്കിൽ ഇതാണ് നിങ്ങളുടെ കുറവ്, ഇതാണ് നിങ്ങളുടെ സംശയം, ഇതാണ് നിങ്ങളുടെ അവിശ്വാസം. ഇതുണ്ട് നിങ്ങളുടെ അകത്ത്. പക്ഷെ ഇല്ല ബ്രദറെ, എനിക്ക് ആ രോഗിയെ കാണുമ്പം ഉള്ളിലൊരു ടെൻഡൻസിയാ, ഒന്ന് പ്രാർത്ഥിക്കണ്ട. ചിലപ്പോൾ കളിയാക്കിയെന്നിരിക്കും. അവന് സൗഖ്യമായില്ലെങ്കിൽ നിങ്ങളുടെ കുറവാണെന്ന് പറയരുത്. നിങ്ങൾ ഉറപ്പിച്ചോണം, ഒരു പാറയുണ്ട്. അപ്പൊ ബ്രദറെ, പാറയുണ്ടെങ്കിൽ എന്തു ചെയ്യും? ഞാൻ അതിലേക്ക് വന്ന് അവസാനിപ്പിക്കാൻ സമയം പറക്കുക. പാറയുണ്ട് എന്തു ചെയ്യും? ഞാൻ ആ വിഷയത്തിലേക്ക് വേണം. ഒന്ന് രോഗാത്മാവുണ്ട്, ദുരാത്മാവ് രോഗബന്ധനമായിട്ട് കിടക്കും. 2 കോട്ടകൾ കിടക്കും. ഇത് രണ്ടും നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി ഒരു തവണ പ്രാർത്ഥിച്ചു, തളർവാദ രോഗിക്ക് ഒരു ചലനമില്ല, ചിലപ്പോൾ ചാടി എണീക്കും, അത് നടക്കും. ഇൻസ്റ്റന്റ് നടന്നില്ലെങ്കിൽ ശ്രദ്ധിച്ചോ, ചില സൗഖ്യം പെട്ടെന്ന് നടക്കും. അതുകൊണ്ട് ഞാൻ 2 സൗഖ്യം വെച്ച് നമ്മൾ തുടക്കത്തിൽ പഠിച്ചതുകൊണ്ടാണ്, 2 പേരും ചോദിച്ചതുകൊണ്ടാണ് ഞാൻ. നാളെ നമ്മൾ കൃപാവരത്തിന്റെ ഒരു ശുശ്രൂഷയെ പറ്റി പറഞ്ഞത്. ഇന്ന് നമ്മൾ ഈ ഒരു ശുശ്രൂഷയാണ്, ഈ കോട്ടകൾ, ഇതിന്റെ 2ാമത്തെ പാർട്ടിലേക്ക് നമ്മൾ വരുന്നുണ്ട്. അത് കുറച്ചുകൂടെ ആഴത്തിലേക്ക് മനസ്സിലാവും. അപ്പൊ നിങ്ങൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ രോഗിയുടെ അടുക്കൽ പോയിട്ട് ആ വ്യക്തിക്ക് വചനം പറയാൻ കഴിയാത്തത് കൊണ്ട് നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി ആ മനുഷ്യന്റെ ശരീരത്തിൽ കൈവച്ചിട്ട് ആ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ പറയണം. അയാളുടെ ശരീരത്തിലേക്ക് നിങ്ങൾക്ക് ഒരു കൃപയുണ്ട്. നിങ്ങളുടെ കരത്തിൽ ഒരു ദൈവശക്തി വ്യാപരിക്കുന്നുണ്ട്. രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യം വരും. നിങ്ങൾക്ക് നിങ്ങളുടെ മേലിരിക്കുന്ന വിശ്വാസത്തെയും വചനത്തെയും മറ്റൊരാളുടെ മേലേക്ക് പകരുവാൻ കഴിയും. അറിയാവോ? അങ്ങനെ ഒരു കൃപയുണ്ട് നിങ്ങൾക്ക്. നിങ്ങളുടെ അകത്തിരിക്കുന്ന വിശ്വാസത്തെ, നിങ്ങളുടെ അകത്തിരിക്കുന്ന അഭിഷേകത്തെ നിങ്ങൾക്ക് മറ്റൊരു വ്യക്തിയുടെ മേലേക്ക് പകരുവാൻ കഴിയും. നിങ്ങളിത് കണ്ടേക്കുന്നത് പ്രവചന വരങ്ങളുടെ ഇമ്പാർട്ടേഷൻ ആയിരിക്കും. അത് മാത്രമല്ല, വിശ്വാസത്തെ നമുക്ക് ഇമ്പാർട്ട് ചെയ്യാൻ കഴിയും. നിങ്ങളുടെ അകത്തിരിക്കുന്ന വിശ്വാസത്തെ മറ്റൊരു വ്യക്തിയിലേക്ക് പകരുവാൻ കഴിയും. നിങ്ങളുടെ അകത്തിരിക്കുന്ന വചനശക്തിയെ മറ്റൊരു വ്യക്തിയിലേക്ക് ഇമ്പാർട്ട് ചെയ്യുവാൻ കഴിയും, ഇമ്പാർട്ടേഷൻ ചെയ്യാൻ കഴിയും.
അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് പ്രാർത്ഥിക്കുമ്പോൾ ഈ വ്യക്തികളൊക്കെ പോയിട്ട് കണ്ടിന്യൂ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് എണീക്കുന്നില്ല. അപ്പൊ മനസ്സിലാക്കണം ഇത് വലിയ പാറയാ, ഇത് നല്ല പണിയെടുക്കേണ്ടി വരും. അപ്പൊ എന്ത് ചെയ്യണം? രാവിലെ മുതൽ ചോറും പുതിയാട്ടങ്ങ് പൊക്കോണം. അവിടെ ഇരുന്നുകൊണ്ട് ചുറ്റിയ കൊണ്ട് ഇടിച്ച് പൊട്ടിക്കണം. എത്ര നേരം പൊട്ടിക്കണം? ആ പാറ ഇടിഞ്ഞിട്ട് നിങ്ങൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന വചനം വേറിറങ്ങിയാൽ പണി നിർത്തിക്കോണം. വേറിറങ്ങി കഴിയുമ്പോൾ പിന്നെ വചനം പയ്യെ ആ വ്യക്തി എന്ത് ചെയ്യും? പയ്യെ പൊക്കിയെടുക്കും. ഹല്ലേലൂയ. ഇതാണ് നമ്മൾ എന്ത് ചെയ്യണം? തുടർമാനമായിട്ട് കണ്ടിന്യൂസ് ആയിട്ടാണ് അന്ന് യേശു പറഞ്ഞ വാക്യത്തിലേക്ക് ഞാൻ മടന്നു വരാം. ലൂക്കോസിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി പോവാണ്. നല്ല നിലത്ത് വീണ വചനമോ. ഇനി നിങ്ങളെ നോക്കി ഇവിടെ നിങ്ങൾ ആ വാക്യം പറയുകയാണെ. നിങ്ങൾ നോക്കി 8-ാം വാക്യം. നല്ല നിലത്ത് വീണതോ, ഇത് നല്ല നിലത്ത് വീണത് മുളച്ചു 100 മേനി ഫലം കൊടുത്തു. കണ്ടോ? നല്ല. അതുകൊണ്ട് പറഞ്ഞിട്ടാണ് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് യേശു പറഞ്ഞു. അടുത്ത വാക്യത്തിലേക്ക് വരുവാണ്. ചില സമയത്ത് ഇത് സ്റ്റക്കായി പോകുന്നു കേട്ടോ. കേട്ടെ, നല്ല മണ്ണിൽ വിതയ്ക്കപ്പെട്ടതോ വചനം കേട്ട് ഗുണമുള്ള നല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ച്. കണ്ടോ? അപ്പൊ സംഗ്രഹിക്കണം. ഗുണമുള്ള നല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം. കണ്ടോ? ക്ഷമ കണ്ടോ? ക്ഷമ വേണം. ഞാൻ പറഞ്ഞില്ലേ, പാറസ്ഥലത്ത് പണിക്ക് പോകുന്ന സമയത്ത് അച്ചായന്മാർ രാവിലെ ചോറും പൊതിയായിട്ട് പോയി അവരവിടെ വലിയ ചുറ്റിയക്കല്ലുമൊക്കെ ആയിട്ട് പോകും. എൻ്റെ പേരെന്ത് പറയുന്ന പേര് ചുറ്റികയെന്നല്ലല്ലോ, അതിൻ്റെ വേറെ പേര് പറയും, കൊട്ടുപടി, അങ്ങനെയാണ് അതിന് പറയുന്ന പേര്. ഇതുമെല്ലാം ആയിട്ട് പോയിട്ട് ആദ്യത്തെ പാറക്കെട്ട് അടി കൊടുക്കുമ്പം കൂടെ പണിയുന്നവൻ പറയും, ഒരു രക്ഷയില്ല, ഉടനെ ഇപ്പുറത്ത് എന്നാൽ നമുക്ക് നിർത്തിയേക്കാന്ന് പറഞ്ഞ് പോവുകയാണ്. ഇല്ല, അടിക്കും. വൈകുന്നേരം വരെ ഒന്നുകൊണ്ട് എന്ത് ചെയ്യും? അടിച്ച് പൊളിച്ച് ആ പാറ പൊളിച്ചെടുക്കും. ക്ഷമ വേണം. ഒന്നടിച്ചിട്ട് പൊട്ടിയില്ലെങ്കിൽ രണ്ടാമത് അടിക്കണം. കാര്യം ദൈവത്തിന്റെ വചനം തീ പോലെയും പാറയെ ഉടയ്ക്കുന്ന ചുറ്റിക പോലെ. നിങ്ങളുടെ ആത്മാവ് വെറും കൈയോടെ നിൽക്കുക. ഇതാണ് വചനം കേൾക്കണം. രക്ഷിക്കപ്പെട്ട വ്യക്തി വചനം കേൾക്കുന്നില്ലെങ്കിൽ ഇതാ കുഴപ്പം. ആത്മാവ് ഇങ്ങനെ നടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും നിങ്ങളുടെ ഉള്ളറയിൽ, എല്ലാം കറങ്ങും. പക്ഷെ പുള്ളിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? വചനമില്ലാതെ അടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് എഫേസ്യരിൽ പറഞ്ഞിരിക്കുന്നത് വചനം എന്ന വാളുകൊണ്ട് വെട്ടണം. വചനം എന്ന ചുറ്റികയാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതുകൊണ്ട് ഇടിക്കുന്നില്ല നമ്മൾ. ഉടനെ ഇപ്പം ഞാനൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാം. നിങ്ങൾ പോകുന്ന പ്രാർത്ഥനാ സ്ഥലങ്ങൾ സൂക്ഷിക്കണം, ശ്രദ്ധിച്ചോണം. അവിടെ ചെല്ലുന്ന സ്ഥലങ്ങളിൽ ഞാൻ പറഞ്ഞില്ലേ, ചില കൺസെപ്റ്റുകൾ ഞാൻ പറഞ്ഞില്ലേ, നീ കൈവച്ചാലൊന്ന് രോഗമൊന്നും സൗഖ്യമോ, ചുമ്മാ കയറി കൈവെക്കലോട്ടോ, ചുമ്മാ വീട്ടിൽ സ്വസ്ഥത കാണിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര കയ്യടിയും ആരാധനയൊക്കെ ആരാധിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം. അവിടെ സഹോദര, ഞാൻ അങ്ങനെയല്ലോ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. സംശയങ്ങൾ അദ്ദേഹത്തെയും പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഇനി അദ്ദേഹം അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ പ്രാർത്ഥിക്കണം. അദ്ദേഹത്തെ നാളെ മുതൽ വെളിയിറങ്ങിയിട്ട് പുള്ളിയെ ചീത്ത പറയാൻ പോകരുത്. പ്രാർത്ഥിക്കണം, കർത്താവേ ഈ വെളിപ്പാടുകൾ നിറയണം. ആമേൻ. അപ്പൊ ക്ഷമയോടെ ഫലം കൊടുക്കണം. അപ്പൊ ചിലർക്ക് ക്ഷമ വേണം. പാറ ഇത് പറയും, ഇത് വലിയൊരു പാറയാ, ഇത് ഇച്ചിരി പണിപ്പെടും. നാളെ മുതൽ നമ്മൾ പണിയാൻ വേണ്ടി റെഡിയാണ്. വചനം അങ്ങോട്ട് പറയാൻ തുടങ്ങിക്കുക, പാറ ഇടിഞ്ഞ് പൊളിഞ്ഞ് താഴേക്ക് വീണിരിക്കും. ഇതാണ് രോഗസൗഖ്യങ്ങൾ നടക്കുമ്പോഴും. രോഗസൗഖ്യം മാത്രമല്ല കേട്ടോ, ഞാൻ എല്ലാ രീതിയിലും പറയുകയാണ്, ദൈവപ്രവൃത്തിക്ക് തടസ്സമായിട്ടുള്ള. അപ്പം ഞാനിത് ചോദിക്കും നാളെ. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ മാത്രമേ ഉള്ളൂ നാളത്തെ വചനം നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റും. നാളെ ചോദിക്കുമ്പോഴും കലബല പോലെ എല്ലാം പറഞ്ഞത് വ്യക്തമായിട്ട് പറയണേ. എന്താണ് ഇടിക്കേണ്ടത്, എന്താണ് തടസ്സങ്ങൾ, ഇതൊക്കെ ഞാൻ ഓരോ ചോദിച്ചു വെച്ചതിന് ശേഷം നാളെ ഇച്ചിരി പറയത്തുള്ളൂ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യുന്നു. നമുക്ക് പാറകളെ ഇടിക്കാം. അപ്പൊ ഇനി സംശയം ഉണ്ടോ? എന്തുകൊണ്ടാണ് ബ്രദറെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ആ വിഷയം മാറാത്തതെന്നുള്ള സംശയം നിങ്ങൾക്ക് ഇനി ഉണ്ടോ? ആർക്കെങ്കിലും ഉണ്ടോ? ഇനി ഉണ്ടോ? ഇപ്പൊ ക്ലിയർ ആയോ? സ്വതന്ത്രം. ബ്രദറെ, എന്നാ ചോദിക്കാൻ വേണ്ടി വന്ന? നല്ല ചോദ്യമാണ് ചോദിക്കണേ. എന്താണ് സംശയം? ബ്രദറെ, എനിക്കൊരു പ്രാർത്ഥന വിഷയം ഉണ്ടായിരുന്നു. ഒരു സംശയമുണ്ട്. ചോദിച്ചോ, ഒറ്റ സംശയം ചോദിച്ചോ. ബ്രദറെ പറയട്ടെ. പ്രാർത്ഥന വിഷയം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാ സൗകര്യം. ഒറ്റ പ്രാർത്ഥനയുള്ള ഏറ്റവും ഒടുവിൽ അതാണ് ഏറ്റവും നല്ലത്. കർത്താവ് അത് അത്ഭുതം ചെയ്യും കേട്ടോ. എന്നാ സംശയം? എന്നാ സംശയം? എന്നാ ഞാൻ പറയട്ടെ. നമ്മൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കല്ലോ. അപ്പൊ നമ്മൾ ഈ രോഗിയായിട്ട് ഇരിക്കുന്ന ആളിലും പ്രവൃത്തി വെളിപ്പെടാൻ സമയം എടുക്കുന്നില്ലേ? അങ്ങനെയുണ്ടോ? അതാ ഞാൻ പറഞ്ഞത് സിസ്റ്ററെ. ആ വ്യക്തിയുടെ മേൽ ചിലപ്പോൾ ഒറ്റയടിക്ക് നടക്കും. ഒറ്റയടിക്ക് ചില സൗഖ്യം ഞാൻ പറഞ്ഞു. നമ്മളിവിടെ തന്നെ കഴിഞ്ഞ ദിവസവും എല്ലാ ദിവസവും കാണുന്നതാണ്. വേദന ഇപ്പം മാറുന്നു പറയുമ്പോൾ അയ്യോ ബ്രദർ എനിക്ക് ഇന്നലെ വേദന മാറി പെട്ടെന്ന് ചിലരുടെ മേൽ പെട്ടെന്ന് വരുന്നില്ല.
പെട്ടെന്ന് വരാത്ത കാര്യം നിങ്ങളുടെ കുഴപ്പമല്ല, നമ്മൾ പോലും അറിയാത്ത പാറകൾ കിടപ്പുണ്ട്. ആ പാറ ഇടിഞ്ഞാത്തത് കൊണ്ടാണ്. അത് വചനം പറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? പിന്നീട് സൗഖ്യം നടന്നു. അപ്പം മറ്റൊരു വ്യക്തിക്ക് ഇത് പറയാൻ കഴിവില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്കകത്ത് എവിടെ ഒരു തടസ്സം കിടപ്പുണ്ട്. ആ തടസ്സത്തെ നിങ്ങൾക്ക് ഇടിച്ചു കളയാൻ പറ്റും. നിങ്ങൾ അവിടെ പോയിട്ട് എന്ത് ചെയ്യുന്നത്? ഇപ്പൊ പാറപ്പണിക്ക് പോകുന്ന ആള് പറയുക പാറ പൊളിയുന്നില്ല. ഉടനെ പാറ പൊളിക്ക് വേണ്ടി പോകുന്ന ആ ഒരു മനുഷ്യൻ പറയാം, ആ ചുറ്റികാട്ട് പോയ മനുഷ്യൻ പറയാം, എന്നാ ചെയ്യാനാ, എന്റെ കുറവുകൊണ്ടായിരിക്കും പാറ ഇടിയാത്തെന്ന് പറഞ്ഞ് എങ്ങനെ ഇരിക്കും? പറ. ആ പാറ പറയുകയാണ്, പണിക്കാരൻ പറയുകയാണ് എന്റെ കുറവുകൊണ്ടായിരിക്കും പാറ. അപ്പൊ മറ്റേ പണിക്കാരൻ പറയും ഒരു കുറവുമില്ല, അങ്ങോട്ട് നന്നായിട്ട് അടിക്ക്, ചുറ്റി കൊണ്ട് നന്നായിട്ട് അടിക്കണം. അടിച്ചു കഴിയുമ്പോഴേക്കും അതിന് പദം വന്നത് പൊളിയും. ഇപ്പൊ മനസ്സിലായോ? ക്ലിയർ ആയോ? അപ്പൊ ഈ ദിവസങ്ങളിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വിശ്വാസമുണ്ട്, ധൈര്യമുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ഒരു വ്യക്തി എടുക്ക പോയിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭാഗ്യവാന്മാർ. നിങ്ങളുടെ അകത്ത് വിശ്വാസം ആക്റ്റീവായവന് മാത്രമേ അങ്ങനെ കഴിയത്തുള്ളൂ. അറിയാവോ? വിശ്വാസം ആക്റ്റീവായ വ്യക്തിക്ക് മാത്രമേ ഇങ്ങനെ ചെയ്യാൻ. അല്ലാത്തൊക്കെ അറിയോ, എനിക്കതിനുള്ള ധൈര്യമൊന്നും ഇല്ല ബ്രദർ, എനിക്ക് അതിനുള്ളൊന്നും പറ്റുന്നില്ല, ഭയങ്കര ഒരു ചമ്മല. അതിൻ്റെ അർത്ഥം വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് ചമ്മൽ വരുന്നത്. വിശ്വാസം ഉണ്ടെങ്കിൽ കൈ വെക്കും നമ്മൾ. നിങ്ങളുടെ കഴിവല്ല അത് ഞാൻ പറഞ്ഞത്. വിശ്വാസം നമ്മൾ ഉണ്ടാക്കുന്നതല്ല, ഉണ്ടായി വരുന്നതാണ്. രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ടെൻഡൻസി വരണം. ആദ്യമൊക്കെ ഇച്ചിരി മടി വരാം. മടിയല്ല ഞാൻ ഈ പറഞ്ഞത്, ടെൻഡൻസി വരുമ്പോൾ കൈവച്ചോണം. അതുകൊണ്ട് രോഗികളെ കാണുമ്പോൾ കൈവെക്ക്. രോഗം സൗഖ്യമായില്ലെങ്കിൽ മനസ്സിലാക്കണം ഇത് പാറയാണ്, ഇത് ഇടിക്കണമെങ്കിൽ അവരോട് വചനം പറഞ്ഞു കൊടുക്കണം. യേശുവിന്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നു, പിന്നെയും പറയണം യേശുവിന്റെ തിരുമുറിവ് സൗഖ്യം നിന്റെ അവകാശമാണ്. സഹോദരി എപ്പോഴും വന്നിങ്ങനെ പറയേണ്ട ആവശ്യമൊന്നും ഇല്ല സഹോദരി, ഞാൻ പറയും എന്റെ ചുമതലയാണിത്. നിന്റെ പാറ ഇടിക്കുവാൻ യേശു എന്നെ അയച്ചിരിക്കുന്നതാണ്. 10 ദിവസമായില്ല എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്, എന്നിട്ട് വല്ലോ മാറ്റമുണ്ടോ? 11ാം ദിവസവും ഞാൻ വരും. കാര്യം എന്റെ ജോലി ഇതാണ്. നിന്റെ പാറ ഇടിക്കുവാൻ യേശു എന്നെ അയച്ചിരിക്കുന്നു. കാര്യം എൻ്റെ അകത്ത് കയ്യിൽ ചുറ്റികയുണ്ട്. ഇത് ഇടിച്ച് പൊളിച്ച് ഞാൻ വേരിറക്കുന്നത് കാണുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് മടുത്തു പോകാതെ പ്രാർത്ഥിപ്പിൻ എന്ന് വചനത്തിൽ യേശു പറയാൻ കാരണം. മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം, ക്ഷമയോടെ ഫലം കൊടുക്കുന്നവരാകണം എന്നൊക്കെ ബൈബിളിൽ പറയാൻ കാര്യം മനസ്സിലായോ? ഈ 2 കൂട്ടരെയും കൂടെ യേശു പഠിപ്പിക്കുക അവിടെ. ഈ വചനത്തിലൂടെ മൊത്തം ഈ 2 കൂട്ടരെയാണ് യേശു കാണിക്കുന്നത്, പാറകൾ. ആമേൻ. അപ്പൊ ഇതിന്റെ ബാക്കി നമുക്ക് നാളെ കേൾക്കാം. അപ്പൊ നാളെ നമുക്ക് സ്പിരിച്വലി നമുക്ക് ബാക്കിയുള്ള കൃപാവരങ്ങളിലേക്ക് ഈ തടസ്സങ്ങൾ എവിടെയാന്നുള്ളത് നമുക്ക് മനസ്സിലാകാം. ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ നിങ്ങളുടെ മനസ്സിൽ. അതുകൊണ്ടാണ് തെറ്റായ കാഴ്ചപ്പാടുകളൊക്കെ എവിടെയെങ്കിലുമൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് നിങ്ങൾ അവിടെ പോയി പ്രാർത്ഥിക്കുകയും ചെയ്യരുത്, സ്വോത്രകാഴ്ചയൊന്നും ഇടാനും പോകരുത്. ഇതൊക്കെ നിങ്ങളുടെ പാറയായിട്ട് മാറും. ഞാൻ അവരെ ഒന്നും കുറ്റപ്പെടുത്തുമല്ല. ഇത് കാലങ്ങളായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് കയറുന്ന തെറ്റായ കൺസെപ്റ്റുകളാണ് പലപ്പോഴും നമ്മളെ തടസ്സത്തിലേക്ക് എത്തിക്കുന്നത്. ഞാനൊരു വാക്കൊന്ന് പ്രാർത്ഥിക്കുകയാണ്, ആരും ലെഫ്റ്റ് ചെയ്യരുത്. എറണാകുളത്ത് നമ്മുടെ പ്രാർത്ഥനയുടെ ഹോളിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നല്ലോ. എറണാകുളത്തും കൊല്ലത്തും ഒക്കെ നമുക്ക് ഡിസംബറിലേക്ക് നമ്മൾ ഹോളുകൾ ബുക്ക് ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അതിനുവേണ്ടിയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോണം. എറണാകുളത്ത് നമ്മൾ പല ഹോള് കണ്ട്, അപ്പം എനിക്കിന്ന് അഡ്ജസ്റ്റ് നോക്കിയിട്ട് കുറച്ച് ഹോളുകൾ എനിക്ക് അയച്ചു വന്നു. പക്ഷേ ഞാൻ സിസ്റ്ററോട് പറയുകയും ചെയ്തു, നമുക്ക് ഈ എറണാകുളം ടൗണിൽ വെക്കുന്നത് കൊണ്ട് എനിക്ക് വലിയ താല്പര്യമില്ല. താല്പര്യം വെച്ചാൽ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും. വരുന്നവർക്കുമൊക്കെ നമുക്കറിയാം, നമുക്ക് രാവിലെ മുതൽ നിങ്ങൾക്ക് വന്നൊന്ന് ഫ്രഷ് ആകാനും എറണാകുളം ടൗണിൽ പ്രത്യേകിച്ച് 10 മണി എന്നൊക്കെ പറഞ്ഞാൽ നല്ല ബ്ലോക്ക് സമയമായിരിക്കും. തൃപ്പൂണിത്തുറ നല്ലതാണ്, നല്ലൊരു ഐഡിയ ആണ്. അപ്പോൾ തൃപ്പൂണിത്തുറയിൽ ഒരു ഹോൾ എന്ന് സിസ്റ്റർ എനിക്ക് അയച്ചു തന്നായിരുന്നു. അപ്പം ഞാനത് കാണാൻ ഇടയായി തീർന്നു. അപ്പം ഏകദേശം എനിക്ക് തോന്നുന്നത് 700 പേരുടെ കൂടുന്നൊരു ഹോളാണ്. 1-2 ഹോളുകൾ കണ്ടു. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾ അന്വേഷിക്കണം. അപ്പോൾ എറണാകുളംകാർ പുഷ്പാഞ്ജലി ഓഡിറ്റോറിയമാണ് സിസ്റ്റർ എനിക്ക് അയച്ചത്. അങ്ങനെ കുറേ നിങ്ങൾ അന്വേഷിക്കണം. നിങ്ങൾ കർത്താവിനെ നമുക്ക് ഒരുമിച്ച് കൂടാൻ വേണ്ടിയുള്ള ഒരു കൂട്ടായ്മയാണ്. അത് ഏകദേശം 500-700 പേർ കൂടുന്ന ഹോളാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ ഇത്രയും എനിക്ക് തോന്നുന്നത് മർത്തോമയുടെ ഒരു ഹോളുണ്ടായിരുന്നു, മർത്തോമ ഹോൾ നോക്കിയായിരുന്നു. അത് ഏകദേശം എനിക്ക് തോന്നുന്നത് അത് ഏകദേശം 600-700 പേര് കൂടുന്നതാണ്. ഏകദേശം അതൊരു കണക്ക് നോക്കിയാൽ ഏകദേശം അതൊരു 80,000 വേണ്ടൊക്കെ കണക്ക് വരുന്നതാണ്, റെൻറ്റ് വരുന്ന ഒരു ഹോളാണ് കണ്ടേക്കുന്നത്. അപ്പം അത് എനിക്ക് തോന്നുന്നത് എറണാകുളം ടൗണിലാണ്. അപ്പോൾ ടൗണിൻ്റെ പുറത്താണ് കർത്താവുള്ള വഴി തുറക്കും. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം. തൃപ്പൂണിത്തുറ, കൊല്ലത്തും അതുപോലെ ഡിസംബറിൽ നമ്മൾ ഹോള് ബുക്ക് ചെയ്ത് അതിൻ്റെ ബ്രോഷറുകളൊക്കെ നമുക്ക് കൊടുക്കണം. കാര്യം മുൻകൂട്ടി ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ പുറത്തുനിന്നൊക്കെ ആരെങ്കിലുമൊക്കെ വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെന്ന് പറഞ്ഞു അവർക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാനും ലൊക്കേഷനൊക്കെ നേരത്തെ അറിയാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. കർത്താവ് എല്ലാ കാര്യങ്ങളും സഹായിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഓൾ ഇന്ത്യർ ആയിട്ട് അല്ലെങ്കിൽ ആ പ്രാർത്ഥനാ സഹായികളായിട്ടുള്ള ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തേക്കുന്നവർ നിങ്ങളുടെ ആക്റ്റീവ് ആകണം. നിങ്ങൾ ആക്റ്റീവ് ആണ് ഉണ്ടെങ്കിൽ നിങ്ങളെ പറഞ്ഞതല്ല, നിങ്ങളൊന്ന് ആക്റ്റീവായിട്ട് ഹോളുകൾ അന്വേഷിക്കണം.
അവിടെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ക്രമീകരിക്കണം. നമുക്ക് തലേദിവസങ്ങളിൽ അതൊക്കെ ചെയ്യാൻ വേണ്ടി വാഞ്ചയോടെ, വലിയ പ്രതീക്ഷയോടെ നിങ്ങൾ ഇരിക്കണം. ഇന്ന് മുതൽ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവ് വലിയ കാര്യങ്ങളെ ചെയ്യുവാൻ ശക്തനാണ്. നമുക്ക് ഒരുമിച്ചൊന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വേലയിൽ വിതച്ചത്, അപ്പോൾ ഞാൻ കുറേ പേരേക്ക് മെസ്സേജ് ബ്രദർ റിപ്ലൈ തരുന്നില്ല, ഞങ്ങൾ വിതച്ചത് അവിടെ കിട്ടിയെന്ന് തന്നെ ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. കർത്താവിൻ്റെ കൃപയാൽ നിങ്ങൾ കറക്റ്റായിട്ട് അക്കൗണ്ട് വഴി അയച്ചിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ പോലും അതെനിക്കൊരു സങ്കടമാണ്. എങ്കിലും കർത്താവ് എല്ലാ കാര്യങ്ങളും അനുഗ്രഹമാക്കി മാറ്റുന്നുണ്ടല്ലോ. പിന്നെയും നിങ്ങൾക്ക് വിതയ്ക്കുവാൻ അവസരമുണ്ട്. വിതയ്ക്കണം കർത്താവിൻ്റെ വേലയിൽ. നല്ല നിലത്ത് വിതച്ചാൽ 100 മേനി കൊയ്യും. അപ്പോൾ വരാൻ പോകുന്ന മീറ്റിങ്ങുകൾക്കൊക്കെ അവിടെ നടക്കുന്ന ഓരോ ദൈവപ്രവർത്തിക്കും നിങ്ങളുടെ വിത ഒരനുഗ്രഹമാണ്. അവിടെ ഇടുന്ന ഓരോ കസേര ആയിക്കോട്ടെ, ഓരോ ഹോളിൻ്റെ ക്രമീകരണം, ലോകം മുഴുവൻ ദുബായ് നടക്കുന്ന മീറ്റിങ്ങിനെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. അല്ല, ക്രമീകരണങ്ങളൊക്കെ ഒരുക്കണം. നിങ്ങൾ ഹോൾ ഇപ്പോഴേ അന്വേഷിക്കണം. നമുക്ക് എത്ര പേര് കൂടും എന്നുള്ള ഒരു കണക്ക് നോക്കിയിട്ട് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടല്ലോ, ആ ഗ്രൂപ്പിലുള്ളവരൊന്ന് ആക്റ്റീവ് ആകണം. ദുബായ് നടക്കുന്ന മീറ്റിങ്ങുകൾ, US നടക്കുന്ന, എനിക്കൊന്ന് USA പ്രത്യേകിച്ച് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് എനിക്ക് അയച്ചു തരാത്തത്. നിങ്ങൾ ഉണ്ടെങ്കിൽ താല്പര്യമുള്ളവർ മാത്രം കണക്റ്റ് ആയാൽ മതി. നിങ്ങൾക്ക് വരാൻ പറ്റും. ബ്രദർ, എനിക്ക് ശുശ്രൂഷയിൽ ബലപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, വളരണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, കർത്താവിൽ പ്രയോജനപ്പെടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് യേശുവിൻ്റെ സാക്ഷിയാണെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെയുള്ളവർ കൂടുതലും അപ്രോച്ച് ചെയ്യുക. അല്ലാതെ ബ്രദറെ, ഞാൻ ഒത്തിരി സ്ഥലങ്ങളിൽ പോകുന്ന കൂട്ടത്തിൽ ബ്രദറിനെ കയറുന്നവരാണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങളെ നിർബന്ധിക്കുന്നില്ല. പക്ഷേ മറ്റുള്ളവർ എനിക്ക് കുറച്ചും കൂടെ കർത്താവിൽ ആഗ്രഹിക്കുന്നുണ്ട്. കാര്യം ദൈവം നമ്മളെല്ലാം വളർത്തുവാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. കോട്ടയത്തൊക്കെ പിന്നെ നമുക്ക് അറിയാം, അതുകൊണ്ട് ഞാൻ പിന്നെ കോട്ടയം അധികം പ്രസ് ചെയ്ത് പറയാഞ്ഞത്. കോട്ടയത്തെ ഹോളുകളെ പിന്നെ നമുക്ക് അറിയാവുന്നതാണ്. തൃപ്പൂണിത്തുറത്ത് എനിക്കൊരു പരിചയമില്ല, കൊല്ലത്തും എനിക്കൊരു പരിചയമില്ല, കൊല്ലം എനിക്ക് ഒട്ടും പരിചയമില്ല. അപ്പോൾ കൊല്ലത്തുള്ളവർ ഒന്ന് ആക്റ്റീവ് ആകണം. നിങ്ങൾ എത്ര പേര് കൂടുന്നുള്ളത്, ഹോളുകൾ നിങ്ങളൊന്ന് അറേഞ്ച് ചെയ്യണം, അതിൻ്റെ കണക്കുകൾ നോക്കണം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വിതച്ചവരെ ഓർത്ത് ബ്ലസ് ചെയ്യുന്നു. പിന്നെയും വിതയ്ക്കുക. ഈ ദിവസങ്ങളിൽ നിങ്ങൾ ബിസിനസ്സുകളൊക്കെ നിങ്ങൾക്ക് പരിശുദ്ധാത്മാ ബിസിനസ്സുകളെ വെളിപ്പെടുത്തുക. അടുത്ത ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകണം. കർത്താവ് പുതിയ ബിസിനസ് സംരംഭങ്ങളെ നമുക്ക് തുറക്കാൻ വേണ്ടി, ദൈവത്തിൻ്റെ ഗൈഡൻസ്, കർത്താവ് ഏത് ബിസിനസ്സാണ് നിങ്ങൾക്ക് ചെയ്യേണ്ട ദൈവം വെളിപ്പെടുത്തി തരും. ഒന്നിലും പോയി കുരുങ്ങണ്ട, കറക്റ്റായിട്ട് കർത്താവ് കാണിച്ചു തരും. അതൊക്കെ നമുക്ക് ഈ ദിവസങ്ങളിൽ ആത്മാവിൽ നമുക്കത് വെളിപ്പെടുത്തി തരും. എവിടെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത് കറക്റ്റായിട്ട് ദൈവം വെളിപ്പെടുത്താൻ വേണ്ടി പോവാണ്. ഞാൻ പറഞ്ഞില്ല, കുവൈറ്റിലുള്ളവർ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണം. നിങ്ങൾ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത്, സിനി സിസ്റ്റർ അത് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അതിലേക്കുള്ള ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യണം, കുവൈറ്റിലുള്ളവർ. ഞാൻ പറഞ്ഞില്ല, നിർബന്ധമല്ല. എനിക്ക് അങ്ങനെ നിങ്ങൾ വന്നിട്ട് അങ്ങനത്തെ ഒരു മനോഭാവത്തിൽ വരരുത്. നിങ്ങൾ ആഗ്രഹത്തോടെ, അല്ലെങ്കിൽ എനിക്കൊരു വളരണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇച്ചിരി വില കൊടുക്കേണ്ടി വരും നമ്മൾ. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വര ഓർത്ത് നിങ്ങൾ അത് ഓർത്തുകൊണ്ടാണ് ചിന്തിക്കേണ്ടത്. എങ്ങനെ എപ്പോഴും പറഞ്ഞതാണ്, എപ്പോഴും ഞാൻ പറഞ്ഞ് റിപ്പീറ്റ് ചെയ്യുവാണ്. അത് ഓർത്ത് നിങ്ങൾ ഭാരപ്പെടേണ്ട, അത് ഞാൻ എങ്ങനെയും എത്തിക്കോളാം. പക്ഷെ നിങ്ങൾ അവിടെ ഒരു അറേഞ്ച്മെൻറ്റ്സ് നമ്മൾ ഒരുക്കണം, പ്രാർത്ഥിക്കണം. കർത്താവ് ഇതെല്ലാം ചെയ്യും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്ന ഒരു രോഗമുള്ള ഭാഗത്തോട്ട് പെട്ടെന്ന് കൈവച്ച് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സൗഖ്യം നടക്കുകയാണ്. ഞാൻ തുടർമാനമായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ഇപ്പോൾ ഒരു സൗഖ്യം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നവർക്ക് റെസ്പോണ്ട് ചെയ്യുക. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. പറഞ്ഞ് എൻ്റെ കൂടെ വേദന അനുഭവിക്കുന്നവരെന്ന് പറഞ്ഞ്, യേശു എൻ്റെ രോഗത്തെ വഹിച്ചു. ഞാൻ രോഗം എടുക്കേണ്ട ആളല്ല, രോഗികളെ സൗഖ്യമാക്കേണ്ട ആളാണ്, രോഗി ആകേണ്ട ആളല്ല. യേശുവിൻ്റെ തിരുമുറിവിനാൽ സൗഖ്യം അനുഭവിക്കേണ്ട ആളാണ്. ഞാൻ അവകാശിയാണ്, അത്ഭുതമാണ്, സാക്ഷിയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. രോഗശക്തികളെ, രോഗാത്മാക്കളെ, വേദനകളെ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകുവാൻ കൽപ്പിക്കുന്നു. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ തിരുമുറിവിനാൽ ദിവ്യ ആരോഗ്യം വന്നിരിക്കുന്നു. യേശുവിൻ്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നു. യേശുവിൻ്റെ ദിവ്യ ആരോഗ്യം എൻ്റെ മേൽ പകരപ്പെടുന്നു. ഞാൻ അത്ഭുതത്തിൽ വിശ്വസിക്കുന്നു, ദൈവപ്രവൃത്തിയിൽ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഈ നിമിഷം കൽപ്പിക്കുന്നപ്പ, നിങ്ങളുടെ അത്ഭുതം അവരുടെ ശരീരത്തിന്മേൽ വ്യാപരിക്കുന്നല്ലോ, അത്ഭുതം എന്ന് അവരുടെ മേൽ വ്യാപരിക്കുന്നല്ലോ. അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ നിമിഷം വേദനയിൽ നിന്ന് മോചനം ലഭിച്ചവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ള അവസരമാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ മ്യൂട്ട് മാറ്റിയിട്ടുണ്ട്, പറയാൻ അവസരമുണ്ട്. പ്രാർത്ഥനാ വിഷയമല്ല. ഇപ്പൊ നിങ്ങൾക്ക് സൗഖ്യം ലഭിച്ചവർ, വേദന മാറിയവരുണ്ടെങ്കിൽ അവർ മാത്രം പറഞ്ഞേ. ഞാൻ മ്യൂട്ട് മാറ്റി. ഉള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, പറയാൻ വേണ്ടി. പറഞ്ഞു. ഞാൻ പ്രാർത്ഥന തുടങ്ങിയപ്പോ തന്നെ എന്റെ വലതുവശത്ത് വയറിന്റെ ഭാഗത്ത് നല്ല കടുത്ത വേദനയായിരുന്നു. എനിക്ക് അങ്ങനെ ഒരു വേദന വന്നിട്ടേ ഇല്ല. പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു, യേശുവിന്റെ തിരുമുറിവിനാൽ സൗഖ്യം തരണേന്ന് പറഞ്ഞു. ആ വേദന നിഷ്പ്രയാസം അപ്പൊ തന്നെ മാറി. ഈ രാത്രി ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് വരുത്തരുതേ പറഞ്ഞു ദൈവത്തിനോട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ദൈവം വലിയൊരു സൗഖ്യമാണ് എനിക്ക് തന്നത്. ആമേൻ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. കർത്താവ് അങ്ങ് സൗഖ്യമാക്കിയത് നന്ദി. ആമേൻ. മറ്റാർക്കെങ്കിലും അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? വേദന ഇപ്പം മാറിയൊരു
പ്രൈസ് ദി ലോർഡ് ബ്രദർ. എനിക്ക് 2-3 ആഴ്ച കൊണ്ട് കാലിന്റെ മുട്ടിന്, വലതുവശത്തെ മുട്ടിന് വേദന ഉണ്ടായിരുന്നു. ഭയങ്കര ഒരുമാതിരി കഴപ്പാണോ വേദനയാണോ പറയാൻ അറിയത്തില്ല. കസേരയിൽ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കാൻ പറ്റത്തില്ലായിരുന്നു. പ്രാർത്ഥന കേൾക്കുമ്പോഴൊക്കെ ഞാൻ കസേര എന്നിട്ട് കട്ടിലയിലോട്ട് കാല് നീട്ടി വെച്ചിരുന്നായിരുന്നു കേട്ടെ. ഇന്ന് തുടങ്ങിയപ്പോഴും അങ്ങനെയായിരുന്നു. പക്ഷേ ഞാൻ വീണ്ടും കാല് താത്തു വെച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എനിക്ക് പിന്നീട് ആ കഴപ്പുണ്ടായിട്ടേ ഇല്ല, പൂർണ്ണമായിട്ടും മാറി. ആമേൻ. കർത്താവ് അങ്ങ് സൗഖ്യമാക്കിയത് നന്ദി. യേശു സിസ്റ്റർ പറഞ്ഞു. പറഞ്ഞു. അടുത്ത ആൾ പറഞ്ഞു. ഹലോ ബ്രദറെ. പറഞ്ഞു. എനിക്കാണെങ്കിൽ ഈ വയറിന്റെ വലതുവശത്ത് 2-3 ഒരാഴ്ചയോളമായിട്ട് വേദന ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും ബ്രദർ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ ഇന്ന് അത് പരിപൂർണമായിട്ടും എനിക്കതൊരു വിടുതൽ കിട്ടി. ആമേൻ. കർത്താവ് അങ്ങ് സൗഖ്യമാക്കിയത് നന്ദി കർത്താവേ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ, എനിക്കൊരു സാക്ഷ്യമുണ്ട് ബ്രദറെ. മോൾക്ക് എത്തിഹാദിലോട്ട് ജോലിക്ക് വേണ്ടിയിട്ട് ബ്രദർ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ അതിന്റെ ഓഫർ ലെറ്റർ വന്ന കാര്യം ഞാൻ അന്ന് ഒരിക്കൽ സാക്ഷ്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇന്നലെ അതിന് ഡേറ്റ് വന്ന് ജനുവരി 29 ജോയിനിങ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. ആമേൻ. തീർച്ചയായിട്ടും കർത്താവ് തുറന്നതിന് നന്ദി. അനേക രാജ്യങ്ങളിൽ കർത്താവിന്റെ സാക്ഷിയാകട്ടെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പറഞ്ഞു. പറഞ്ഞു. ഹലോ ബ്രദറെ. കേൾക്കുന്നുണ്ട് ബ്രദറെ, പറഞ്ഞു. ബ്രദറെ, എന്റെ പേര് ബിജോ. ഞാൻ തിരുവല്ലയിൽ നിന്നാണ് വിളിക്കുന്നത്, സംസാരിക്കുന്നത്. ഞാൻ 2-3 ആഴ്ച ബിജോ ബേബി എന്നാ. ഞാൻ യൂട്യൂബിലൊക്കെ കമന്റ് ഒക്കെ ഇടുകയൊക്കെ ചെയ്യും. ഞാനും അമ്മയും ഞങ്ങൾ ഇന്നും കേൾക്കുന്ന ഈ മെസ്സേജ്. എന്നും രാവിലെയും കേൾക്കും, രാത്രിയിലും കേൾക്കും, പിറ്റേന്നും കേൾക്കും. എന്റെ കണ്ണിന് രണ്ടിനും ആണെങ്കിൽ വേദനയായിട്ട്, എനിക്ക് വേദന എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിന്റെ ജോലിയായിരുന്നു നേരത്തെ. ഇപ്പൊ എനിക്ക് നിലവിൽ ജോലി ട്രൈ ചെയ്യും. അപ്പൊ കണ്ണിന് രണ്ടും പുകച്ചിലും വേദനയായിട്ട് ഞാനാണെങ്കിൽ മരുന്നൊക്കെ ഒഴിച്ചിട്ട് എനിക്ക് കുറവൊന്നും ഇല്ലായിരുന്നു. ഹലോ, കഴിഞ്ഞ 3 ദിവസം മുന്നേ ബ്രദർ പ്രാർത്ഥിച്ച സമയത്ത് ഞാൻ കണ്ണിൽ 2 കൈ ഇങ്ങനെ വെച്ചു, 2 കൈയും കണ്ണിൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പൊ എനിക്ക് നല്ല ഭാരം ഉണ്ടായിരുന്നു. കാരണം ഇത് മാറുന്നില്ലല്ലോ, എനിക്ക് ആശുപത്രി പോകാനും പൈസ ഇല്ലല്ലോ. കർത്താവ് അപ്പൊ ബ്രദർ പറഞ്ഞു, കർത്താവിന്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നതിനാൽ യേശുനാമത്തിൽ ഏറ്റെടുക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, തിരുമുറിവിനാൽ എനിക്ക് കണ്ണിന് സൗഖ്യം വന്നതിനാൽ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അന്ന് ഞാൻ പിന്നെ ഫോണൊന്നും ഞാൻ നോക്കി ലോക്ക് ചെയ്തു. പിറ്റേന്ന് മുതൽ പിന്നെ ഉറങ്ങിപ്പോയി. പിന്നെ പിറ്റേന്ന് മുതൽ എനിക്കാണെങ്കിൽ മ്യൂട്ടായി പോയല്ലോ ബ്രദറെ, കേൾക്കാൻ പറ്റുന്നില്ല. സൗരൻ്റെ കേൾക്കാൻ പറ്റില്ല. സൗര പറഞ്ഞു, മ്യൂട്ട് മാറ്റി പറഞ്ഞു. മ്യൂട്ടാകും സൗര, മ്യൂട്ട് കിടക്കുക, മൈക്ക് മ്യൂട്ട്. കണ്ണിന് വേദനയില്ല, മാറി. പറയട്ടെ ബ്രദറെ. പറഞ്ഞു. ഇപ്പൊ എങ്ങനെയുണ്ട് സൗരന്റെ വേദന? കണ്ണിന് വേദനയല്ല ബ്രദറെ, അത് നമ്മള് ചൂട് പോലെ കണ്ണീന്ന് വരുവാ. ചൂട് പോലെ നമുക്ക് ഒന്നും ചെയ്യും. ഞാൻ അമ്മയോടും പറഞ്ഞില്ല, കാരണം എനിക്ക് ഹോസ്പിറ്റലിൽ പോകാനൊന്നും എൻ്റെ നിലവിൽ ഒന്ന് പോയി വേറെ പൈസ ഒന്നും. ഞാൻ എന്നാ ചെയ്യും കർത്താവ്? ഞാൻ അന്ന് വൈകിട്ട് ബ്രദർ ഇങ്ങനെ പറഞ്ഞു, എവിടെ ആണെങ്കിലും രോഗം ഉള്ള ഭാഗത്ത് കൈ വെക്കാൻ പറഞ്ഞു. ഞാൻ 2 ഫോൺ അങ്ങനെ കേട്ടോണ്ട് 2 കൈയും കൂടെ കണ്ണി വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഞാനുണ്ടായിരുന്ന അമ്മയുണ്ടായിരുന്നു. ഞാൻ എന്റെ രോഗത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പിന്നെ ഞാൻ ഫോണൊന്നും നോക്കിയില്ല, കണ്ണിന് ബുദ്ധിമുട്ട് ഉണ്ടാക്കണ്ടെന്ന് കരുതി. പക്ഷെ അന്ന് എനിക്ക് ഭയങ്കര ചൊറിച്ചിലാണ്, കണ്ണിന് സ്ട്രെയിൻ ചെയ്യുക, നമ്മൾ വിങ്ങുന്നത് പോലെ. എനിക്ക് ആരോടും പറഞ്ഞറിയിക്കാൻ പറ്റുകയില്ല. ഞാൻ കുറെ ദിവസം അനുഭവിച്ചു. പക്ഷെ അന്ന് ആ 3 ദിവസം മുന്നേയുള്ള പ്രാർത്ഥനയിൽ കർത്താവ് എന്നെ പൂർണ്ണമായിട്ട് സൗഖ്യപ്പെടുത്തി. ആമേൻ. സ്വത്രം. കർത്താവ് അത്ഭുത സൗഖ്യം. പകരം പറഞ്ഞു, നിങ്ങൾ കേട്ടല്ലോ, പറഞ്ഞു അത്രത്തോളം സ്ട്രഗിൾ ചെയ്തു. ഹോസ്പിറ്റലിൽ പോകാൻ പോലും സഹോദരന്റെ ബുദ്ധിമുട്ടായിരുന്നു, പൈസ ഇല്ലായിരുന്നു. പക്ഷെ കരം വെച്ച് പറഞ്ഞു, പൈസ തീർന്നു, എനിക്കിനി പോകാൻ വേറെ വഴിയില്ല, എന്നെ കർത്താവ് സുഖമാക്കിയാലേ പറ്റത്തുള്ളൂ. എനിക്ക് ആ മരുന്നിനകത്തുള്ള എന്റെ വിശ്വാസം പോയി. അപ്പൊ ബ്രദർ പറഞ്ഞു, നിങ്ങളുടെ വിശ്വാസം ഹൃദയത്തിനകത്ത്, ആ വിശ്വാസം പ്രവർത്തിക്കാത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൃദയത്തിനകത്തുനിന്ന് അത് മാറ്റാൻ പറഞ്ഞു. ഞാൻ അപ്പൊ അതെടുത്ത് അങ്ങ് മാറ്റും, ആ മരുന്നിനെ അങ്ങ് മാറ്റിയിട്ട് ബ്രദർ പറഞ്ഞു, കർത്താവിന്റെ തിരുമുറിവിനാൽ സൗഖ്യം വരുന്നതിനാൽ അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ 2 കൈയിലും കൈ വെച്ചിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു. അത്രയല്ലാതെ വേറെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് അപ്പൊ തന്നെ സൗഖ്യം അനുഭവിച്ചു. പ്രത്യേകം തൊട്ടാണ് എനിക്കത് ശരിക്കും അത് എത്ര നാട്ടിലെ ബുദ്ധിമുട്ടായിരുന്നു ബ്രദറെ? എത്ര നാളുള്ള? ഇത്
ഒരാഴ്ച എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. ഒരാഴ്ചയായിട്ട് ഞാൻ ഓവർ യൂസേജ് ഒന്നുമില്ല ഫോൺ. ഞാൻ നമ്മുടെ മെസ്സേജ് വൈകിട്ടും കേൾക്കും, രാവിലെയും കേൾക്കും. ഞാനും അമ്മയും കൂടെ എപ്പോഴും കേൾക്കും. എന്നാ ഉണ്ടെങ്കിൽ ഇത് എപ്പോഴും കേൾക്കും. അപ്പൊ എനിക്കാണെങ്കിൽ കണ്ണിന് ബുദ്ധിമുട്ട് വന്ന പിന്നെ, കാരണം എനിക്ക് മെസ്സേജ് വായിക്കാം ഗ്രൂപ്പിൽ, നമ്മുടെ ഇതിനകത്ത് പറ്റുന്നില്ല, എനിക്ക് നോക്കാനും വയ്യ. ഞാൻ മരുന്ന് ഒഴിച്ചിട്ട് എനിക്ക് ഒരു വ്യത്യാസവും ഇല്ല. ഞാൻ അമ്മയോട് ഒട്ടും ഞാൻ പറഞ്ഞില്ല. കണ്ണിലും കൈ വെച്ചിട്ട് ഞാൻ ബ്രദർ പറഞ്ഞത് തന്നെ ഏറ്റെടുത്ത് പറഞ്ഞ് ആ വിശ്വാസം ആക്റ്റീവ് ആകട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്റെ ഹൃദയത്തിൽ എല്ലാ അനാവശ്യമായിട്ടുള്ള അവിശ്വാസങ്ങളും കർത്താവിന്റെ നാമത്തിൽ പുറത്തു പോകട്ടെ. യേശുവിന്റെ ആമേൻ. തിരുമുറിവിനാൽ എന്റെ കണ്ണിന് സൗഖ്യം വന്നിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. യേശു അത് സൗഖ്യം. ഞാനത് ബ്രദർ പറഞ്ഞത് റിപ്പീറ്റ് അടിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞ് കർത്താവ് അത്ഭുതം ചെയ്തിരിക്കാൻ നന്ദി. ആമേൻ. ഇത് വലിയൊരു സാക്ഷിയാണ് ബ്രദർ പറഞ്ഞത്. വേറൊന്നുമല്ല, കാരണം വെച്ചാൽ നിങ്ങൾ ഓർത്തണം, കണ്ണിൻ്റെ കാഴ്ച വായിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ കുറഞ്ഞുകൊണ്ടിരുന്നു. പിശാച് ആ കണ്ണ് കളയാൻ നോക്കിയ പദ്ധതിയായിരുന്നു. പക്ഷേ ഇന്ന് കർത്താവിൻ്റെ തിരുമുറിവിനാലുള്ള സൗഖ്യം, ഞാൻ പറഞ്ഞില്ല, പാറകളെ ഇടിച്ചു കളഞ്ഞു. ആദ്യം പറഞ്ഞില്ല, അത് തുടർമാനമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു, മാറ്റമില്ല. പക്ഷേ ഉള്ളിൽ നിന്നും പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നു, കൈവച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. യേശുവിൻ്റെ മുറിവിനാൽ ആ രോഗശക്തി, ആ രോഗബന്ധനം അവിടെ നിന്ന് വിട്ടുമാറി. പറഞ്ഞ പോലെ തന്നെ 2 കണ്ണും പോകേണ്ട സ്ഥാനത്ത് കർത്താവ് സൗഖ്യം കൊടുത്തത് നന്ദി. ഗോഡ് ബ്ലസ് യു ബ്രദറെ. ഗോഡ് ബ്ലസ് യു. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം, വിശ്വാസത്തിൽ ബലപ്പെട്ടോണം. കർത്താവ് വലിയ കാര്യങ്ങളെ ചെയ്യും കേട്ടോ. ആമേൻ. ഗോഡ് ബ്ലസ് യു ബ്രദറെ. വലിയ സാക്ഷ്യത്തിന് നന്ദി. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാൻ ഇതുപോലെ? നിങ്ങൾക്ക് വേദനകൾ മാറി വരും. എനിക്കൊരു സാക്ഷ്യം പറയണം ബ്രദറെ. പറഞ്ഞു സാക്ഷ്യം പറയണം. എനിക്കൊരു സാക്ഷ്യം പറയണം ബ്രദറെ. പറഞ്ഞു. 2-3 മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു, ഒരു പെൺകുട്ടി അവരുടെ കുടുംബത്തിൽ ഭാര്യയും ഭർത്താവുമായിട്ട് വഴക്കായിട്ട് അവര് ഡൈവേഴ്സിന് കേസ് നടന്നുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ ബ്രദറിനോട് ഞാൻ പറഞ്ഞു, ബ്രദർ അവിടെ സമാധാനവും സന്തോഷവും ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിച്ചു. എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എനിക്ക് വചനവും തന്നു. ഒരാഴ്ചക്കുള്ളിൽ തന്നെ ആ കേസ് നീക്കി വെച്ചു. ആ കുടുംബത്തിൽ ഭാര്യയും ഭർത്താവുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ തുടങ്ങി. ആമേൻ. സ്തോത്രം കർത്താവേ. അങ്ങ് കുടുംബത്തിന്റെ കലഹത്തിന്റെ പിശാചിനെ മാറ്റിയത് നന്ദി. ഗോഡ് ബ്ലസ് യു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. മറ്റാർക്കെങ്കിലും ഇപ്പോൾ വേദനയിൽ നിന്ന് സൗഖ്യം ലഭിച്ചവരുണ്ടെങ്കിൽ പറഞ്ഞു. വേദനയിൽ നിന്ന് സൗഖ്യം ലഭിച്ചവരുണ്ടെങ്കിൽ വേഗം പറ. ഈ മ്യൂട്ട് മാറ്റിയിട്ട് പറയാൻ വേണ്ടിയുള്ളവരാണോ? ബ്രദറെ, എനിക്കൊരു സംശയം ചോദിക്കാനുണ്ടായിരുന്നു. കഴിഞ്ഞ ഇപ്പൊ പറഞ്ഞതിന്റെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ കൈ വെച്ച് പ്രാർത്ഥിക്കാൻ പറ്റാത്ത വ്യക്തികളുണ്ട്. ആ ഒരു കാര്യം സംശയം. അപ്പൊ അവരുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കണം. കൈവച്ച് ഇപ്പൊ അമേരിക്കയിൽ ഇരിക്കുന്ന ഒരാൾക്ക് വേണ്ടി നമ്മൾ കോട്ടയത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കൈ വെക്കാൻ കഴിയത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ പേര് പറഞ്ഞ് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന. അപ്പൊ ആ വ്യക്തിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ആ വ്യക്തി എങ്ങനെയാണോ വചനം പറയുന്നത് അതേപോലെ നമ്മൾ പറയുകയാണ് ആ വ്യക്തിക്ക് വേണ്ടി. യേശുവിന്റെ ഉദാഹരണം പറയും. യേശുവിന്റെ തിരുമുറിവിനാൽ, ഞാനിപ്പോൾ ഉദാഹരണമായിട്ട്, യേശുവിന്റെ തിരുമുറിവിനാൽ മനുവിന് സൗഖ്യം വന്നിരിക്കുന്നു. യേശുവിന്റെ തിരുമുറിവിനാൽ മനുവിന് അത്ഭുതം വന്നിരിക്കുന്നു. യേശുവിന്റെ മുറിവിനാൽ അവന്റെ ഇത് ആ വ്യക്തിക്ക് വേണ്ടി നമ്മൾ പറയുക. ഞാൻ പറഞ്ഞത് നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ വചനത്തെ ആ വ്യക്തിയിലേക്ക് പകരുകയാണ് നമ്മൾ. അങ്ങനെ പറഞ്ഞാൽ മതി കേട്ടോ. അവർക്ക് നമ്മുടെ വിശ്വാസം അവർക്ക് ഉപയോഗിക്കാൻ പറ്റും. തീർച്ചയായിട്ടും നമ്മുടെ വിശ്വാസമാണ് അവരിൽ അത്ഭുതം നടക്കുന്നത്. അവരോട് പറയണം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് അവരെ ബോധ്യപ്പെടാം. അല്ലെങ്കിൽ നാളെ അവർ പറയരുത് അത്ഭുതം നടക്കുമ്പോഴേക്കും അത് ചുമ്മാ അങ്ങനെ സംഭവിച്ചാൽ അവർക്ക് ബോധ്യമാകണം യേശുവാണ് പ്രവർത്തിക്കുന്നതെന്ന്. തീർച്ചയായിട്ടും. മറ്റാരെങ്കിലും ഉണ്ടോ ഇപ്പൊ സാക്ഷ്യം ലഭിച്ചത്? ബ്രദറെ, ഇപ്പൊ സാക്ഷ്യം പറഞ്ഞത് ഞാനാ ബ്രദറെ. ഒരു സെക്കൻഡ് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ. എന്റെ നെഞ്ചിന് ഭയങ്കര ചൂട് തട്ടിക്കൊണ്ടിരിക്കുക. കർത്താവേ, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ എന്ന് കൽപ്പിക്കുന്ന, വേദനയോട് കൽപ്പിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ പുറത്താക്കുന്നു. അത്ഭുത സൗഖ്യത്തിന് നന്ദി. ഇപ്പോൾ തന്നെ പിടിച്ചു കെട്ടട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ ഇപ്പം വേദനയിൽ നിന്ന് സൗഖ്യം ലഭിച്ചവര്? എനിക്കൊരു ഹലോ ബ്രദറെ. ഹലോ പറഞ്ഞു. ബ്രദർ, ഞാൻ ബ്രദർ പറഞ്ഞായിരുന്നല്ലേ, പിന്നെ പൂർണ്ണമായിട്ടും ദൈവത്തിനെ തന്നെ ആശ്രയിക്കുക. ഏത് ചെറിയ കാര്യം തൊട്ട് വലിയ കാര്യമായാലും ദൈവത്തിൽ തന്നെ ആശ്രയിക്കാൻ പറഞ്ഞു. ഞാൻ അതിനുശേഷം പൂർണ്ണമായിട്ടും ദൈവത്തിൽ ആശ്രയിക്കാൻ തുടങ്ങിയതിന് ശേഷം എന്റെ വിഷയങ്ങളിലൊക്കെ ഒരുപാട് മാറ്റങ്ങളും പിന്നെ ഒരുപാട് പ്രതിസന്ധികളിൽ നിന്നെല്ലാം എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നു ബ്രദർ. ആമേൻ. തീർച്ചയായിട്ടും കർത്താവ് അങ്ങനെ പ്രവർത്തിച്ചതിന് അവർ പറഞ്ഞ പോലെ തന്നെ ചെറുതും വലുതും കാര്യങ്ങളിൽ നമ്മുടെ രക്ഷകൻ യേശു ആയതുകൊണ്ട്
കർത്താവിൽ ആശ്രയിച്ച് ആ സാക്ഷ്യം ഉണ്ടാകാൻ ഇടയായി തീർന്നു. ഗോഡ് ബ്ലസ് യു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ് മറ്റാ ബ്രദർ. ആ പറഞ്ഞു പ്രൈസ് ദി പറഞ്ഞു ലോർഡ് ബ്രദർ. എന്റെ പേര് ജൂലി. ഞാൻ യു ആ കെ നിന്നാണ് അറ്റൻഡ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് സൂമിൽ അറ്റൻഡ് ചെയ്തത്. ബട്ട് ഞാൻ കുറെ മാസങ്ങളായിട്ട് ബ്രദറിന്റെ മീറ്റിങ്ങുകളെല്ലാം ഞാൻ കേൾക്കുന്നുണ്ട്, യൂട്യൂബിൽ ട്രാവൽ ചെയ്യുമ്പോഴെല്ലാം. എനിക്കിപ്പോ ഒരു സാക്ഷ്യം പറയാനുള്ളത്, ഇപ്പം ബ്രദർ പ്രാർത്ഥിക്കുമ്പം എനിക്ക് 2017 നിന്ന് എനിക്ക് ഭയങ്കര നടുവിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഒരു ഡിസ്ക് ഡീജനറേറ്റീവ് ഇഷ്യൂ. അതിപ്പം ഇടയ്ക്കിടയ്ക്ക് പല വർഷങ്ങൾ ഗ്യാപ്പിൽ ഭയങ്കര സിവിയർ അറ്റാക്ക് വരാറുണ്ടായിരുന്നു. പക്ഷേ ഈ അടുത്ത സമയത്ത് കഴിഞ്ഞ 2 മാസം മുമ്പ് സിവിയർ അറ്റാക്ക്, ഒരു 1 വീക്ക് എനിക്ക് പെട്ടെന്ന് നടക്കാൻ പറ്റാതെ ഇരിക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടായി. 1 വീക്ക് കഴിഞ്ഞ് അത് പിന്നെ ഓക്കെ ആയി. പക്ഷെ എപ്പോഴും എനിക്കൊരു പിന്നിങ് പെയിൻ ലെഫ്റ്റ് സൈഡിൽ ഉണ്ടാകും. എൻ്റെ ലോവർ ബാക്കിൽ ഒരു പിന്നിങ് പെയിൻ എപ്പോഴും. ഞാൻ കിടക്കുമ്പോഴും ഞാൻ എന്ത് ചെയ്യുമ്പോഴും ആ ഒരു പിന്നിങ് പെയിൻ ഐ ക്യാൻ ഫീൽ എവറി ടൈം. ബട്ട് ഇപ്പൊ ഞാൻ ബ്രദർ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ അവിടെ തന്നെ കൈവച്ച് ഞാൻ പറഞ്ഞു, ദൈവമേ എന്റെ ഈ പിന്നിങ് പെയിൻ എനിക്ക് പൂർണ്ണമായി വിടുതൽ വരണം. അത് എനിക്ക് പിന്നിങ് പെയിൻ ഉണ്ടായി. ഐ ഡിഡ്ന്റ് ഫീൽ എനിത്തിങ് ചേഞ്ച് ഇൻ മൈ ബോഡി. ബട്ട് എനിക്കൊരു കൺഫ്യൂഷൻ ആയി, ദൈവമേ ഇത് പെയിൻ പോയോ. ഞാൻ ഇത്രയും പേര് എല്ലാവരും സാക്ഷ്യം പറയുന്ന സമയത്തെല്ലാം ഞാൻ എഴുന്നേറ്റ് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ മൂവ്മെന്റ് ചെയ്തു. ബിക്കോസ് ഐ വോണ്ട് ടു കൺഫേം മൈ സെൽഫ്, അത് ശരിക്കും പോയോ. ഐ ഫീൽ ആൻഡ് ഐ ബിലീവ് നൗ ദാറ്റ് അത് പെയിൻ പൂർണ്ണമായിട്ട് മാറിയെന്ന്. ഇപ്പൊ ഞാൻ സിറ്റിംഗ് ഓൺ എ ചെയർ, എനിക്ക് ആ പെയിൻ ഐ എം നോട്ട് ഫീലിംഗ് ഇറ്റ്. ബട്ട് സ്റ്റിൽ ഐ ബിലീവ് ദാറ്റ് ഈവൻ ഇന്ന് നൈറ്റും ആ പെയിനും ഇനി ഒരിക്കലും ആ പെയിൻ ഉണ്ടാകത്തില്ലെന്ന് തന്നെ ഐ ബിലീവ്. എന്റെ ദൈവം എന്റെ പൂർണ്ണമായിട്ട് ഹീൽ ചെയ്തു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു. ആമേൻ. ഇത് വലിയൊരു അത്ഭുതമാണ്. ഇഷ്ടം പറഞ്ഞ് 2017 മുതൽ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടാണ്. നിങ്ങൾ കേട്ടല്ലോ ആ സൗഖ്യത്തെ പറ്റി. പക്ഷേ ഇപ്പോൾ അത് സൗഖ്യം, സൗകര്യ ശരീരത്തിന് വേദന മാറി. പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്യാൻ പോലും കഴിയാത്ത രീതിയിൽ, ഞാൻ പറഞ്ഞല്ലോ അത് സൗഖ്യം നടന്നു സിസ്റ്ററെ. ആ വേദന അവിടെ ഇല്ല. നമ്മുടെ മനസ്സാണ് പറഞ്ഞത് പിന്നെ ചിലപ്പോൾ വരാൻ സാധ്യത ഉണ്ടെന്നില്ല. അത് കർത്താവ് ശ്രദ്ധിച്ച അത്രയും വർഷമായിട്ട് 2017 തുടങ്ങിയ വേദന ഇനി അത് മേലാ വരത്തില്ല. കർത്താവ് ഇന്നത് സൗഖ്യം നടന്നിരിക്കുന്നു. ഇനി ഒരു സംശയം വേണ്ട, ഇനി മേലാൽ അത് വരത്തില്ല. ആ കർത്താവ് അത് തൊട്ടതിന് നന്ദി, അത്ഭുതമായിരുന്നു നന്ദി. ഇനി മേലാൽ അത് ബുദ്ധിമുട്ട് വരത്തില്ല കേട്ടോ സിസ്റ്ററെ. ധൈര്യമായിട്ട് പൊക്കോണം, ധൈര്യമായിട്ടിരുന്നോണം. യേശു അങ്ങ് തൊട്ടതിന് നന്ദി. ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? എന്തോ ബ്രദറെ ഒരു സാക്ഷി ഒരു സംശയം ചോദിക്കാനാ, വ്യക്തിപരമായ. പറഞ്ഞു ഹലോ, പറഞ്ഞു പെട്ടെന്ന് ചോദിച്ചു. ബ്രദറെ, ചോദ്യം ഇതാണ്. ഞങ്ങള് വയസ്സന്മാരെല്ലാരും കൂടി നേരം പോക്കിന് വൈകുന്നേരം കൂടിയിരിക്കാൻ ഒരു ചെറിയ ക്ലബ്ബ് രൂപീകരിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഫ്രീ ആയി കഴിയുമ്പോൾ വൈകിട്ട് 7:30 ആകുമ്പോൾ ഒരു 1/4 മണിക്കൂറോടൊപ്പം ഇരുന്ന് എൻജോയ് ചെയ്യാറുണ്ട്. ചുമ്മാ വർത്താനം പറയുകയും ചീട്ട് കളിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അത് എന്റെ വിശ്വാസ ജീവിതമായിട്ട് അതിനകത്ത് എന്തെങ്കിലും തടസ്സമുണ്ടോ? വിശ്വാസ ജീവിതത്തിൽ സഹോദരൻ അവിടെ പോയിട്ട് പറഞ്ഞു. രണ്ടാമത്തെ കാര്യം, ഞാന് 2-3 വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നേ. അതൊന്ന് പ്രാർത്ഥിച്ച് അതിന്റെ ഒരു ആത്മാവ് പറയുന്ന മറുപടി എന്താണ് എന്നോടൊന്ന് പറയണം, സാമ്പത്തിക വിഷയത്തെ കുറിച്ച്. തീർച്ചയായിട്ടും സഹോദരൻ ചോദിച്ചാൽ നല്ലൊരു ചോദ്യമാണ്. കാരണം വേറൊന്നുമല്ല, നമ്മളിപ്പോൾ പറഞ്ഞ പോലെ സുഹൃത്തുക്കളെല്ലാം കൂടി പോയിരുന്ന് നമ്മൾ ക്ലബ്ബിലിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് ടെംപ്റ്റ് ചെയ്യും. ഞാൻ പറഞ്ഞ പിശാച് നമ്മളെ ടെംപ്റ്റ് ചെയ്യും. നമ്മൾ ഈ വചനമെല്ലാം കേട്ട് നമ്മളവിടെ ചെല്ലുമ്പോൾ നമ്മുടെ അകത്തൊരു അധികാരം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, യേശു പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾ നാവ് കൊണ്ട് പറയുന്നത് സംഭവിക്കും. അവിടെ ചെല്ലുമ്പോൾ പിശാച് നമ്മളെ കൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയിപ്പിക്കും. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിക്കണം. അവിടെ ചെല്ലുമ്പോൾ നമ്മളെ കൊണ്ട് അവർ പറയിപ്പിക്കാൻ ലോകത്തിൻ്റെതായിട്ടുള്ള കൺസെപ്റ്റുകൾ, ഇപ്പോൾ പ്രായമായല്ലോ, നീ അടുത്ത രോഗമാകുമല്ലോ, അവിടെ നമ്മളെ കൊണ്ട് അവിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുമ്പോൾ അവിടെ യേശുവിനെ പറയുവാൻ നമുക്ക് പറ്റണം. ഇല്ല, കർത്താവ് അത് ചെയ്യും. അവർ പറയുന്നു, ഇനി വയസ്സാം കാലത്ത് എന്നാ ചെയ്യാനാ, വയസ്സാം കാലത്ത് എന്നാ സംഭവം? ഇല്ല, യേശു എന്നെ രക്ഷിക്കും, യേശു എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. അവിടെ യേശുവിനെ ഉയർത്തിയാൽ ആ ക്ലബ്ബ് ഒരു കൂട്ടായ്മ സ്ഥലമാക്കി മാറ്റണം. അതാണ് നമ്മുടെ ചുമതല. ക്ലബ്ബിൽ പോകുന്നുണ്ടെങ്കിൽ, ഇന്ന് അവർ ചീട്ട് കളിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ ഇടയിൽ നാളെ അവരൊരു കൂട്ടായ്മയുള്ള സ്ഥലമാക്കി അതിനെ മാറ്റുക എന്നുള്ളത് എൻ്റെ ചുമതലയാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മളപ്പോൾ എന്ത് ചെയ്യണം? കൂട്ടായ്മയാകണമെങ്കിൽ ഞാൻ അവരോട് എന്ത് ചെയ്യണം? ചിലപ്പോൾ ചീത്ത പറയുമായിരിക്കും, നമ്മൾ ഈ വചനമൊക്കെ പറഞ്ഞു, നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലേ, എൻ്റെ കൂട്ട് വേണമെങ്കിൽ നീ വചനം കേൾക്കണം. എന്ത് പ്രശ്നം ഇങ്ങോട്ട് പറഞ്ഞാലും നമ്മൾ അവരോട് എന്ത് ചെയ്യരുത്? അവർ ചിലപ്പോൾ ചീത്ത പറഞ്ഞാലും നമ്മൾ ചീത്ത പറയാൻ പോകരുത്. നമ്മുടെ സാക്ഷ്യം വലുതാണ്. അവർ ചിലപ്പോൾ നമുക്കെതിരെ പരിഹസിക്കും, നമ്മളെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളെ ടെംപ്റ്റ് ചെയ്യുമ്പോൾ, സഹോദര, കർത്താവായ യേശു നമുക്ക് വേണ്ടി ആ യേശുവിനെ പറ്റി നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ പറയണം. ആ ക്ലബ്ബ് ഒരു കർത്താവിൻ്റെ കൂട്ടായ്മ സ്ഥലമാക്കി മാറ്റുക എന്നുള്ളതാണ് ദൈവം അവിടെ അയക്കിയിരിക്കുന്നതിൻ്റെ ചുമതല.
അതുകൊണ്ട് ഇനി ചെല്ലുമ്പോൾ പ്രാർത്ഥിച്ചോണം. നാളെ ഇന്ന് ചീട്ട് കളിക്കുന്ന സ്ഥലം നാളെ കൂട്ടായ്മയുടെ സ്ഥലമാക്കി മാറ്റണം. ഇത് നിങ്ങൾ എല്ലാവരും ഞാൻ പറയുവാണ്. സഹോദരൻ ചോദിച്ചു, നമ്മൾ ലോകത്ത് നിങ്ങളുടെ ഓഫീസിലായിക്കോട്ടെ നിങ്ങളുടെ സ്ഥലത്തായിക്കോട്ടെ ഇതെല്ലാം പ്രാർത്ഥിക്കുന്ന ഇടങ്ങളാക്കി നിങ്ങൾ ദൈവസന്നിധിയിൽ മാറ്റുവാൻ നിങ്ങൾക്ക് കഴിയും. നമ്മൾ കുറ്റവും കുറവും പറഞ്ഞിരിക്കല്ലോ അവിടെ ചെന്നിട്ട്. അവിടെ ചിലപ്പോൾ നിങ്ങൾ വഴിയെ പോകുന്ന ആളുടെ കുറ്റം കൂട്ടുകാർ പറയുമ്പോൾ കൂടെ നിന്നുകൊണ്ട് അതേന്ന് പറയരുത്, അവരെ വിട്ടേക്ക്, നമുക്ക് അവരൊക്കെ പൊക്കോട്ടെ, അവരെല്ലാം ദൈവത്തിൻ്റെ മക്കൾ, അങ്ങനെയൊക്കെ പറഞ്ഞു പഠിക്കും. ചിലപ്പോൾ കളിയാക്കുമായിരിക്കും, അവർ കളിയാക്കിക്കോട്ടെ. എപ്പോഴും ഓർത്തോണം, എനിക്ക് ചെലവ് തരുന്നതും നന്മ തരുന്നതും ഇവരാരുമല്ല, യേശുവാണ്. നാം കർത്താവിനെ ഉയർത്തും. ബൈബിളൊരു വാക്യമുണ്ട്, ദൈവം നമ്മെ ഉയർത്തും. ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ തൽക്കാലത്തേക്ക് നമ്മുടെ പ്രാർത്ഥന ഒന്ന് സ്റ്റോപ്പ് ചെയ്യുകയാണ്. സാക്ഷ്യങ്ങൾ നമുക്ക് പിന്നെയും കേൾക്കാം. എനിക്ക് വളരെ സങ്കടമുള്ള കാര്യമാണ് ഈ സാക്ഷ്യങ്ങൾ നടക്കുമ്പോൾ സാക്ഷ്യം സ്റ്റോപ്പ് ചെയ്യുന്നത് കാര്യം. പക്ഷേ സമയം നമുക്ക് മുന്നോട്ട് ഒത്തിരി പോയി. ഇന്ത്യൻ സമയം നമുക്ക് ഏകദേശം ഇപ്പോൾ ഏകദേശം 12 മണി അടുക്കിലേക്ക് പൊക്കോണ്ടിരിക്കുന്നു. അപ്പം എന്തായാലും പ്രാർത്ഥിക്കുക. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഇനി മുതൽ ടൈമിങ് ഞാൻ നാളെ ചെയ്യാൻ വേണ്ടിയിരുന്നു, പക്ഷേ എനിക്ക് തോന്നുന്നില്ല നാളെ 1 മണിക്കൂർ മുമ്പൊന്ന് സ്റ്റാർട്ട് ചെയ്യാനെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ചില കാരണങ്ങളുണ്ട്. എങ്കിലും ഞാൻ ശ്രമിക്കും. ഉണ്ടെങ്കിൽ ഞാൻ നമ്മുടെ ഗ്രൂപ്പിലേക്ക് മെസ്സേജ് ഇട്ടേക്കും. ഞാൻ നേരത്തെ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നിങ്ങളുടെ സാക്ഷ്യങ്ങൾ പറ്റാത്തവരെനിക്ക് വോയിസ് റെക്കോർഡ് അയക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പുകളിലേക്ക്, ആക്റ്റീവായിട്ടുള്ള ഗ്രൂപ്പുകളിലേക്കോ, നമ്മുടെ ഗ്രൂപ്പ് മെമ്പേഴ്സിൻ്റെ നമ്പറുകളുണ്ടല്ലോ, 2 നമ്പറുകളുണ്ട് യുവത്തിൽ. ഈ 2 നമ്പറുകളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ സാക്ഷ്യങ്ങൾ അവർക്ക് അയച്ചു കൊടുക്കുക. എനിക്ക് കിട്ടിയിട്ട് ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ബൾക്കായിട്ട് മെസ്സേജുകൾ വന്നുകൊണ്ടാണ്. നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റുന്ന നമ്പർ കണ്ടല്ലോ, ഈ 2 നമ്പറുകളിലേക്ക് നിങ്ങളുടെ സാക്ഷ്യങ്ങൾ, അങ്ങോട്ട് പ്രെയർ റിക്വസ്റ്റുകൾ കഴിവതും അയക്കരുത്. കാരണം രണ്ടും കൂടെ മിക്സ് ചെയ്ത് വന്നാൽ സാക്ഷ്യങ്ങളെല്ലാം മിസ്സാവും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് സാക്ഷ്യമുള്ളവർ വോയിസ് റെക്കോർഡായിട്ട് ക്ലിയർ ആയിട്ട് അയച്ചു തരിക. അപ്പോൾ കുറച്ചും കൂടെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കേൾക്കുന്നതായിരിക്കും. ഓൾറെഡി എനിക്കറിയാം നിങ്ങൾ ഡൗട്ട് ഉള്ളവർക്കുമൊക്കെ അത് അയക്കാം. ഞാനത് ഓപ്പൺ ചെയ്യുന്നില്ലെങ്കിൽ മാത്രം അവർക്ക് അയക്കാം. അവരെ നിങ്ങൾ തുരിതരാന്ന് അയച്ചു കഴിഞ്ഞാൽ അവർക്കും കൺഫ്യൂഷൻ ആകരുത്. ഡൗട്ടുകൾ നന്നായിട്ട് ഏത് ഡൗട്ടാണോ അത് ഏത് വചനം കേട്ടപ്പോഴാണ്, ഏത് വചനഭാഗം, ചുമ്മാ നിങ്ങൾ പറയരുത് ഡൗട്ട്, അതും കൂടെ ചേർത്ത് അയക്കാൻ ശ്രമിക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ലൈവിൽ കാണുന്നവരെ ബ്ലസ് ചെയ്യുന്നു. നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യണം. മീറ്റിങ്ങുകൾക്ക് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ വേണം. എറണാകുളത്ത് നടക്കുന്ന മീറ്റിങ്ങുകൾ, മുഴുവൻ മീറ്റിങ്ങുകളും, എല്ലാ കാര്യങ്ങളും, UK നടക്കുന്ന മീറ്റിങ്ങിന് വേണ്ടി നിങ്ങളത് ക്രമീകരിക്കണം. അത് ഞാൻ പറഞ്ഞല്ലോ, UK ആളുകൾ അതിനുള്ള ക്രമീകരണം ചെയ്യണം. നമുക്ക് നോർത്ത് ആംപ്ടണിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ആഗ്രഹം ഉള്ളവർ ചേരുന്നത് കൊണ്ടാണ്. ആഗ്രഹം ഉദ്ദേശിക്കുന്ന കാര്യം മനസ്സിലായാലും നിങ്ങൾ ആ വാഞ്ചയോടെ വരണം. അല്ലാത്ത പക്ഷം നിങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും പോകുന്ന മനോഭാവത്തിൽ വരരുത്. വളരുവാൻ ആഗ്രഹമുണ്ട്. അടുത്തൊരു സ്റ്റെപ്പ് എനിക്ക് യേശുവിൽ ഉപയോഗിക്കപ്പെടണം. എനിക്ക് കർത്താവിൻ്റെ നാമത്തിൽ, ഞാനത് എപ്പോഴും ഞാൻ പറഞ്ഞ, ചില ആളുകൾ വന്നൊരു ഫോർമാലിറ്റി, ബ്രദർ പറഞ്ഞുകൊണ്ട് ഒരു ഫോർമാലിറ്റി വേണ്ട. എനിക്കൊരു കുഴപ്പമില്ല, നിങ്ങൾ വന്നില്ലെങ്കിലും പ്രശ്നമില്ല, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷേ എനിക്കൊരു നെക്സ്റ്റ് ലെവലിലേക്ക് പോകണം. എനിക്കൊരു സ്പിരിച്വൽ എൻകൗണ്ടറിൽ എനിക്ക് ഉണ്ടാകണം. സ്പിരിച്വൽ റെലത്തിൽ എനിക്ക് മൂവ് ചെയ്യണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കും. ഒരു കൈവപ്പ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിലേക്ക് പോകാം. അപ്പോൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക. വൻ കാര്യങ്ങളെ കർത്താവ് നമ്മുടെ നടുവിൽ ചെയ്യുന്നതായിരിക്കും. വലിയ പ്രവൃത്തികളെ കർത്താവ് ചെയ്യും. കർത്താവിൻ്റെ വേലയിൽ പിന്നെയും വിതയ്ക്കുക. ഞാനത് കൂടുതലും പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ കാരണം, ഞെരുക്കങ്ങളിൽ അനുഭവിക്കുന്നവർക്ക് ഏറ്റവും നല്ല മാർഗമാണ് വിതയ്ക്കുന്നവനെ കൊയ്യുവാൻ കഴിയത്തുള്ളൂ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ലൈവിലുള്ളവരെ ബ്ലസ് യു. നമ്മൾ വിശ്വാസ പ്രഖ്യാപനത്തിലേക്ക് പോകാൻ വേണ്ടി പോവാണ്. മൈക്കെല്ലാം ഇപ്പം നിങ്ങൾ ഈ സാക്ഷ്യം കേൾക്കണം. നിങ്ങൾ ഈ സാക്ഷ്യം കേൾക്കുമ്പം സാക്ഷ്യം നമ്മുടെ സ്പിരിറ്റിനെ എൻകറേജ് ചെയ്യിപ്പിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണം, നിങ്ങൾ സാക്ഷ്യം പറയാൻ കഴിയാത്തവർ വ്യക്തമായിട്ട് നീട്ടി പറയരുത്. സാക്ഷിയെ ഒത്തിരി നീട്ടിക്കൊണ്ട് പോകരുത്. വലിയ കഥ ഒന്നും പറയണ്ട. എന്താണോ എക്സാക്ട്ലി സംഭവിച്ചത്, കഴിഞ്ഞ ദിവസം പിതാവ് അയച്ചതുപോലെ തന്നെ ആ വർഷങ്ങളായിട്ടുള്ള രോഗത്തെ പറ്റി പറഞ്ഞല്ലോ, അതുപോലെ നല്ല വ്യക്തമായിട്ട് നിങ്ങൾ വോയിസ് റെക്കോർഡ് അയക്കുക. അപ്പോൾ ഇനി കുറച്ചും കൂടെ നമുക്ക് സാക്ഷ്യത്തിലൂടെ പഠിക്കാൻ പറ്റും. ഇനി വരാൻ പോകുന്ന ഗിഫ്റ്റുകൾ നമുക്ക് സാക്ഷ്യത്തിലൂടെ പഠിക്കാൻ പറ്റും. അങ്ങനെ അയക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇന്ന് തന്നെ സാക്ഷ്യങ്ങൾ ഈ താഴെ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് എല്ലാവരും ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തു ഈ നമ്പറുകൾ. എന്നിട്ട് എടുത്തിട്ട് അതിൻ്റെ വേണം നമ്പർ എഴുതിയെടുക്കുന്നതിൽ നല്ല സ്ക്രീൻഷോട്ട് എടുക്കുന്നതാണ്. എന്നിട്ട് അതിലേക്ക് സാക്ഷ്യങ്ങൾ അയക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. അതിലേക്ക് നിങ്ങൾ സാക്ഷ്യം അയക്കുക. നമുക്ക് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റു പറയാം. എല്ലാവരും വിശ്വാസ പ്രഖ്യാപനം ഏറ്റു പറഞ്ഞാൽ ലൈവ് ഞാൻ സ്റ്റോപ്പ് ചെയ്യുവാണ്. കർത്താവ് നമ്മളെ ബ്ലസ്